അവരുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഹോപ്പ്. കഷ്ടതയോ പല പട്ടിണിയോ ഉണ്ടാകാം ഭൂവിൽ, അതിലൊരു നാളും തളരാതെ പാർത്താൽ അതു ഭാഗ്യം. വ്യാകുലയായവളെ പ്രാവേ ബാഖായാണിവിടെ, കുതൂഹലമോടൊരു നാളിൽ നീ പാടിയിടും. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവെക്കേണ്ടതിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൽ പ്രസിദ്ധനും കർത്താവിന് വേണ്ടി കാലയളവിൽ ഏറെ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നതും വിവിധ അനുഗ്രഹീത ഗാനങ്ങൾ എഴുതി ദൈവനാമ മഹത്വത്തിനു വേണ്ടി പാടുവാനും ഒക്കെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീതനായ ഗായകനും ശുശ്രൂഷകനുമായിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സാബു ലൂയിസ് അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ് ദൈവദാസനെ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ വീട് മൂവാറ്റുപുഴയ്ക്കടുത്ത് വാഴക്കുളമാണ്. തൃശ്ശൂരാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. എനിക്ക് ഭാര്യ മഞ്ജു, 2 ആൺമക്കളുണ്ട്. ശാമുവേൽ കുട്ടി, ദാനിയേൽ കുട്ടി, അങ്ങനെ 2 ആൺമക്കളുണ്ട്. എൻ്റെ അപ്പച്ചനുണ്ട് വീട്ടില്. അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ടായിരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയിൽ കൂടെ എനിക്ക് കർത്താവിന്റെ സാക്ഷ്യം വഹിക്കുവാനായിട്ട് ഇങ്ങനെ ഒരു അവസരം തന്ന ദൈവത്തിന്റെ ദാസന്മാർക്ക് പ്രത്യേകമായി നന്ദി പറയുന്നു. പാസ്റ്റർ ഡാനിയൽ ജോൺ, ഈ അരോമ ടിവിയിൽ കൂടെ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും കർത്താവിന്റെ നാമത്തിൽ വന്ദനം പറയുകയാണ്. കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ പ്രൈസ് ദി ലോർഡ്, എൻ്റെ പേര് സാബു ലൂയിസ് എന്നാണ്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അരോമ ടിവിയുടെ ചില വീഡിയോകളൊക്കെ കാണുവാനും കേൾക്കുവാനും ഇടയായി. കർത്താവിന്റെ ദാസനുമായി പരിചയപ്പെടുവാനിടയായി. ഇതിലൂടെ ആയിരങ്ങൾ, ലക്ഷക്കണക്കിന് ആളുകൾ കർത്താവിനെ കുറിച്ച് കേൾക്കുന്നു. അതിലൂടെ ഈ ചാനലിലൂടെ എനിക്കും കർത്താവിനെ എന്നെ നടത്തിയ വിധങ്ങളെ ജീവനുള്ള ദൈവത്തിന്റെ സാക്ഷ്യം വഹിക്കുവാനായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിന് ഞാൻ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുകയാണ്. ഞാനൊരു കത്തോലിക്ക കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. മൂവാറ്റുപുഴയ്ക്കടുത്ത് വാഴക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ ജന്മസ്ഥലം. ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു. അപ്പോൾ തന്നെ ഒരു കലാകുടുംബമായിരുന്നു. എൻ്റെ അമ്മാവന്മാരും അമ്മയുടെ വീട്ടുകാരും മുഴുവൻ കലാകുടുംബമാണ്. ഒരു കത്തോലിക്ക കുടുംബത്തിൽ അത്യാവശ്യം സാമ്പത്തിക ശേഷികളും ഒക്കെ എല്ലാ നന്മകളും ഉള്ള ഒരു വീട്ടിലാണ് ജനിച്ചു വളർന്നത്. എന്നാൽ എൻ്റെ ഓർമ്മ വെച്ച നാളു മുതൽ എൻ്റെ പിതാവ് വളരെ മദ്യപാനവും മറ്റു പല അസ്വസ്ഥതകളുമായിട്ട് ഇങ്ങനെ ഞങ്ങൾക്കുണ്ടായിരുന്ന അതെല്ലാം വിറ്റ് അങ്ങനെ ഒന്നുമില്ലാതെ ഇരുന്ന ഒരു അനുഭവം ചെറുപ്രായം മുതലേ ഉണ്ടായിരുന്നു. പിശാചു വരുന്നത് അറക്കുവാനും മുടിക്കുവാനുമാണ് എന്നാണ്. കർത്താവ് തരുന്നത് സമൃദ്ധിയായി ജീവൻ നൽകുവാനെന്നാണ്. അപ്പൊ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നുവെങ്കിലും ക്രിസ്തുവുമായിട്ടുള്ളൊരു ബന്ധം എൻ്റെ പിതാവിനോ മാതാവിനോ ഞങ്ങൾക്ക് ആർക്കുമില്ലായിരുന്നു. എനിക്ക് തിരിച്ചറിവ് പ്രാപിച്ച് അപ്പം മുതൽ പള്ളിയിലൊക്കെ പോകുന്നത് പാടുവാനും എനിക്ക് ലഭിച്ച സംഗീത വാസനങ്ങൾ ഉപയോഗിക്കുന്നതിനും ഒക്കെ വേണ്ടിയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കുടുംബം നമ്മുടെ നാടൻ ഭാഷയിൽ പറയുന്ന പോലെ നശിച്ച് നാരായണക്കല്ല് പിടിച്ച് എല്ലാം വിറ്റ് നശിപ്പിച്ച് ഒന്നുമില്ലാത്ത അനുഭവത്തിൽ ഇങ്ങനെ ആയിരിക്കുമ്പോൾ ആയിത്തീർന്നു. അപ്പച്ചൻ വലിയ മദ്യപാനത്തിലൂടെയും ഒക്കെ വളരെ എന്താ പറയുന്നത് വലിയ രോഗി ആയി തീർന്നു. അങ്ങനെ രോഗികളൊക്കെ ആയി തീർന്നു. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഭവനത്തിലൊക്കെ വിശ്രമിക്കുന്ന സമയത്ത് യേശുക്രിസ്തുവിനെ അറിയുവാനുള്ള ഒരു ഭാഗ്യം ആദ്യം ഉണ്ടായത് എൻ്റെ പിതാവിനാണ്. എൻ്റെ പിതാവ് ഇങ്ങനെ സുവിശേഷകരുമായിട്ട് ബന്ധപ്പെടുകയും അവര് വീട്ടിൽ വരികയും കർത്താവ് യേശുക്രിസ്തുവിന്റെ വചനം കേൾക്കുവാനായിട്ടിടയായി.
ദൈവത്തിന്റെ വചനം കേട്ടാൽ റോമർ 10:17 ഇങ്ങനെ പറയുന്നു, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു എന്നാണ്. ഒരാളുടെ ഉള്ളിൽ വിശ്വാസം ജനിക്കുന്നത് കേൾവിയിലൂടെയാണ്. അതെന്തെങ്കിലും കേൾക്കുകയല്ല, ആരെക്കുറിച്ചെങ്കിലും കേൾക്കുകയല്ല, ആരെങ്കിലും പറയുന്നത് കേൾക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യുകയല്ല. ആകാശം മാറും, ഭൂമി ഒഴിഞ്ഞു പോകും, എന്റെ വചനത്തിനൊരു വള്ളിയോ പുള്ളിയോ മാറ്റം വരികയില്ല. അപ്പൊ ഇത്ര വിശാലമായി കിടക്കുന്ന ഈ ആകാശത്തെക്കാൾ, ഇത്ര വിശാലമായി കിടക്കുന്ന ഭൂമിയേക്കാൾ വലുതാണ് കർത്താവിന്റെ വചനം. അതിനൊരു വള്ളി പോലും മാറുകയില്ലെന്നാണ് തിരുവചനം പറയുന്നത്. അപ്പൊ ദൈവവചനം നമ്മൾ കേൾക്കുമ്പോൾ വചനത്തിൽ കൂടെ ഹൃദയത്തിൽ ഉരുവാകുന്ന വിശ്വാസം, ആ വിശ്വാസം, വചനത്തിൽ കൂടെ ഉണ്ടാകുന്ന വിശ്വാസം, വചനപ്രകാരമുള്ള വിശ്വാസം, വചനം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള വിശ്വാസം, ആ വിശ്വാസത്തിൽ കൂടെ നിശ്ചയമായും നമ്മുടെ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും, ഏത് തകർന്ന മേഖലകളാണെങ്കിലും അതിനകുന്ന ഒരു ഉത്ഥാനം ഉണ്ടാകുമെന്ന് എൻ്റെ ജീവിത അനുഭവമാണ്. തുടർന്ന് ഞാൻ അത് അല്പമായിട്ട് എൻ്റെ ജീവിതത്തിൽ കടന്നുപോയ മേഖലകളെ കുറിച്ച് നിങ്ങളോട് വിവരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ദേവദാസന്മാർ വീട്ടിൽ കടന്നു വരികയും എൻ്റെ അപ്പച്ചനോട് യേശുവിനെ കുറിച്ച് പറയുകയും അപ്പച്ചനും അമ്മയും ആ കൂട്ടായ്മകളിൽ നിരന്തരമായി കടന്നു പോവുകയും ദൈവത്തിന്റെ വചനം പഠിക്കുകയും ചെയ്യുവാനിടയായി. അതോടുകൂടെ എൻ്റെ സഹോദരിമാര്, വീട്ടിലുള്ള എല്ലാവരും ആ കൂട്ടായ്മയിൽ ഇങ്ങനെ കടന്നു പോകാനിടയായി. ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ ഒരു ബൈബിൾ ഇല്ലായിരുന്നു. ബൈബിൾ വായിക്കുന്ന, അങ്ങനെ കേൾക്കുന്ന, പള്ളിയിൽ ജസ്റ്റ് പോകുന്നതല്ലാതെ മറ്റൊരു ആത്മീയമായിട്ട് ഒരു ഇതും ഞങ്ങൾക്ക് അതുമായിട്ട് ഇല്ലായിരുന്നു. ദൈവത്തിന്റെ വചനം, ബൈബിൾ വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ തകർച്ചകൾ വരുന്നത്, എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ എത്ര ശ്രമിച്ചിട്ടും എന്തെല്ലാം ചെയ്തിട്ടും കരകയറാൻ കഴിയാത്ത നീർച്ചുഴിയിലേക്ക് നമ്മൾ താണുകൊണ്ടിരിക്കുന്നത് എന്ന് ഉള്ള സത്യം മനസ്സിലായത് ദൈവവചനം കേട്ടപ്പോഴും പഠിച്ചപ്പോഴും വായിച്ചപ്പോഴുമാണ്. കാരണം യോഹന്നാൻ 1:1 പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. വേർഡ് വാസ് ഗോഡ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ദൈവമാണ് വചനം, വചനമാണ് ദൈവം. ആ വചന കേൾവിയിലൂടെ എൻ്റെ പിതാവിനൊരു എന്നും വയറ്റുവേദനയും, എന്നും ആശുപത്രിയിലും, എന്നും നേർച്ചയും വഴിപാടും അങ്ങനെയൊക്കെ ആയിട്ട് നടന്നിട്ടും അല്പം പോലും ഭേദമോ വ്യത്യാസമോ ഒന്നും വരാതിരുന്ന ആ സാഹചര്യത്തിൽ ആ ദൈവദാസന്മാർ പ്രാർത്ഥിച്ചു, കർത്താവിന്റെ വചനം പറഞ്ഞു കൊടുത്തു, ശാന്തമായിട്ട് ഉറങ്ങുവാനും തുടർന്ന് സന്തോഷകരമായ ജീവിതത്തിലേക്ക് നയിക്കുവാനും ഇടയായി. തുടർന്ന് ആ കൂട്ടായ്മയിൽ സ്ഥിരമായിട്ട് കടന്നുപോയി. എൻ്റെ സഹോദരിമാരെല്ലാം കടന്നുപോയി. എൻ്റെ 15-ാമത്തെ വയസ്സ് മുതൽ എനിക്ക് നല്ലൊരു മദ്യപാനിയും ഇങ്ങനെയുള്ള കുടുംബത്തിലുള്ള തകർച്ചകളുള്ള കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് നല്ല വിദ്യാഭ്യാസം ലഭിക്കാൻ സാധ്യതയില്ല. ഞങ്ങൾ 7 മക്കളാണ്. 5 പെൺകുട്ടികളും 2 ആൺമക്കളുമാണ്. എൻ്റെ അനുജൻ ഒരു ആക്സിഡന്റിൽ കൂടെ മരിച്ചുപോയി. ആണായിട്ട് ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ വലിയൊരു കുടുംബം, പക്ഷേ എല്ലാം ഉണ്ടായിരുന്നത് നഷ്ടപ്പെട്ട് നശിച്ച ഒരു കുടുംബം. ലോകത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. എല്ലാം ഉണ്ട്, പക്ഷെ അത് ഉപയോഗിക്കുവാനോ അത് അനുഭവിക്കാനോ കഴിയാതെ നിരാശരായി ജീവിതത്തിന്റെ പരിവരുത്ത യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ, ഒരെത്തും പിടിയും കിട്ടാതെ പകച്ചു നിൽക്കുമ്പോൾ, ശത്രുവായി പിശാച് അറക്കുവാനും മുടിക്കാനും വരുന്നവൻ പറയും, നീ പോയി ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്യുക. പല പ്രാവശ്യം ആത്മഹത്യയെ കുറിച്ച് ശ്രമിച്ചിട്ടുണ്ടെന്ന് എൻ്റെ അമ്മ ചെറുപ്പത്തിലെ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. എന്നാൽ യേശുവിനെ അറിയുമ്പോൾ, യേശു നമ്മുടെ വീട്ടിൽ കടന്നു വരുമ്പോൾ ഒരു സമൃദ്ധിയായി ഒന്നുമില്ലെങ്കിലും നഷ്ടപ്പെട്ടതെല്ലാം മടക്കി കൊണ്ടുവരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതെന്റെ ജീവിതാനുഭവമാണ്. അപ്പോൾ ആ ഒരു പ്രാർത്ഥനയ്ക്ക് കൂട്ടായ്മ കടന്നുപോയി. ഞാൻ 15-ാമത്തെ വയസ്സ് മുതൽ എൻ്റെ വിദ്യാഭ്യാസം നിൽക്കുവാനിടയായി. എനിക്ക് പാട്ടുകൾ ചെറുപ്പം മുതലേ പാടുമായിരുന്നു. എൻ്റെ അമ്മമാരാണ് എന്നെ കൂടുതൽ പാട്ടുകൾ പഠിപ്പിച്ചത്. അവരെല്ലാം സംഗീതം അറിയാവുന്നവരും സംഗീതം പഠിപ്പിക്കുന്നവരും പഠിച്ചവരും അങ്ങനെ ഒത്തിരി ഗാനങ്ങൾ കമ്പോസ് ചെയ്യുന്നവരൊക്കെയാണ് എൻ്റെ അമ്മാവന്മാർ. അവരുടെ കൂടെ ചെറുപ്പം മുതലേ ഇങ്ങനെ വെക്കേഷനൊക്കെ പോയി നിൽക്കുമ്പോൾ അവർ പാടുന്നത് കേട്ടും, അവര് ജന്മന നാച്ചുറലി ഒരു സംഗീത വാസന എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. ചെറുപ്പം മുതലേ ഞാൻ പാടുമായിരുന്നു. പള്ളിയിലും അങ്ങനെ ഉത്സവങ്ങളിലും ഒക്കെ പോകുമ്പോൾ പാടുമായിരുന്നു. അങ്ങനെ ഞാൻ 15-ാമത്തെ വയസ്സ് എൻ്റെ SSLC കഴിഞ്ഞതിന് ശേഷം ഞാൻ വാഴക്കുളം ഈണം ഓർക്കസ്ട്ര എന്ന് പറയുന്ന ഒരു ഗാനമേള ട്രൂപ്പുണ്ട്, FC ടൈലേഴ്സ് എന്ന് പറഞ്ഞ്, ഇപ്പോഴും ഉണ്ട് അത് അവിടെ കേട്ടോ. വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യമാണ്. എൻ്റെ ഇളയ മകൻ അവിടെ കൊണ്ടുപോയി എന്നെ ജോയിൻ ചെയ്യിപ്പിച്ചു. അവരുമായിട്ട് അവിടെ ചെന്നപ്പോൾ മുതൽ ഞാൻ ഇങ്ങനെ സംഗീതം പഠിക്കുവാൻ തുടങ്ങി. ഒരു ദക്ഷിണ വെച്ച് ഒരു ഗുരുവിന്റെ പ്രൈവറ്റായി, എനിക്ക് അക്കാഡമിയിലൊക്കെ പോയി സംഗീതം പഠിക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അതിന് കഴിഞ്ഞില്ല. ഒരു സംഗീതം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ, ഒരു പ്രായമുള്ള ഒരു ഭാഗവതർ, അദ്ദേഹത്തിന്റെ അടുത്ത് ദക്ഷിണം വെച്ച് സംഗീതം പഠിക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ കൂടുതൽ പാട്ടുകൾ നന്നായിട്ട് പാടുവാനും അങ്ങനെ
കലാവാസനയിലുള്ള എനിക്ക് ആ ഇണം ഓർക്കസ്ട്ര എന്ന് പറയുന്ന അതിലൂടെ ഒരു പ്രൊഫഷണൽ മ്യൂസിക്കിന്റെ എന്തൊക്കെയാണോ അവരുടെ ഇതെല്ലാം ഒത്തിരി പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകൾ അവിടെ കടന്നു വരികയും ഗാനമേള പ്രോഗ്രാമുകൾക്കെല്ലാം പോവുകയൊക്കെ ചെയ്യുമ്പോൾ അവരോട് കൂടെ നടന്ന് എനിക്ക് ഒത്തിരി കൂടുതൽ ഈ സംഗീതത്തിന്റെ സാധ്യതകളെ കുറിച്ച് കൂടുതൽ ഞാൻ എൻ്റെ ചെറുപ്രായം മുതൽ മനസ്സിലാക്കാനായിട്ടിടയാം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വാഴക്കുളത്ത് ഒരു അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഒരു പ്രവർത്തനം, കത്തോലിക്കര് മാത്രം തിങ്ങി പാർക്കുന്ന സ്ഥലത്ത് കടന്നു വന്ന് പ്രവർത്തനം തുടങ്ങിയത്. അങ്ങനെ തുടങ്ങിയപ്പോൾ എൻ്റെ കടയിൽ ഞാൻ തയ്ക്കുവാനായിട്ട് കടന്ന ഒരുപാട് കസ്റ്റമേഴ്സ്, അതിൽ കുറച്ച് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ അതിലൂടെ പ്രയറിന് പോകാനായിട്ടിടയായി. അപ്പൊ ചെറുപ്പം മുതൽ ഒരു തകർന്ന വീട്ടിൽ ജനിച്ചു വളർന്ന എനിക്ക് സമാധാനവും ഇല്ലാതെ സന്തോഷവും ഇല്ലാതെ എല്ലാം നഷ്ടപ്പെട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ കൂട്ടും പാട്ടും ഇങ്ങനെ പ്രോഗ്രാമും അമ്പലവും പള്ളിയിലൊക്കെ പോയി ഇങ്ങനെ ഉത്സവ സീസൺ ആയാൽ അങ്ങനെയുള്ള കലാപരമായ കഴിവുകളൊക്കെ അങ്ങനെ ഒരു പ്രത്യേക ഒരു ജീവിതമായി. എന്നെ കണ്ടാൽ ഇങ്ങനത്തെ ഒരു രൂപമൊന്നും അല്ല, എന്ന് മുടിയൊക്കെ നീട്ടിയൊരു എന്താ പറയുക അങ്ങനെ ഒരു മനുഷ്യക്കോലം പോലും എനിക്കില്ലായിരുന്നു. യേശുവിനെ അറിഞ്ഞതിന് ശേഷമാണെന്ന് എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ അങ്ങനെ ഒരിക്കലും ഒരാൾ എൻ്റെ കടയിൽ വന്നിട്ട് പറഞ്ഞു, ഇന്ന് ഒരു വീട്ടിൽ ഒരു പ്രയർ ഉണ്ട്, സാബു നീ കടന്നു വരണം. അപ്പോ താണികുന്നേൽ മാത്തച്ചാൻ എന്ന് പറയുന്ന, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, 3 ദിവസം ഒരു പ്രാർത്ഥനയാണ്, നീ കടന്നു വന്നേ വരാം, നിന്നെ കൊണ്ടേ ഞാൻ പോകത്തുള്ളൂ, നീ ജസ്റ്റ് ഒന്ന് വന്നിട്ട് പോരെ, ഞങ്ങളുടെ പ്രയറൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് പോരെ, നിന്റെ ജീവിതത്തിൽ ഭയങ്കര മാറ്റം ഉണ്ടാവും, ഇതുവരെ ഇല്ലാത്ത വ്യത്യാസം നീ ഈ കൂട്ടായ്മയിൽ ഇന്ന് വന്നാൽ നിനക്കുണ്ടാകും. അപ്പൊ അദ്ദേഹം ആദ്യമൊക്കെ ഞാൻ ഒത്തിരി നിരസിച്ചു പറഞ്ഞു, പിന്നെ അദ്ദേഹം എന്നെ നിർബന്ധിച്ചു വരാൻ പറഞ്ഞു. കുറെ നേരം കടയിൽ കയറിയിരുന്നു, നീ ഒന്ന് ജസ്റ്റ് ഒന്ന് വന്നേച്ച് പോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ നിർബന്ധം, അദ്ദേഹമായിട്ട് നല്ലൊരു സ്നേഹത്തിലായിരുന്നു. ഇങ്ങനെ ഞാൻ അവിടെ കടന്നുപോയി. അവിടെ ഒരു 10-35 പേര് വീട്ടിൽ ഇരുന്ന് തറയിൽ പ്രാർത്ഥിക്കുകയാണ്, പാ വിരിച്ചിട്ട്. ഏറ്റവും പുറകെ ഞാൻ പോയിരുന്നു. എന്നെ കൊണ്ടുപോയ സഹോദരനെ തൊട്ടടുത്ത് തന്നെ ഇരിക്കുവാനിടയായി. അപ്പൊ എല്ലാവരും തികച്ചും പള്ളിയിൽ പോയിട്ട് ഈ കൊയറിന് പോവും ഒക്കെ ചെയ്യുന്ന സമയത്ത് കാണാത്ത ഒരു പ്രത്യേകത, ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഒരു പ്രാർത്ഥന ഗ്രൂപ്പേ ഇല്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ പ്രാർത്ഥന പ്രയർ ഗ്രൂപ്പ് തുടങ്ങിയത് അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ. അപ്പൊ ഞാനിങ്ങനെ അവിടെ പോയി ഇരുന്ന് ഞാൻ ഇങ്ങനെ കണ്ണ് തുറന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചൊന്നും എനിക്ക് പരിചയമില്ല. ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്, എല്ലാവരും കണ്ണടച്ചു. അപ്പൊ അവിടെ വന്ന ദൈവദാസൻ പറഞ്ഞു, ഇന്ന് നമ്മുടെ നടുവിൽ ആദ്യമായി കടന്നു വന്ന ഈ ചെറുപ്പക്കാരന് വേണ്ടി നമുക്ക് ഒരുമിച്ച് അല്പസമയം പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്ക് പരിചയമുള്ളവരാണ് 10-30 പേര് അവിടെ ഇരിക്കുന്നത്. അവരെല്ലാം ഞാൻ അടുത്തിരിക്കുന്നവരേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കി. അപ്പൊ അവർ കണ്ണ് നിറഞ്ഞൊഴുകി പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ സാധാരണ പള്ളിയിലുള്ള പ്രാർത്ഥനയ്ക്ക് വ്യത്യാസമായിട്ട് എനിക്ക് തോന്നുന്നു, കർത്താവേ ഇവനെ രക്ഷിക്കണമേ, ഇവന്റെ ഹൃദയത്തിൽ യേശു ഇന്ന് പകൽ ഉരുവാകണമേ, ഇവൻ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഇവനൊരു പ്രയോജനപ്പെടുന്ന ഒരു പൈതലായ ലോകമോഹങ്ങൾ കൂട്ടുകെട്ടിൽ നിന്നും മദ്യപാനം എല്ലാം ഇവനെ വിടുവിക്കും. ഇങ്ങനെ എണ്ണിപ്പറക്കി പറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിക്കുക എൻ്റെ അടുത്തിരിക്കുന്നവരെ. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഇവരെന്തിനാ ഇതിനു മാത്രം കരയുന്നേ? അപ്പൊ ഞാനിങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് ലോകത്തിൽ ഒരു അച്ഛനോ ഒരു കന്യാസ്ത്രീയോ ഒരു ആത്മീയ ഗുരുക്കന്മാരാരും എനിക്ക് വേണ്ടി ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഒരു പ്രാർത്ഥന ഞാൻ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണുകയാണ്, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ളവരും. അപ്പൊ അവരങ്ങ് കരഞ്ഞ് കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ്. അന്ന് എനിക്ക് മനസ്സിലായില്ല, ഇവരെന്തിനാ പാസ്റ്റർ അവിടെ പ്രാർത്ഥിക്കുന്നപ്പോ പറഞ്ഞില്ല ഇവന് ക്യാൻസറിന് വേണ്ടി പ്രാർത്ഥിക്കല്, കടഭാരം, ഇങ്ങനെ പ്രത്യേക ഒരു വിഷയമൊന്നും പറഞ്ഞില്ല. ഇന്ന് നമ്മുടെ നടുവിൽ കടന്നു വന്ന ഈ ചെറുപ്പക്കാരന് വേണ്ടി ആദ്യമായിട്ട് 19 വയസ്സേ എനിക്കാന്നുള്ളൂ, ആദ്യമായിട്ട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കരഞ്ഞു പ്രാർത്ഥിക്കാൻ. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയാം, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യുമെന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത്. ദൈവത്തിന്റെ മുമ്പിൽ കരയുന്നവരെ മനുഷ്യന്റെ മുമ്പിൽ കരയാൻ ദൈവം സമ്മതിക്കുകയില്ല, ഒരിക്കലും സമ്മതിക്കുകയില്ല. കാരണം ഹല്ലേലൂയ, കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. കരയുന്നവരോട് കൂടെ കരയുന്നവനാണ് നമ്മുടെ ദൈവം. ലാസറിന്റെ വീട്ടിൽ കടന്നു വന്ന് അവര് കരഞ്ഞ് 4 ദിവസം വീട്ടിലിരുന്ന് കരയുന്ന മറിയയുടെ അരികിൽ വന്നിരുന്ന് കണ്ണുനീർ വാർത്തുന്നതാണ്. അപ്പൊ യേശു ഹല്ലേലൂയ സ്തോത്രം, സങ്കടപ്പെടുന്നവരെ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ എന്നാണ്. അവര് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ കർത്താവ് വേഗത്തിൽ നമുക്ക് വേണ്ടി ദൈവ പ്രവൃത്തി ചെയ്യും. ലൂക്കോസ് 18:5 മുതൽ വായിക്കുന്നുണ്ട്, രാപകൽ തന്നോട് നിലവിളിക്കുന്ന വൃതന്മാരുടെ കാര്യത്തിൽ ഹല്ലേലൂയ ദീർഘക്ഷമയുള്ളവനായതുകൊണ്ട് അവൻ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്നാണ്. രാപകൽ കണ്ണുനീരോടെ വിതയ്ക്കുക, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക, അവിടെ ഒരു ദൈവപ്രവൃത്തി ഉണ്ടാവും. അപ്പൊ എനിക്ക് അന്ന് മനസ്സിലായില്ല, ഇവരെന്തിനാ എനിക്ക് ഇതിനു വേണ്ടി ഇതിന് മാത്രം കരയുന്നത്. എന്റെ ആരും അല്ല അവര്. കടയിലൊക്കെ വരുന്ന പലരും ഉണ്ട് അവിടെ ഉണ്ടെങ്കിലും എന്റെ ഒന്നുമില്ല.
അപ്പൊ എനിക്ക് അന്ന് മനസ്സിലായില്ല. പക്ഷെ ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ ഈ അരോമ ടിവിയിൽ കൂടെ നിങ്ങളോട് ഞാൻ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, കഴിഞ്ഞ 30 വർഷത്തെ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് എനിക്ക് പറയാൻ കഴിയും, അന്ന് അവര് കരഞ്ഞതിന്റെ വിലയാണ് ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നതും ഞാൻ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ഇനി കഴിയുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഈ പ്രേക്ഷകരോട് ഞാൻ നിങ്ങളോട് പറയാം, പ്രാർത്ഥന സ്വർഗത്തെ ചലിപ്പിക്കുന്നതാണ്. പ്രാർത്ഥനയുടെ നടുവിൽ ഹല്ലേലൂയ പിശാച് കെട്ടി തകർത്ത അനുഭവങ്ങളിൽ നിന്നെല്ലാം വിടുതൽ നൽകുന്ന സർവശക്തനായ ദൈവത്തിന് മുമ്പിൽ ഒരു ഓർഡിനറി പ്രാർത്ഥനയല്ല, നമ്മുടെ എല്ലാം ഓർഡിനറി പ്രാർത്ഥന അവസാനിപ്പിക്കാൻ സമയമായിരിക്കുകയാണ്. കണ്ണുനീരോടും തകർന്നും നുറുങ്ങിയിരിക്കുന്ന മനസ്സോടും കൂടെ ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുന്ന ഏതൊരു വ്യക്തിയെയും, എത്ര കൊടിയ പാപിയാണെങ്കിലും അവരെ വിടുവിക്കാനും അവരെ ആ കയത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിവുള്ള ജീവനുള്ള ഒരു ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. അങ്ങനെ ഞാൻ ആദ്യത്തെ ദിവസം പ്രാർത്ഥനയ്ക്ക് പോയി. 3 ദിവസത്തെ പ്രാർത്ഥനയായിരുന്നു. അവിടെ ഒരു ഫാസ്റ്റിംഗ് പ്രയർ ആയിരുന്നു. ആദ്യ ദിവസം പ്രാർത്ഥനയ്ക്ക് എന്നിങ്ങനെ പാസ്റ്റർ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് വചനം പ്രസംഗിക്കുകയാണ്. ആദ്യം പ്രസംഗിക്കുന്നത് ആവർത്തന പുസ്തകം 28-ാം അധ്യായം. എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ കേൾക്കുന്ന ഒരു സുവിശേഷ പ്രസംഗം. അന്ന് ഇതുപോലെ ധ്യാന കേന്ദ്രങ്ങളോ ഒന്നുമില്ല. 1 മണിക്കൂർ കൊണ്ട് തീരുന്ന കുർബാന കണ്ട് പള്ളിയിൽ പോയിട്ട് മടങ്ങുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എനിക്ക് അത്ര എക്സ്പീരിയൻസേ ക്രിസ്തുവായിട്ടുള്ളൂ. എന്നാൽ ഞാൻ ആ വചനം ആവർത്തനം 28-ന്റെ 1, ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനം നീ അനുസരിച്ച് നടന്നാൽ ദേശത്തിലെ സകല ജാതികളുടെ മീതെ ഉന്നതനാക്കും എന്ന് ആ വചനം ഇങ്ങനെ കർത്താവ് അവന്റെ ദാസൻ വായിച്ചു. എന്നിട്ട് എന്താണ് വചനം? വചനം ദൈവമാണ്, ദൈവം വചനമാണ്. ദൈവത്തിന് എത്ര പ്രാധാന്യം കൊടുക്കുന്നോ അത്രയും പ്രാധാന്യം ദൈവ വചനത്തിന് നമ്മൾ കൊടുക്കണം. അപ്പൊ വചനമായിരുന്ന ദൈവം, യോഹന്നാൻ 1:14, മനുഷ്യ അവതാരം എടുത്ത് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് വചനമായിരുന്ന ദൈവം മനുഷ്യനെ രക്ഷിപ്പാൻ മനുഷ്യന്റെ വേഷത്തിൽ ഇറങ്ങി വന്നതുകൊണ്ട് നമ്മൾ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കും. ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കാതിരിക്കുമ്പോൾ ഒരു ദൈവപ്രവൃത്തി, ഒരു അത്ഭുതം, ഒരു വിടുതൽ നിനക്ക് കാണാൻ കഴിയുകയില്ല. എന്നാൽ ഇന്ന് നിന്റെ ചെവി കൊണ്ട് കേൾക്കുന്ന ഈ കർത്താവിന്റെ തിരുവെഴുത്തുകളെ നിന്റെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അതരം കൊണ്ട് ഏറ്റുപറഞ്ഞ്, കർത്താവെ, ഞാൻ ഇന്നു മുതൽ അങ്ങേക്ക് വേണ്ടി ജീവിക്കാൻ ഞാൻ തീരുമാനിക്കുന്നു, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞ് കർത്താവിന്റെ മുമ്പിൽ കേൾക്കുന്ന വചനത്തിന് മുമ്പാകെ സമർപ്പിച്ച് വചനം റിസീവ് ചെയ്താൽ, വചനം നീ അനുസരിച്ചാൽ, വചനത്തിന് നീ പ്രാധാന്യം കൊടുത്താൽ നീ ആളുമാറും. നിന്റെ വിദ്യാഭ്യാസം പ്രശ്നമല്ല, നിന്റെ സൗന്ദര്യം പ്രശ്നമല്ല, നിന്റെ കുടുംബം പശ്ചാത്തലം പ്രശ്നമല്ല, നിന്റെ ജീവിതത്തിലെ എന്ത് തകർച്ചകളാകട്ടെ അതിനകത്ത് വിടുവിക്കാൻ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. കർത്താവിന് കഴിയും. കാരണം അവൻ ഓൾമൈറ്റി ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്. അങ്ങനെയൊക്കെ കർത്താവിന്റെ ദാസൻ ഇങ്ങനെ പ്രസംഗിച്ചു. ആ പ്രസംഗിച്ച് തീർന്നതിന് ശേഷം ഓടി വന്ന് എൻ്റെ തലയിൽ കൈവച്ചിട്ട് ഒരു പ്രവചനം. ഞാൻ ആ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ. കൈനോട്ടക്കാരൊക്കെ ഈ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ കൈനോട്ടക്കാർ പലതും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എൻ്റെ തലയൊക്കെ വെച്ച് ആ ദൈവദാസൻ ഇങ്ങനെ ദൂത് പറഞ്ഞു, അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ച് അവന്റെ പേര് വലുതാക്കിയതുപോലെ നിന്നെ ഞാൻ അനുഗ്രഹിച്ച് നിന്റെ പേര് ഞാൻ വലുതാക്കും. ഈ വാഴക്കുളം പഞ്ചായത്തിൽ നിന്നെ പോലെ രണ്ടാമതൊരുവൻ ഇല്ലാത്തതുപോലെ നിന്നെ ഞാൻ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കി അനേകരുടെ ചുണ്ടുകൊണ്ട് നിന്റെ പേര് മന്ത്രിക്കുന്ന നിലവാരത്തിലും ഉന്നതന്മാരുടെ കൂടെ ഞാൻ നിന്നെ ഇരുത്തുകയും കുപ്പയിൽ നിന്ന് ഉയർത്തി നിന്നെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു അനുഭവത്തിൽ നിന്നെ ഞാൻ കൊണ്ടുവരാൻ എനിക്ക് പദ്ധതിയുണ്ട്, പ്ലാൻ ഉണ്ടെന്ന് കർത്താവ് ദാസം. അപ്പൊ എനിക്ക് അറിയത്തില്ല ഞാനിങ്ങനെ ഉള്ളുകൊണ്ടൊന്ന് സാറാ ചിരിച്ച പോലെ ചിരിച്ചു. കാരണം എനിക്ക് നല്ല സൗന്ദര്യം ഇല്ല, എൻ്റെ അപ്പൻ എനിക്ക് നല്ല വിദ്യാഭ്യാസം തന്നില്ല. ഈ വാഴക്കുളത്ത് എത്രയോ PhD, എത്രയോ ഡോക്ടറേറ്റ് ഉള്ളവർ, എത്രയോ അക്കാഡമിയിലൊക്കെ പോയി സംഗീതജ്ഞന്മാര്, സംഗീതം പഠിപ്പിക്കുന്നവർ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. എന്നാൽ എന്നെ ആ പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു രീതിയിൽ മാനിക്കും, ഉയർത്തും, എൻ്റെ പേര് വലുതാക്കും, ലോക രാജ്യങ്ങൾ നിന്റെ പേര് മന്ത്രിക്ക എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഉള്ളുകൊണ്ട് ചിരിച്ചു. പാസ്റ്റർക്ക് എന്തോ തെറ്റ് പറ്റിയതാണെന്നുള്ള ചിന്ത. ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. കാരണം എനിക്കൊന്നും പറയാൻ അറിയത്തില്ല. അച്ഛന്മാരുടെ മുമ്പിലും അങ്ങനെ ഗുരുക്കന്മാരുടെ മുമ്പിലും ഒന്നും അങ്ങോട്ട് പറഞ്ഞൊരു പ്രതികരിച്ച് ഉള്ള പരിചയമില്ല. അതുകൊണ്ടൊന്നും പറഞ്ഞില്ല. പ്രാർത്ഥന കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു എന്ത് തോന്നി ഇന്നത്തെ മീറ്റിങ്ങിൽ. ശരിക്കും ഞാൻ വേറൊരു ലോകത്തായിപ്പോയി. കാരണം എൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ കുത്തി മുറിവേൽപ്പിക്കുന്ന ഒരു ഭാഗത്ത് ഒരു വേദനകള്, ഒന്നുമില്ലാത്ത അനുഭവങ്ങള്, വിദ്യാഭ്യാസം ഇല്ലാത്ത അനുഭവങ്ങള്,
നല്ല ജോലിയോ സാമ്പത്തിക ഒന്നും, ഇങ്ങനെ ഒരുപാട് അസാധ്യതകളും ഒരു ഡാർക്ക്, ഒരു ഇരുട്ടിനകത്ത് ഇരിക്കുന്നത് പോലുള്ള അനുഭവം ആയത്. എനിക്ക് എന്തൊക്കെയോ ഒരു കുളിർമ, നല്ല ചൂടുള്ള സമയത്ത് നല്ല തണുത്ത കാറ്റും മഴയും വരുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു എന്തൊക്കെയോ ഒരു ഇത്. പക്ഷെ എന്താണെന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല, കാരണം ദൈവമായിട്ട് എനിക്ക് ബന്ധമില്ലാത്തതുകൊണ്ട്. അപ്പൊ എന്നെ കൊണ്ടുപോയ ആള് പറഞ്ഞു, നാളെയും പ്രാർത്ഥനയുണ്ട്, നാളെയും നീ പകൽ വരണ്ട, രാത്രി വരണം, കാരണം പകല് നിനക്ക് ജോലി ഉണ്ടല്ലോ, അപ്പൊ രാത്രിയെങ്കിലും നീ വരണം. ഈ 3 ദിവസം ഉണ്ട്, ഞായറാഴ്ചയും വന്നാൽ എല്ലാം നല്ലതായിരിക്കും, സഭവും നിന്നെ ദൈവം അനുഗ്രഹിക്കും എന്നൊക്കെ പറഞ്ഞു. ഞാൻ സഹോദരങ്ങളെ, രണ്ടാമത്തെ ദിവസം പകല് അവര് വരുന്നത് നോക്കിയിരുന്നു ഞാൻ പോകാൻ, അവരുടെ കൂടെ പോകാൻ. കാരണം അന്ന് രാത്രി കിടക്കുമ്പോഴും എല്ലാം എന്തൊക്കെയോ ഈ പറഞ്ഞ വാക്കുകളും പ്രവചനങ്ങളും വചനവും എല്ലാം എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നില്ല. ഞാൻ കടയിൽ ചെന്നാലും എവിടെ ചെന്നാലും ഇതിങ്ങനെ മറ്റ് പല ചിന്തകൾ, ഒരു ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ എപ്പോഴും പല ചിന്തകൾ വരുമല്ലോ, അതൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. ഈ വാക്യങ്ങളും വചനങ്ങളും ദൈവദാസൻ പറഞ്ഞ ഇതുകൾ എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും. പിറ്റേ ദിവസം ഞാൻ പോയി, അന്ന് ഞാൻ ഇവരുടെ കൂടെ കണ്ണടച്ച് പ്രാർത്ഥിച്ചു, കൈയൊക്കെ അടിച്ചു, അങ്ങനെ 3 ദിവസത്തെ പ്രാർത്ഥനയും കടന്നുപോയി. അപ്പോൾ ഞാനൊരു തീരുമാനം എടുത്ത് ഈ കൂട്ടായ്മയിൽ കുറച്ച് ദിവസം ഇങ്ങനെ അടുപ്പിച്ചൊന്ന് പോകാം. ഞാൻ രാവിലെ പള്ളിയിൽ പോകാൻ, എന്നിട്ട് 10 മണി മുതൽ 1 മണി വരെ ഇങ്ങനെ ഞാനിങ്ങനെ ഈ ആരാധനയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അവിടെ പാസ്റ്റർ എനിക്കൊരു ട്രിപ്പിൾ വാങ്ങി തന്നു. ഞാനൊരു കലാകാരനാണ്, എനിക്ക് അത്യാവശ്യം ഇതുകളെല്ലാം വായിക്കാൻ അറിയാം. അപ്പൊ ആരാധനയ്ക്ക് അന്നത്തെ കാലത്ത് അതേ ഉള്ളൂ, കീബോർഡോ ഗിറ്റാറോ ഒന്നും അന്നില്ല. 1989 ഞാൻ ഈ അനുഭവത്തിലേക്ക് വന്നത്. 85 അവിടെ ഒരു കൂട്ടായ്മ തുടങ്ങിയത്. അപ്പം ഒരു ട്രിപ്പിൾ, അപ്പൊ ആരാധനയ്ക്ക് ഞാൻ ട്രിപ്പിൾ വായിക്കും. അങ്ങനെ ട്രിപ്പിൾ വായിച്ച് 6 മാസം ഞാൻ പള്ളിയിലും പോകും, 6 മാസം ഇവിടെയും പോകും. അപ്പോ പാസ്റ്റർ പറയുന്ന വചനം ഞാൻ എഴുതി വെക്കും. മത്തായി 15:20, നിങ്ങൾ 2-3 പേർ എന്റെ നാമത്തിൽ കൂടി, ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എഴുതി വെക്കും. എഴുതി വെച്ചിട്ട് ഞാൻ പള്ളിയിൽ കുർബാനായിട്ട് പള്ളിയിൽ ഇരിക്കുന്ന ഞങ്ങളുടെ പുസ്തകം ഒരു വലിയ പുസ്തകമാണ്, ഇപ്പൊ യോസഫ് ബൈബിൾ. അതിനകത്ത് വായിച്ചു, പാസ്റ്റർ പറഞ്ഞ കഴിയുന്ന കുഞ്ഞു പുസ്തകമാണ്. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് പാസ്റ്റർ ഈ ഞായറാഴ്ച പറഞ്ഞ വചനം ഇതിനകത്തുണ്ടോ എന്ന്. അങ്ങനെ 6 മാസം ഞാൻ ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ പരിശോധിച്ചപ്പോൾ 6-ാമത്തെ മാസം ദൈവദാസൻ കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 11-ാം വാക്യം മുതൽ വായിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, നീ അവിശ്വാസികളോട് കൂടെ ഇണയില്ല പിണക്കൂടരുത്, നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തോ ഒരു ചേർച്ച, വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്തോ ഓഹരി, നീ അവരുടെ ദേവാലയത്തിന് വിഗ്രഹങ്ങളുമായിട്ട് എന്ത് യോജിത, ഞാൻ ജീവനുള്ള ദൈവമാണ്, നീ അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ടിരുന്ന് വേർപെട്ടിരുന്ന് എന്നെ ആരാ. അപ്പൊ ഒരു വേർപാടിന് വശം പാസ്റ്റർ അറിയുന്നില്ല, ഞാൻ അവിടെ രാവിലെ അവിടെ പോയിട്ട് ഇവിടെ 10 മണിക്ക് വരുന്ന കാര്യം അറിയുന്നില്ല, പക്ഷെ ദൈവം അറിയുന്നല്ല. ദൈവം സകലതും അറിയും, നമ്മൾ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും സകലതും ദൈവം അറിയുന്നു എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പൊ അന്ന് ഞാനൊരു തീരുമാനമെടുത്തു. എങ്ങനെ കർത്താവിന്റെ ദാസൻ പറഞ്ഞു, 2 വള്ളത്തിൽ കാലുകുത്തരുത്, ഇരുവഞ്ചിയിൽ കാലുകുത്തിയാൽ ആ തോണി അകലും, നമ്മൾ നടുക്കടലിലേക്ക് താഴും. ഒന്നിലെ ദൈവം അല്ലെങ്കിൽ പിശാച്, ഇതിലേതെങ്കിലും ഒന്നേ നമുക്ക് സേവിക്കാൻ കഴിയും. നിനക്ക് ദൈവത്തെയും മാമോനെയും ഒരുപോലെ സേവിക്കാൻ കഴിയുകയില്ല. ദൈവത്തെ സേവിക്കാൻ നീ തീരുമാനിച്ചാൽ യോശുവയെ പോലെ തീരുമാനിക്കും, ഞാനും എന്റെ കുടുംബം ഞങ്ങൾ ദൈവത്തെ സേവിക്കും. ദൈവത്തെ സേവിക്കാൻ നീ തീരുമാനിച്ചാൽ ദാവീദിനെ പോലെ ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കും. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ആ വചനത്തിലേക്ക്. അപ്പൊ പുതിയ ആളുകളാണ് മുഴുവൻ അവിടെ ഇരിക്കുന്നത്. ഒത്തിരി പേരിങ്ങനെ പുതുതായിട്ട് വരുന്നവരുണ്ട്. അപ്പൊ അവർക്കൊരു പ്രചോദനം ഉണ്ടാകാൻ വേണ്ടി ദൈവത്തിനായി നിങ്ങളുടെ മനസ്സ്, ശരീരം, ഭവനം, ആത്മീക ഭൗതിക മേഖലകൾ നിങ്ങൾ വേർതിരിച്ച് സമർപ്പിക്കണം എന്നൊക്കെ ദൈവദാസൻ പ്രസംഗം. അന്ന് ഞാൻ തീരുമാനിച്ചു, ഇനി എന്റെ ശിഷ്ട ആയുസ് മരണം വരെ ഞാൻ യേശുവിനായിട്ട് ജീവിക്കും. യേശുവിനായി പാടാൻ തന്ന താലന്ത് ഞാൻ യേശുവിന്റെ നാമത്തിന് വേണ്ടി പാടും എന്ന് അന്ന് ഞാൻ അവിടെ നിന്ന് തീരുമാനമെടുത്തത്. ദൈവം 6 മാസം ഞാൻ തുടർച്ചയായി പോയപ്പോൾ എനിക്ക് എന്താണ് വചനം, എന്താണ് പ്രാർത്ഥന, എന്താണ് കൂട്ടായ്മ, എന്താണ് ക്രിസ്തീയ ജീവിതം. ക്രിസ്ത്യൻ ലൈഫ് ഈസ് അബ്സല്യൂട്ട്ലി വാക്കിംഗ് വിത്ത് ഗോഡ് എന്നാണ്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുന്നതാണ്. ക്രിസ്ത്യാനി എന്ന വാക്കിന്റെ അർത്ഥം ക്രിസ്തുവിന്റെ അനുയായി എന്നാണ്. ക്രിസ്തു പറയുന്നത് കേട്ട്, ക്രിസ്തു പറയുന്നത് വിശ്വസിച്ച്, ക്രിസ്തുവിനെ അനുസരിച്ച്, ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നവരാണ് ക്രിസ്ത്യാനി. ഇന്ന് ആ ഒരു സത്യം എനിക്ക് ഗ്രഹിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, സത്യം നിങ്ങൾ അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഒരുപാട് ഊരാക്കുരുക്കുകളിൽ, പ്രിയ സഹോദരങ്ങളെ, ഒരുപാട് ഊരാക്കുരുക്കുകളിൽ ഞാനും എൻ്റെ കുടുംബവും കെട്ടപ്പെട്ട് ബന്ധിക്കപ്പെട്ട് ഒരു മുന്നേറ്റമില്ലാതെ, ഒരു ഉയർച്ചയില്ലാതെ, ഒരു മാറ്റമില്ലാതെ, ഒരു വ്യത്യാസമില്ലാതെ കിടന്ന ഒരു തകർന്ന മേഖലയിലാണ്. ആ തകർന്ന മേഖലയിലേക്ക് ഒരു മഴത്തുള്ളി പോലെ കർത്താവിന്റെ വചനം, പരിശുദ്ധാത്മാവ് ഒഴുകി വന്നത്. അവിടെ നമ്മളുടെ തീരുമാനം, നമ്മുടെ സമർപ്പണം, പരിശുദ്ധാത്മാവ് വന്നാൽ, വചനം കേട്ടാൽ അതുകൊണ്ട് അത്ഭുതങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല.
അത് ചെയ്യണമെങ്കിൽ, നടക്കണമെങ്കിൽ നമ്മുടെ അനുവാദം ദൈവത്തിന് ആവശ്യമാണ്, നമ്മുടെ സമർപ്പണം ആവശ്യമാണ്. പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ ഒരു അനുവാദം, അത് മാത്രമേ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ. ദൈവാത്മാവിന് ഇടപെടുവാൻ നമ്മളത് അനുവദിച്ചാൽ, കർത്താവേ എന്ന് പറഞ്ഞ് ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ചാൽ, നിശ്ചയമായിട്ടും നമുക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കുന്നവനാണ് നമ്മുടെ ദൈവം. യിരെമ്യാവ് 32:27 ഇങ്ങനെ പറഞ്ഞു, ഞാൻ സർവശക്തനായ ദൈവമാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാവുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? എന്റെ യേശുവിന് കഴിയാത്ത ഒരു കാര്യമില്ലെന്ന് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ, ഇത് കാണാതെ എഴുതി വെച്ച് പഠിച്ചിട്ട് പറയുന്ന ഒരു കാര്യമല്ല, എന്റെ ജീവിത അനുഭവമാണ്. ഞാൻ 6ാമത്തെ മാസത്തിൽ അങ്ങനെ പൂർണ്ണമായി യേശുവിനായി ജീവിക്കും, യേശുവിനായി പാടും, യേശുവിനെ എന്റെ അന്ത്യം വരെ ഞാൻ നിൽക്കും എന്നൊരു തീരുമാനമെടുത്തു. ഹന്ന ആലയത്തിൽ വന്നപ്പോൾ തീരുമാനമെടുത്തു, സൈന്യങ്ങളുടെ യഹോവേ, എന്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് ഒരു പുരുഷ സന്താനത്തെ തന്നാൽ ഞാൻ ദൈവത്തിന് കൊടുക്കാം, ദൈവത്തിന് തന്നേക്കാം, ദൈവനാമത്തിന് വേണ്ടി സമർപ്പിച്ചേക്കാം എന്നൊരു തീരുമാനമെടുത്തു. ഒന്ന് ചോദിച്ച ഹന്നയ്ക്ക് 5 കുഞ്ഞുങ്ങളെ കൂടെ എക്സ്ട്രാ കൊടുത്തെന്നാണ് ദൈവത്തിന്റെ എഫേസ്യർ 3:20 പറഞ്ഞ്, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായെന്നാണ്. കാരണം കർത്താവ് ആ ഇരട്ടിയായിട്ട് നൽകുമെന്നാണ്. എന്റെ ജീവിതം അങ്ങനെ സമർപ്പിച്ചു. അങ്ങനെ തുടർച്ചയായിട്ട് ഞാൻ അങ്ങനെ 1.5 വർഷത്തോളം നമ്മൾ കൂട്ടായ്മയിൽ ആരാധന കടന്നുപോയി. കർത്താവിന്റെ വചനം അനുസരിക്കണം, രക്ഷിക്കപ്പെടുക എന്നുള്ള ഒരു അനുഭവത്തിലേക്ക് കർത്താവ് എന്നെ ആ വചനത്തിൽ കൂടെ നൽകി. കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചു, അതിനും കൊണ്ട് ഏറ്റു പറഞ്ഞു. രക്ഷിക്കപ്പെട്ടവര് സ്നാനപ്പെടണമെന്നുള്ള ഒരു ദൈവത്തിന്റെ വചനം ഞാൻ പഠിച്ചപ്പോൾ 15 വാക്യങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. വചനം കേട്ടവര്, വചനം വിശ്വസിച്ചവര്, വചനം ഏറ്റുപറഞ്ഞവര്, അങ്ങനെയാണ്. ആരെയും ഹല്ലേലൂയ സ്തോത്രം ഉൾക്കൊള്ളുന്ന, സ്വീകരിക്കുന്ന കർത്താവിന്റെ വചനത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഈ ഒരു കൽപ്പന അനുസരിക്കേണ്ടത് ആവശ്യമാണെന്നുള്ള ബോധ്യം എനിക്കുണ്ടായപ്പോൾ 19 പേര് ഒരു നദിയിൽ, ഒരു പെരുമഴയത്ത് ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച സമയത്ത് എനിക്കും യോർദാൻ നദിയിൽ ഇറങ്ങി മുങ്ങി സ്നാനപ്പെട്ട് മാതൃക കാണിച്ച കർത്താവിന്റെ മാതൃക പിൻപറ്റാൻ ഒരു ഭാഗ്യം. അന്ന് മുതൽ എന്തൊക്കെയോ മാറ്റങ്ങൾ, വ്യത്യാസങ്ങൾ എൻ്റെ ജീവിതത്തിൽ. എൻ്റെ കൂടെ ആരോ നടക്കുന്നത് പോലെ, എന്നെ ആരോ ആശ്വസിപ്പിക്കുന്നത് പോലെ, എന്നെ ആരോ ഗൈഡ് ചെയ്യുന്നത് പോലെ, ഇതാ വഴി, ഇതാ നല്ല, ഇങ്ങനെ പറഞ്ഞു തരുന്നത് പോലെയുള്ള ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ട്. കാരണം നമ്മൾ സേവിക്കുന്നത് ഒരു കല്ലുമുട്ടിയല്ല, നമ്മൾ സേവിക്കുന്ന ജീവനുള്ള ദൈവമാണ്. 3 ദിവസമേ മരണത്തിന് ഒതുക്കി വെക്കാൻ, അല്ലെങ്കിൽ യേശുവിനെ ഒതുക്കി വെക്കാൻ കഴിഞ്ഞുള്ളൂ, കല്ലറയ്ക്ക് കഴിഞ്ഞുള്ളൂ. എന്നാൽ 3ാമത്തെ ദിവസം കർത്താവ് ഉയർത്തെഴുന്നേറ്റു. 2 പേര് എവിടെ കൂടുന്നു, അവരുടെ നടുവിലേക്കാണ് ജീവനുള്ള ദൈവം, അവൻ സംസാരിക്കുന്ന ദൈവമാണ്. അങ്ങനെ ഞാൻ 1.5 വർഷത്തോളം ആരാധനയ്ക്കായി പോയപ്പോൾ വരുന്ന ദൈവദാസന്മാരിൽ കൂടെ മുഴുവൻ കർത്താവിന്റെ വേലയെക്കുറിച്ചും ദൈവത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് എന്നെ നോക്കി തെരഞ്ഞു പിടിച്ച ആ സഭയിൽ വന്ന് എന്നോട് ദൈവാലോചന പറയാനിടയായി. ദൈവം ആദ്യം ഞാൻ കേട്ട പ്രവചനം ഇന്നും ഞാനത് പോകുന്ന എല്ലാ സ്റ്റേജുകളിലും പറയാറുണ്ട്. ആ പ്രവചനത്തിന്റെ നിവൃത്തിയാണ് ഞാൻ ഇന്നും ഇവിടെ ആയിരിക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ കിടക്കുമ്പോഴെല്ലാം സ്വപ്നം കാണും, വയലുകള്, സ്വർണ്ണ കതിരുകള്, ഇങ്ങനെ അത് കൊയ്ത് കൂട്ടുന്നത്, കറ്റയായിട്ട് ഇരിക്കുന്നത്, ചുമക്കുന്നത്, ഇങ്ങനെ എന്നും അത് കാണുകയും. ഞാൻ പാസ്റ്ററോട് എന്ന് പറയുമ്പോൾ പാസ്റ്റർ പറയും, വയല് കാണിക്കുന്നത് സുവിശേഷ വേലയാണ് കാണിക്കുന്നത്. ഇവിടെ വന്ന് ഉപവാസ പ്രാർത്ഥനയ്ക്ക് എല്ലാം വരുന്നത് ദേവദാസന്മാര് പറഞ്ഞത്, സുവിശേഷ നീ വേറെ ജോലിക്കോ വേറെ ഒന്നിനും പോകണ്ട, കർത്താവിന്റെ വേലയ്ക്ക് നിന്നെ ദൈവം നിന്റെ ജനനം മുതലേ വേർതിരിച്ചിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ ആൺകുട്ടികൾ ഉണ്ടാകില്ലായിരുന്നു, 5 പെണ്ണുങ്ങളാണെന്ന് പറഞ്ഞല്ലോ. 3 പെണ്ണുങ്ങൾ, 4 പെൺകുട്ടികൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ എന്റെ അമ്മ വയറ്റത്ത് കൈവച്ച് ഇങ്ങനെ ഒരു പള്ളിക്ക് ഇങ്ങനെ നേർന്ന്, കർത്താവ് എനിക്കൊരു ഒരു ആൺകുഞ്ഞിനെ തരണം, അങ്ങനെയൊക്കെ അമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായാലും കർത്താവിന്റെ ദാസൻ പറഞ്ഞു, സുവിശേഷ വേലയ്ക്ക് നീ പോകാനാണ് ഇത്ര മാത്രമുള്ള ദർശനങ്ങളും സ്വപ്നങ്ങളും വെളിപ്പാടും. അതുകൊണ്ട് നീ അതിനു വേണ്ടി ആരെങ്കിലും പറഞ്ഞിട്ട് പോകരുത്, നീ പ്രാർത്ഥിച്ച് അതിന് തയ്യാറായിക്കൊള്ളുക, എന്റെ കാര്യങ്ങൾ ഞാൻ ചെയ്യും. അങ്ങനെ കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ച് ഒരിക്കൽ പറഞ്ഞ് ഞാൻ അങ്ങനെ പോകാം എന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് താല്പര്യമുണ്ട്, എനിക്ക് അതിന് ദൈവം ഒരു കോളിംഗ് തന്നിട്ടുണ്ടെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ദൈവദാസൻ, ഞാൻ തീരുമാനം ഉറപ്പിക്കാൻ ഒരു പിന്നിൽ ഒരു കാരണം, ഇത് അനേകർക്ക് അനുഗ്രഹമാകട്ടെ എന്നുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നത്. ഞാൻ ഒരു ഞായറാഴ്ച സഭയിൽ ചെന്നപ്പോൾ കർത്താവിന്റെ ദാസൻ ഇങ്ങനെ പ്രസംഗിച്ചു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം എന്ന് പറഞ്ഞാൽ, സർവ്വലോകത്തേക്കാൾ വിലയാണ് ഒരു മനുഷ്യന്റെ ആത്മാവിന് എന്നാണ് കർത്താവിന്റെ ദാസൻ വ്യാഖ്യാനിച്ച് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു. എന്നെ നോക്കിയിട്ട് എന്നെ വിരൽ ചൂണ്ടി ഇങ്ങനെ പറഞ്ഞു, സാബു, 80 വയസ്സ് വരെ നീ വാഴക്കുളത്തിരുന്ന് തയ്ച്ചാൽ, ഒരു തയ്യൽ തൊഴിലാളിയായിട്ട് ജീവിച്ചാൽ, ഈ പഞ്ചായത്തിന്റെ ഒരു 2 ഏക്കർ അല്ലെങ്കിൽ ഒരു 10 ഏക്കർ സ്ഥലം പോലും മേടിക്കാൻ നിനക്ക് കഴിയുകയില്ല.
അല്ലെങ്കിൽ ഈ കേരളത്തിന്റെ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് പോലും വിലയ്ക്ക് വാങ്ങാൻ 80 വയസ്സ് വരെ നീ രാപ്പകൽ അധ്വാനിച്ച് പാടിയാലോ നിന്റെ താലന്ത് ഉപയോഗിച്ചാലോ നീ തയ്ച്ചാലോ ഒന്നും നിനക്ക് വാങ്ങാൻ കഴിയുകയില്ല. എന്നാൽ നീ ഒരു നശിച്ചു പോകുന്ന ഒരു വ്യക്തിയോട് യേശു ക്രിസ്തു ആണ് രക്ഷകൻ, യേശുവിനെ കുറിച്ച് നീ ഒരു വാക്ക് ചെന്ന് പറയുമ്പോൾ അവൻ ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ സർവ്വലോകത്തെക്കാളും ഒരു വിലയാണ് നേടുന്നത്. അപ്പോൾ ഈ വചനം എന്റെ ഹൃദയത്തെ കത്തി. ഞാൻ തയ്ക്കാനിരിക്കുമ്പോഴും കടയിൽ വരുമ്പോഴെല്ലാം ഈ വചനം ഇങ്ങനെ ഒരു മനുഷ്യന്റെ വില, ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ വില, നരകമുണ്ട് സ്വർഗമുണ്ട്, അതിൽ നിത്യതയിലേക്ക് ഒരു മനുഷ്യൻ കടന്നു പോകുന്നത് നമ്മുടെ ഒരു വാക്കാണ്, നമ്മൾ പറയുന്ന ദൈവിക സന്ദേശമാണ്. നമ്മൾ പാടുന്ന പാട്ടാകാം, വചനമാകാം, സാക്ഷ്യമാകാം. ഒരു മനുഷ്യനെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നുവെങ്കിൽ അവന്റെ ആത്മാവിന്റെ വില ഒരു ലോകത്തെക്കാൾ വലുതാണ്. അതെന്റെ ഹൃദയത്തിൽ കത്തിക്കൊണ്ടിരുന്നു. അന്ന് ഞാൻ പിറ്റേ ദിവസം ഞാൻ ദൈവദാസന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് സുവിശേഷ വേലയ്ക്ക് പോകണം. അദ്ദേഹം എന്നെ പെനേർ ബൈബിൾ സെമിനാരിൽ, കീഴത്തുള്ള പെനേർ ബൈബിൾ സെമിനാരിൽ ദൈവത്തിന്റെ വചനം പഠിക്കാൻ 1990 എന്നെ ചെന്നാക്കി. എനിക്കൊന്നും അറിയത്തില്ല, ബൈബിളൊക്കെ വായിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. സഭയിലുള്ള എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ എനിക്ക്. അവിടെ കടന്നു ചെന്നപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട തമ്മുട്ടൻ ഗീവർഗീസ് അപ്പച്ചൻ, അങ്ങനെയുള്ള കുറെ അപ്പച്ചന്മാരൊക്കെ അവിടെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. ഞാനിവിടെ ചെന്നിട്ട് 2ാമത്തെ മാസം എനിക്ക് ശക്തമായ ആത്മാഭിഷേകത്താൽ ദൈവം എന്നെ നിറച്ചു. 100 സ്റ്റുഡൻസ് പഠിക്കുന്ന അവിടെ BTH പഠിക്കാനിടാൻ ചേർന്നു. അങ്ങനെ ഒരു വർഷം പഠിത്തം പൂർത്തിയായി. എനിക്ക് പഠിക്കാനുള്ള കൃപ, എനിക്ക് നന്നായിട്ട് എഴുതാനും വായിക്കാനും പോലും അറിയത്തില്ലായിരുന്നു. പക്ഷെ കർത്താവിന്റെ ജ്ഞാനം എനിക്ക് ദൈവാത്മാവ് എനിക്ക് നൽകി. അതിനുശേഷം 2ാമത്തെ വർഷം പഠിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിന്റെ ഒരു 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 ചാലിലേക്ക്, ഒരു ദിശയിലേക്ക് ദൈവം എന്നെ മാറ്റി എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ മുട്ടൻകീറ് സപ്പച്ചൻ 23-ാം സങ്കീർത്തനം ഞങ്ങളുടെ ചാപ്പലിൽ പ്രസംഗിക്കുമ്പോൾ, 23-ാം സങ്കീർത്തനം പ്രസംഗിക്കുമ്പോൾ അവൻ എൻ്റെ ഇടയനാണ്, അവന്റെ പ്രാണപ്രിയനാണ്, അവൻ നമ്മുടെ കുടുംബത്തിന്റെ രക്ഷകനാണ് എന്നൊക്കെ അപ്പച്ചൻ പ്രസംഗിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ചാപ്പൽ നോട്ട് എഴുതുന്ന ബുക്കിൽ എനിക്കൊരു പാട്ട് ദൈവം തരികയാണ്. പാട്ട് ഞാൻ വേറെ ഏതോ ഞാൻ ആ ചാപ്പൽ ഇരിക്കുന്നുണ്ട്, പക്ഷെ എന്നെ ദൈവം വേറെ എങ്ങോട്ടൊക്കെയോ മാറ്റി. എന്തോ ഒരു അവസ്ഥ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എന്റെ ശരീരത്തിൽ ഇറങ്ങി വന്നിട്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കണ്ണടച്ചപ്പോൾ അപ്പച്ചൻ പ്രസംഗിക്കുന്നുണ്ട്, പക്ഷെ ഞാനൊരു പാട്ട് എന്റെ മനസ്സിലേക്ക് വന്നു, ട്യൂണോട് കൂടെ. അന്ന് റെക്കോർഡ് ചെയ്യാനോ മൊബൈലോ ടേപ്പ് റെക്കോർഡ് പോലും അന്നില്ല. എനിക്ക് മനസ്സിൽ ഇങ്ങനെ വരികയാണ്, യഹോവയാണ് എൻ്റെ ഇടയൻ, യഹോവയാണ് എൻ്റെ പ്രാണപ്രിയൻ, യഹോവയാണ് എൻ്റെ മാർഗദീപം, യഹോവയാണ് എൻ്റെ സർവ്വവും എന്നുള്ള ഒരു പാട്ട്. അപ്പൊ ആ സങ്കീർത്തനത്തെ ആസ്പദമാക്കി അതിന്റെ ട്യൂണും കൂടെ ദൈവം എനിക്ക് തന്നു. അപ്പൊ ഞാൻ എൻ്റെ അടുത്തിരിക്കുന്ന അനിൽ കൊടുത്തോട്ടാണ്, പ്രശസ്തനായ പ്രഭാഷകൻ. ഞങ്ങൾ ഒരുമിച്ച് ഒരു മുറിയിൽ താമസിച്ച് ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ് ദൈവവചനം. അനിൽ കൊടുത്തോട്ടം നോക്കുമ്പോൾ ഇങ്ങനെ ഞാനിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വലത്ത് വശത്ത് ഇരിക്കുന്ന എബനേസർ എന്ന് പറഞ്ഞ അദ്ദേഹം നോക്കുമ്പോൾ എന്താ സാധിച്ചാൽ എഴുതുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊരു പാട്ട് തന്നത് ദൈവം എഴുതി വെക്കുന്നു പറഞ്ഞു. അപ്പൊ റെക്കോർഡ് ചെയ്യാൻ സമയം, അപ്പൊ ഞാനിങ്ങനെ ചാപ്പല് ശ്രദ്ധിക്കുന്നില്ല, ഈ പാട്ട് എന്റെ ട്യൂണും ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുക. യഹോവയാണെന്റെ ഇടയൻ, യഹോവയാണെന്റെ പ്രാണപ്രിയൻ, യഹോവയാണെന്റെ മാർഗദീപം, യഹോവയാണെന്റെ സർവവും. അങ്ങനെ ഒരു ട്യൂണോട് കൂടെ കർത്താവ് എനിക്ക് നൽകി. ജീവിതത്തിൽ ആദ്യം ഞാൻ 4 വർഷം സംഗീതം, ആ സമയത്ത് രക്ഷിക്കപ്പെട്ടതിന് ശേഷമാണ് സംഗീതം പഠനം അവസാനിപ്പിച്ചത്. സംഗീതം പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ സംഗീതത്തിന്റെ അടിസ്ഥാന ബേസിക് നോട്ട്സ് ഒക്കെ എനിക്കറിയാം. ഒരു 4 വരി പോയിട്ട് 2 ലൈൻ പോലും യേശു എന്റെ ഹൃദയത്തിൽ വരുന്നതിന് മുമ്പ് ഞാൻ എഴുതാൻ ശ്രമിച്ചിട്ടില്ല. അതൊക്കെ വലിയ വലിയ മ്യൂസിക് ഡയറക്ടേഴ്സിന് പറഞ്ഞ കാര്യങ്ങളാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എങ്ങനെ മ്യൂസിക് ചെയ്യുന്നത്, എങ്ങനെ സംഗീതം ചെയ്യുന്നത്, എന്റെ അധ്യാപകനോട് ഞാൻ ചോദിക്കാറുണ്ട് പലപ്പോഴും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കുറച്ച് നാൾ നീ അങ്ങ് പഠിക്ക്, അത് കഴിഞ്ഞിട്ട് നീ ഇടയ്ക്ക് ചോദിക്കണ്ട, കുറച്ച് നാളങ്ങ് പഠിക്കുക. അപ്പൊ നിനക്ക് പഠിച്ചു കഴിയുമ്പോൾ നിനക്ക് തന്നെ അവസാനം മനസ്സിലാകും എങ്ങനെയാണ് ഒരു മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം എന്നോട് ഇടയ്ക്കിടയ്ക്ക് എന്റെ ഗുരു പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഈ പാട്ട് ഞാൻ എഴുതി മ്യൂസിക് ചെയ്ത് ഞാൻ ചാപ്പൽ കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ എന്റെ ചുറ്റും കൂടി എന്റെ കൂട്ടുകാരോട് കൂടെ ഞാൻ ഈ പാട്ട് പാടി കേൾപ്പിച്ചു. ചേട്ടാ നീ ഇത് അപ്പച്ചനോട് പറയണം, കാരണം അപ്പച്ചൻ പ്രസംഗിച്ചപ്പോഴാണ് നീ ആദ്യം പാട്ട് എഴുതി. ഞാൻ അപ്പച്ചൻ വിശ്രമിക്കുന്ന റൂമിലേക്ക് ഈ പേപ്പർ ചാപ്പൽ നോട്ട് എഴുതുന്ന ബുക്കുമായിട്ട് പോയി. അപ്പച്ചൻ ഞാൻ ഇന്ന് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് ഭയങ്കര അപ്പച്ചൻ പ്രസംഗിച്ചപ്പോൾ ഒരു അഭിഷേകം എന്റെ ശരീരത്തിൽ ഇറങ്ങി വന്നു. അപ്പോൾ എനിക്ക് ഞാൻ വേറൊരു ലോകത്തിലേക്ക് ആയിരുന്നു അപ്പച്ചൻ പ്രസംഗിക്കുന്ന സമയം മുഴുവൻ. അപ്പൊ എനിക്ക് ദൈവം എന്റെ ചുണ്ടിൽ ഇങ്ങനെ തന്നു, എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു വെളിപ്പാട്, ഒരു സ്ക്രീനിൽ ഇങ്ങനെ എഴുതി വരുന്ന പോലെ ഇങ്ങനെ എനിക്ക് തന്നു. ഞാൻ ഇത് എഴുതി എന്ന് പറഞ്ഞു. അപ്പൊ നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പച്ചൻ നോക്കി വായിച്ചപ്പോൾ ചേട്ടാ ഇത് നല്ല പഠിക്കുക എന്ന് പറഞ്ഞു. പാടി കേൾപ്പിച്ചു. അപ്പൊ അപ്പച്ചൻ പറഞ്ഞു മുട്ട് കുത്താൻ പറഞ്ഞു. മുട്ട് കുത്തിയിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട്
ആ പേപ്പറും കൈവച്ചിട്ട് അപ്പച്ചൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, കർത്താവേ, ഇസ്രായേലിന്റെ ഒരു മധുര ഗായകനായ ദാവീദിനെ പോലെ ഇവനൊരു അനുഗ്രഹിക്കപ്പെട്ടവനായ പാട്ടുകാരനായി, എഴുത്തുകാരനായി, ആയിരങ്ങൾ ഏറ്റുപാടുന്ന അനേക പാട്ടുകൾ ക്രിസ്തുവിന്റെ നാമത്തെ വർണ്ണിക്കാൻ, പാടുവാൻ, ഗാനങ്ങളിലൂടെ ഒരു വലിയ ഉയർച്ച, ഒരു കൃപാവരമായി കർത്താവിന് കൊടുക്കണമെന്ന് മുട്ടൻകിവിൽ അപ്പച്ചൻ എന്നെ അനുഗ്രഹിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ച്, ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് അത് അനുഗ്രഹിച്ചുമായി പോന്നു. പിന്നെ സഹോദരങ്ങളെ, പിന്നീടുള്ള 2 വർഷം എന്റെ വചന പഠനത്തിൽ ഒരു ഡയറി മുഴുവൻ ആ കോളേജിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് പാട്ടുകൾ എഴുതി. ആരും കണ്ടിട്ടില്ല, ആരും കേട്ടിട്ടില്ല. പക്ഷെ കൂട്ടുകാർക്ക് അറിയാം. ഞങ്ങൾ പോകുന്ന പെനിയേൽ വോയിസ് എന്നൊരു ഗ്രൂപ്പ് ഞാൻ അവിടെ ചെന്ന് സെമിനാറിൽ ചെന്ന് ഉണ്ടാക്കി. ഞങ്ങൾ കാസർഗോഡ് മുതൽ ബാംഗ്ലൂർ മുതൽ എന്താ പറയുന്നത്, തിരുവനന്തപുരം മുതൽ എല്ലാ മുക്കിലും മൂലയിലും പരസ്യവും ഓപ്പണയും മീറ്റിങ്ങും കൺവെൻഷനും എല്ലാം ഈ പെനിയേൽ വോയിസ് പാടുന്ന ഒരു മെസ്സിക ചരിത്ര ഫിലിം ഉണ്ടായിരുന്നു, ഫിലിം ഷോ, ഞങ്ങൾക്ക് പ്രൊജക്ടറൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ഇങ്ങനെ ടീം പ്രവർത്തനത്തിലൊക്കെ ഞങ്ങൾ ഒരുപാട് അങ്ങനെയായിരുന്നു. ഈ പാട്ടുകളെല്ലാം അങ്ങനെ പോകുമ്പോൾ പാടും. ഒരു കൺവെൻഷന് ഞാറയ്ക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹാഡ്ബീസൺ ഭക്തവത്സവച്ചായന്റെ കൂടെ ഞാറയ്ക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു അഗസ്റ്റിൻ ഗോമസ് എന്ന് പറയും, ഒരു ഹീലിംഗ് മിനിസ്റ്റർ ഒക്കെ ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ ക്രൂസൈഡിന് പാടാൻ അവസരം കിട്ടി. അങ്ങനെ പാടുന്ന അന്ന് വീഡിയോ കാസറ്റ് ഇറക്കും, അത്ഭുത ഹീലിംഗ് ഒക്കെ നടക്കുന്നു. അങ്ങനെ ദുബായിലും അവിടെ ഇവിടെയൊക്കെ ഈ വീഡിയോ ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തപ്പോൾ അതിനകത്ത് ഞാൻ പാടി വന്നിട്ടുണ്ട്. പാട്ടുകൾ കേട്ട് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു മനുഷ്യൻ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, സാബു, നീ ഒരു കാസറ്റ് ഇറക്കണം, അതിനുവേണ്ടി നീ വീട്ടിലേക്ക് വരണം, അതിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ. അങ്ങനെ എന്റെ ജീവിതത്തിൽ ഞാൻ ഇനി സ്വപ്നം കാണുകയാണോ എന്നൊക്കെ തോന്നിപ്പോയി. അദ്ദേഹം അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, സാബു, പാട്ട് കഴിഞ്ഞ് നമ്മൾ ഒത്തിരി പാട്ടാച്ചാൻ ഞാൻ എഴുതിയിട്ടുണ്ട്, ഒരു ഇതെല്ലാം കൂടെ ചേർത്ത് നീ ഒരു കാസറ്റ് ഇറക്കണം, എന്നിട്ട് എനിക്ക് അത് ദുബായിൽ അയച്ചു തരണം എന്നൊക്കെ പറഞ്ഞ് അന്ന് ഒരു 25,000 രൂപയുടെ ചെക്ക്, അത്രയും പൈസ ഒന്നും വേണ്ട അന്ന് കാസറ്റ് ഇറക്കാൻ. 96-ലാണത്. എന്റെ വചന പഠനം കഴിഞ്ഞ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഞാനിങ്ങനെ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങിയ സമയമായിരുന്നു. അങ്ങനെ എന്റെ പാട്ടുകളെല്ലാം ചേർത്ത് എന്റെ ഇട എന്നൊരു കാസറ്റ്, അന്ന് കാസറ്റുകളാണ്, ഈ യഹോവയാന്റെ ഇടയിൽ മനസ്സിൻ വാതിലും മുട്ടി വിളിക്കുന്ന യേശു, അങ്ങനെ പഴയതും പുതിയതുമായിട്ടുള്ള ഗാനങ്ങൾ, സർവ്വ നന്മകൾക്കും സർവ്വദാനങ്ങൾക്കും. ആ പാട്ട് ആദ്യമായിട്ട് പാടിയത് ഞാനാണ്, ഒരു റെക്കോർഡായിട്ട് ഇറങ്ങിയത്, എഴുതിയത് ഞാനല്ല. അങ്ങനെയുള്ള തന്നിടുക നിൻ കൃപാവരങ്ങൾ, ഇങ്ങനെ ഭൂവാസികൾ, ഇങ്ങനെ പഴയതും പുതിയതും ഞാൻ എഴുതിയ മിക്സഡ് ആയിട്ടുള്ള ഒരു കാസറ്റ് ഇറക്കി, എന്റെ ഇടയൻ എന്ന് പറയുന്ന ഒരു കാസറ്റ്. അത് ഒരുപാട് സ്ഥലങ്ങളിൽ ആ കാസറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ അതിനകത്ത് വരുന്ന കത്തുകൾ, ആത്മഹത്യ ചെയ്യാൻ ഒരു സഹോദരി എനിക്ക് എഴുതിയിരിക്കുകയാണ്. എന്റെ ജീവിതത്തിന് എന്താ പറയുന്നത്, ഒരു സ്വപ്നം കാണുന്ന പോലെ ഒരു സഹോദരി എഴുതിയിരിക്കുകയാണ്, ഞാൻ കുമ്പനാട് കൺവെൻഷൻ വന്നപ്പോൾ ഈ കാസറ്റ്, കുവൈറ്റ് ജോലിയാണ്, ഇങ്ങനെ മേടിച്ചുകൊണ്ട് പോകുന്നു, അതിനകത്ത് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, അഡ്രസ്സിൽ കത്ത് എഴുതിയിരിക്കുക എനിക്ക്. ആ കാസറ്റ് ഞാൻ കേട്ടു. അതിന് തന്നിടുക നിൻ കൃപാവരങ്ങൾ, പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ, ഒരു പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. ആ പാട്ടിങ്ങനെ ഈ സഹോദരി, അവളെ സ്നേഹിച്ച ഒരാൾ വഞ്ചിച്ചു. അത് യേശുവിനെ അറിഞ്ഞ ഒരു സഹോദരിയല്ല, റൂമിൽ താമസിക്കുന്ന ഒരു സഹോദരി കുമ്മനാട് കൺവെൻഷൻ വന്നപ്പോൾ ഈ കാസറ്റ് മേടിച്ചിട്ട് വന്നത്. അത് ടേപ്പ് റെക്കോർഡാണ്. അതിട്ട് അവരിങ്ങനെ അടുക്കളയിൽ ഇരിക്കുമ്പോൾ എല്ലാം ഇതിങ്ങനെ കേട്ടോണ്ട് ഈ വർക്കുകളൊക്കെ ചെയ്യും. അപ്പോൾ സ്നേഹിച്ച ഒരാൾ വഞ്ചിച്ചു, എനിക്ക് ഇനി നാട്ടിൽ പോകണ്ട, അതുകൊണ്ട് ഞാൻ ഈ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്, മരിക്കാൻ പോവുകയാണ്. അപ്പൊ കൂട്ടുകാരി പോയി ആത്മഹത്യ ചെയ്യാനായിട്ടിരിക്കുന്ന സമയത്ത് ഈ പാട്ട് ടേപ്പ് റെക്കോർഡ് പാടിങ്ങനെ, അപ്പൊ തന്നിടുക നിൻ കൃപാവരങ്ങൾ, പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ, ശത്രു തന്നുടെ തീയമ്പുകളെ തൊടുത്തിടുന്നു തകർത്തിടുവാൻ തന്നി. ഈ പാട്ട് കേട്ട് കേട്ട് അവൾ വരികയാണ്. കൂട്ടുകാരി, വിശ്വാസിയായ കൂട്ടുകാരി ജോലിക്ക് പോയി. അപ്പൊ ഇങ്ങനെ ഇവൾ ഈ പാട്ട് കേട്ടപ്പോൾ, അപ്പോൾ ശത്രു തകർക്കാൻ വേണ്ടി, അപ്പൊ ഈ ടേപ്പ് റെക്കോർഡിന് മുമ്പിൽ കുറെ ഈ പാട്ട് റിപ്പീറ്റ് ചെയ്ത് കുറെ പ്രാവശ്യം റിവൈൻഡ് അടിച്ച് കേട്ടു. എന്നിട്ട് ഈ ടേപ്പ് റെക്കോർഡിന് മുമ്പിൽ ഈ സഹോദരി മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, എന്റെ ജീവിതം പിശാച് തകർക്കാനാകരുത്. അതുകൊണ്ടാണ് എന്റെ ആത്മഹത്യ ചിന്ത. ജീവിതത്തിന്റെ പരിവരുത്ത യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ, ഒരു എത്തും പിടിയും കിട്ടാതെ പകച്ചു നിൽക്കുന്ന മേഖലകളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, പിശാച് പറയും, നീ എന്തിനാടാ ജീവിച്ചിരിക്കുന്ന, പോയി കെട്ടിത്തൂങ്ങി ചാകടാന്ന് പറയും. എന്നാൽ യേശു അങ്ങനെയല്ല. യേശു നമ്മെ മാറോട് ചേർത്തണയ്ക്കും, നമുക്ക് ആശ്വാസം നൽകും, അവന്റെ ശബ്ദം നമ്മളെ കേൾപ്പിക്കും, നിത്യജീവൻ, എറ്റേണൽ ലൈഫ് നമുക്ക് നൽകുന്നവനാണ് കർത്താവ്. അപ്പൊ ഈ സഹോദരി ആ ടേപ്പ് റെക്കോർഡിന് മുമ്പിൽ എനിക്ക് എഴുതിയ കത്ത് എങ്ങനെയാണ്, മുട്ടുകുത്തി കർത്താവേ, എന്റെ ജീവിതത്തിൽ ഒരു സമാധാനം തന്നാൽ, ഒരു സന്തോഷത്തോടെ ജോലി ചെയ്യാൻ കഴിഞ്ഞാൽ ഞാൻ നിശ്ചയമായിട്ടും ഞാൻ ആത്മഹത്യ ചെയ്യത്തില്ല എന്ന് പറഞ്ഞപ്പോൾ വൈകുന്നേരം വന്നപ്പോൾ, അപ്പൊ ആ വന്ന മുഴുവൻ ഈ സഹോദരി ഭക്ഷണം കഴിക്കാതെ ആ കാസറ്റ് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ കേട്ടു. കൂട്ടുകാരി വിശ്വാസിയാണ്, അവൾ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ, ഇവർക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്, ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഈ കാര്യങ്ങൾ അവൾ പറഞ്ഞു. അവള് കെട്ടിപ്പിടിഞ്ഞ് പ്രാർത്ഥിച്ച് അവളുടെ പാസ്റ്റർ എടുത്തു പോയി. ആ സഹോദരി തുടർന്ന്
രക്ഷിക്കപ്പെടുവാനും ക്രിസ്തുവിലേക്ക് കടന്നു വരുവാനും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം പിന്നീട് ആ സഹോദരിക്ക് ലഭിച്ചാണ്. പ്രിയരെ, നമ്മൾ കേൾക്കുന്ന 4 വരി പാട്ടായാലും നമ്മൾ കേൾക്കുന്ന ഒരു വാക്യമാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലെ ഏത് തകർന്ന മേഖലയിൽ നിന്നും വിടുവിക്കാൻ ഈ ദൈവവചനത്തിനല്ലാതെ, കർത്താവായ യേശു ക്രിസ്തുവിനല്ലാതെ മറ്റാർക്കും ഈ ഉലകത്തിലുള്ള ഒന്നിനും നിങ്ങളുടെ ജീവിതത്തിന് മാറ്റം വരുത്താൻ കഴിയില്ലെന്ന് എന്റെ ജീവിത അനുഭവത്തിൽ കൂടെ ഞാൻ പറയുകയാണ്. ആ കാസറ്റ് ഡിസ്ട്രിബ്യൂട്ട് ആയി. അപ്പം കർത്താവിന്റെ ദാസൻ പറഞ്ഞ പ്രവചനത്തിന്റെ ഒരു സ്റ്റാർട്ടിങ് തുടങ്ങിയെന്ന് പിന്നീട് എനിക്ക് ദൈവവചനം പറഞ്ഞപ്പോൾ എവിടെ ചെന്നാലും ക്രിസ്തീയ ഗാനശേഖരത്തിൽ ഒരു പാട്ട് പാടുന്ന ആള്, പാട്ട് എഴുതുന്ന ആള്, പാട്ട് സംഗീതം ചെയ്യുന്ന ആള്, അങ്ങനെ ഒരു ചെറിയൊരു ലേബൽ കർത്താവ് എനിക്ക് നൽകി. അങ്ങനെ ഈ കാസറ്റ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ രണ്ടാമതൊരു കാസറ്റ് ചെയ്യാൻ എനിക്കൊരു ആഗ്രഹം. എന്റെ ഇടയൻ, എന്റെ രക്ഷകൻ, എന്റെ അഭയം, എന്റെ പ്രത്യാശ, എന്റെ അങ്ങനെ ഇങ്ങനെ ഒരു 7 പേര് ഞാൻ എഴുതി വെച്ചു. പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ എന്റെ ഇടയൻ ഇറങ്ങി, എന്റെ രക്ഷകൻ അത് ഇറങ്ങാനായിട്ട് ഞാനിങ്ങനെ വയലിൻ ജേക്കബ് എന്ന് പറയുന്ന ഒരു അതിൽ കുട്ടിയച്ചൻ എന്ന് പറയുന്ന എന്റെ അമ്മാവന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അപ്പൊ കുട്ടിയച്ചന് കൂടിയാണ് ഈ കാസറ്റ് ആദ്യം ഇറക്കിയത്. രണ്ടാമത്തെ ഇങ്ങനെ ആൽബം ചെയ്യാനായിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ വയലിൻ ജേക്കബ് രക്ഷക എന്റെ പാപം ആ പാട്ടിന്റെ ഓർക്കസ്ട്ര ചെയ്ത് പുള്ളി മരിച്ചുപോയി, കോട്ടയത്തുള്ള അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ നമുക്ക് തൃശ്ശൂർ ചേതന സ്റ്റുഡിയോയിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ കാഞ്ഞിരപ്പള്ളി ഒരു സ്റ്റുഡിയോ ഉണ്ട്. അവിടെ ചെന്നപ്പോൾ ഈ മിഷൻ എല്ലാം കയറാം. അവസാനം ഇത് ആത്മീക യാത്ര തിരുവല്ല മഞ്ഞാടിയിലുള്ള ഡോക്ടർ KP ഓനാന്റെ ആത്മീയാത്ര റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ചെയ്യാന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ പോയി. അപ്പം ഞാൻ ഈ ഇവിടെ നിന്ന് ചെല്ലുകൊണ്ട് എന്റെ മുകളിലാണ് താമസിക്കുന്നത്. അപ്പൊ ഞങ്ങളങ്ങനെ അവിടെ ചെന്ന് ഒരു റെക്കോർഡിങ് ആദ്യത്തെ ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസം ബിനിച്ചാൻ ഇങ്ങനെ ഈ പാട്ട് ഇങ്ങനെ തലേദിവസം എടുത്ത പാട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ കെബിച്ചാൻ ഇങ്ങനെ റേഡിയോ പ്രഭാഷണം റെക്കോർഡ് ചെയ്യാനായിട്ട് വരുന്ന സമയത്ത് ഈ പാട്ട് ഇതാരും ഇതാ ഈ പാട്ട് ഏതാ എന്ന് ചോദിച്ചപ്പോ ഇന്നലെ ഇവിടെ ഒരു പുള്ളി ഒരു ബ്രദറാണ്, ബൈബിൾ കോളേജൊക്കെ പഠിച്ച ആളാണ്, പാട്ട് എഴുതുന്ന ആളാണ്, നമുക്ക് ഒന്നുകൂടെ കേൾക്കട്ടെ, നല്ല ലിറിക്സ് ഒക്കെ ആണല്ലോ. അപ്പോൾ പുള്ളി 9 മണിക്ക് ഞാൻ റൂമിൽ ഫ്രീ ഉണ്ട്, അപ്പൊ അങ്ങോട്ടൊന്ന് പറയാം. എനിക്കാണ് ഈ പുള്ളിയെ കാണാൻ വേണ്ടി ഇങ്ങനെ റേഡിയോയിലൂടെ KP ഓനാനെ കുറിച്ച് കേട്ട് എന്റെ അപ്പച്ചൻ വിശ്വാസം ബന്ധപ്പെട്ട് എന്നും റേഡിയോ വെച്ച് റേഡിയോയിലൂടെ കേൾക്കും. ഞങ്ങളത് കേട്ടോണ്ടാണ് എഴുന്നേക്കുന്നത്. കാണാൻ കൊതിയായിട്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ എന്നോട് പറഞ്ഞു 9 മണിക്ക് അവിടെ റെക്കോർഡിസ്റ്റ് അന്ന് ബിന്നി മാത്യു, എന്റെ സൗണ്ട് എഞ്ചിനീയർ ജോർജ് CJ കോട്ടയത്തുള്ള അദ്ദേഹമാണ്. അപ്പൊ പുള്ളിയോട് പറഞ്ഞു 9 മണിക്ക് റൂമിലേക്ക് ഒന്ന് വരാൻ പറയാൻ ഞാൻ. അപ്പൊ ഞാൻ വന്നപ്പോ എന്നോട് പറഞ്ഞു, സാബു നിന്നെ കേൾപ്പിച്ചാൻ അങ്ങ് ചെല്ലാൻ പറഞ്ഞു, റൂമിലേക്ക് ഇന്ന റൂമാ 2nd ഫ്ലോറിൽ അങ്ങ് ചെല്ലാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പോ പുള്ളി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, തറയിൽ ഇങ്ങനെ ഒരു ഇതൊക്കെ ഇട്ടിട്ട്. അപ്പൊ എന്നോട് പറഞ്ഞു, എവിടെയാ പഠിച്ചേ, എന്താ വീട്, എങ്ങനെയാ വന്നേ, വിശ്വാസത്തിലേക്ക് വന്നത്, എന്റെ സാക്ഷ്യം ചോദിച്ചിട്ട് വന്നു. ബദർ ഒരു കാര്യം ചെയ്യും, ഇവിടെ നിൽക്കുക, ഇവിടെ ഈ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യാം, പാട്ടുകളൊക്കെ എൻ്റെ കൂടെ പ്രോഗ്രാമിന് പാടാം, ഇങ്ങനെ കാസറ്റുകളിലൊക്കെ വർക്ക് ചെയ്യാൻ പാട്ടുകളൊക്കെ എഴുതാം, അങ്ങനെയൊക്കെ താല്പര്യമുണ്ട് നിൽക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമുണ്ട് നിൽക്കാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഈ സ്റ്റുഡിയോ വർക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ ഞാൻ അങ്ങനെ കേൾപ്പിച്ചാൻ ഒരു പേപ്പറെടുത്ത് എഴുതിയിട്ട് എന്നോട് പറഞ്ഞു ഇത് റോയ്സിനെ കൊടുത്തേക്കാൻ പറഞ്ഞു. അങ്ങനെ ആത്മീയാത്രയിൽ ആ ഒരു രണ്ടാമത്തെ പടിപടിയായിട്ട് ദൈവം എന്നെ കാരണം എന്നെ ഈ ശങ്കറിനെ പോലെ മുടിയൊക്കെ നീട്ടി കാവളൊക്കെ ഒട്ടി കണ്ണൊക്കെ മുടി അങ്ങനെ ഒരു ഭീകര ജീവിയുടെ രൂപമായിരുന്നു എനിക്ക് യേശു എന്റെ ഹൃദയത്തിൽ വരുന്നതിന് മുമ്പ്. ഇപ്പം വലിയ സൗന്ദര്യമൊന്നുമില്ല, എന്നാലും ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അന്ന് എന്നെ കണ്ടാല് ഒരു മനുഷ്യൻ നോക്കുപോലുമില്ല, അതുപോലെ കറുത്ത് ഇങ്ങനെ അങ്ങനെയൊക്കെയുള്ള ഭീകര. ഞാൻ അവിടെ ചെന്ന് ദൈവം എന്റെ ശരീരത്തെ, എന്റെ ജീവിതത്തെ, എന്റെ സംസാരത്തെ എല്ലാം കർത്താവ് എന്നെ മാറ്റിക്കൊണ്ടേയിരുന്നു. അപ്പൊ ഞാൻ അവിടെ ആത്മീയാത്രയിൽ ജോയിൻ ചെയ്തു. അവിടെ ശേഷം 5 ലാംഗ്വേജിൽ രാത്രി ഞാൻ ബാച്ചിലർ ഉണ്ട് അവിടെ കിടക്കും. അപ്പൊ ഈ ഡൽഹി പല സ്ഥലത്തും തന്നെ പ്രോഗ്രാം ഈ റേഡിയോ പ്രഭാഷണം റെക്കോർഡ് ചെയ്യുന്ന അത് ഞാൻ ഇങ്ങനെ ചെയ്യും. ഇംഗ്ലീഷ് കോഴ്സുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. ആത്മീയാത്രയാണ് വർഷിപ്പ് ടീമിന്റെ കാസറ്റുകളെല്ലാം ചെയ്തത്. വർഗീസ് മാത്യു ആണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. പുള്ളി കാനഡയ്ക്ക് പോയപ്പോൾ പുള്ളിക്ക് പകരക്കാരനായിട്ടാണ് എന്നെ പോസ്റ്റ് ചെയ്തത്. അപ്പൊ ഒന്നായി പാടാം, വന്നു ഘോഷിക്കാം, നന്ദിയോടെ, സ്നേഹ സങ്കീർത്തനം, അങ്ങനെ ഒത്തിരി കാസറ്റുകൾ അന്ന് ഇംഗ്ലീഷ് കോഴ്സ് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഞങ്ങൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്യാൻ കസ്ത്രബീനോ, ചാക്കോക്കുട്ടി, അങ്ങനെയൊക്കെ ഒത്തിരി പാട്ടുകാരെ, പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളെ കൊണ്ടൊക്കെ പാടിക്കുവാനൊക്കെ അങ്ങനെ അവസരങ്ങൾ എനിക്ക് അവിടെ ലഭിച്ചു. കേൾപ്പിച്ചാൻ പ്രസംഗിക്കുന്ന ആത്മീയാത്ര മ്യൂസിക് ടീമിൽ ബിന്നിജാനോ ഓരോക്കെ കൂടെ ഇങ്ങനെ പാടും. വിനീത അന്ന് ഞങ്ങളാണ് അവിടെ മെയിനായിട്ട് പാടിക്കൊണ്ടിരുന്നത്. അങ്ങനെ 96 മുതൽ 98 വരെ എനിക്ക് അവിടെ പ്രവർത്തിക്കാനാണ്. അതെന്റെ ജീവിതത്തിന്റെ വലിയ മാറ്റത്തിന് കാരണമായി. ഇപ്പൊ ഞാൻ വന്ന വഴികൾ ഒരിക്കലും മറക്കരുതെന്നാണ്. ഇപ്പോ ഒരു കാര്യത്തിന്റെ ആരംഭത്തേക്കാൾ അവസാനം നന്നായിരിക്കട്ടെ എന്നാണ്. ഇപ്പം ആരംഭം ആത്മയാത്രയിലുള്ള അവരുടെ ആരംഭവും ആത്മയാത്രയുടെ അവസാനം അതൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. പക്ഷെ എന്റെ ജീവിതത്തിൽ ആ ഒരു പ്രസ്ഥാനം തന്ന വിലമതിക്കാൻ കഴിയും. ഇനി ഞാൻ എത്ര ഉയർച്ച നേടിയാലും
എൻ്റെ അടിസ്ഥാന ശിലയിൽ എനിക്ക് ഉറപ്പിച്ചതും ധൈര്യപ്പെടുത്തിയതും അദ്ദേഹത്തിന്റെ വാക്കുകളും അവരുടെ വചനങ്ങളും അവിടെ വർക്ക് ചെയ്യാൻ പറ്റിയത് എൻ്റെ ജീവിതത്തിന്റെ കരിയറിന് ഒരു വലിയ മാറ്റം ഉണ്ടാകാനിടയായി. 98 ആയപ്പോൾ എനിക്ക് വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ വന്നു. എനിക്ക് അവിടുന്ന് ഇങ്ങനെ പോരാനായിട്ടൊരു ആഗ്രഹം ഉണ്ടായി. ഞാൻ പിന്നെ അവിടുന്ന് റിസൈൻ ചെയ്തിട്ട് ഇങ്ങനെ കടന്നു പോകുന്നു. പിന്നീട് എനിക്ക് 98 എൻ്റെ വിവാഹം നടന്നു. വിവാഹം നടന്ന എനിക്ക് ഞങ്ങൾ അന്ന് പ്രവർത്തനങ്ങളൊന്നും മുഴുവൻ ഫുൾ ടൈം പ്രവർത്തനത്തിന് പോകണം എന്നുള്ള ആഗ്രഹത്തോടെ പോകാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 97 വിവാഹം കഴിഞ്ഞ് എൻ്റെ വൈഫ് പ്രഗ്നന്റ് ആയി കഴിഞ്ഞ് 2 മാസമായപ്പോൾ ഒരു ദിവസം രാവിലെ ഭയങ്കര ശക്തമായ ബ്ലീഡിങ്. അങ്ങനെ ബ്ലീഡിങ് അപ്പോൾ കൂത്താട്ടുകുളം ദേവമാത എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കടന്നു ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ കൊച്ചിന്റെ ഏതെങ്കിലും അവയവങ്ങളൊക്കെ ആയിരിക്കും, മന്ദബുദ്ധിയായിട്ടുള്ള കൊച്ചായിട്ട് ജനിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ നോക്കണ്ട, ഇനിയിപ്പോ അതിന്റെ കളയെന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പൊ അങ്ങനെ ഇങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ചപ്പോൾ നോ എന്നുള്ള ഒരു സിഗ്നൽ ദൈവം എനിക്ക് അറിയാം. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് അനുവദിച്ചിട്ട് സൈൻ ചെയ്തിട്ട് അങ്ങനെ കളയണ്ട, തന്നെ പോവാണെങ്കിൽ പോട്ടെ എന്ന് മനസ്സിലാവും. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്നവരാ, ഞാൻ ഇങ്ങനെ സുവിശേഷകനാ എന്ന് പറഞ്ഞു. അപ്പൊ അന്നേരം പറഞ്ഞൊരു സിസ്റ്റർ ആണ് ഡോക്ടർ. അപ്പോൾ എന്നെ നോക്കും, ഞാൻ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്, എന്റെ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ, ഞാൻ എക്സ്പീരിയൻസ് ഓക്കെ, പക്ഷെ എക്സ്പീരിയൻസ് ഒക്കെ ഇതിന്റെ അതിലൊരു സാധ്യത ഇല്ലാത്തടത്ത് ദൈവത്തിന്റെ സാധ്യതകൾ, സോഴ്സുകൾ ഉണ്ടാകുമല്ലോ. പ്രാർത്ഥനയുടെ നടുവിൽ ഇല്ലാത്ത സോഴ്സുകൾ, സാധ്യതകൾ ഉണ്ടാക്കുന്നവനാണ് എൻ്റെ ദൈവം. നെഹമ്യാവ് ഇങ്ങനെ പറഞ്ഞു, കരിഞ്ഞു കിടക്കുന്ന ചണ്ടിക്കൂമ്പാരമാണ്. നല്ല ഒരു സ്ഥലമല്ല, കരിഞ്ഞു കിടക്കുകയാണ്. എന്നല്ല ചുറ്റുപാട് നിന്നവര് ഇവിടെ ഒരു മതിൽ പണി നടക്കത്തില്ല, അഥവാ നടന്നാൽ ഒരു കുറുക്കൻ കയറിയ താഴെ വീണെന്നൊക്കെ പറഞ്ഞ അസാധ്യതയുടെ വാക്കുകൾ ഒരു ഗ്രൂപ്പ് പറയുമ്പോൾ ഒരുത്തൻ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി നെഹമ്യാവ് ഇങ്ങനെ പറഞ്ഞു, സ്വർഗത്തിലെ ദൈവം എനിക്ക് കാര്യം സാധിപ്പിക്കും. ഒരു സാധ്യതയും ഒരു സോഴ്സും ഇല്ലാതിരുന്ന ആ മേഖലയിൽ 52 ദിവസത്തിനുള്ളിൽ കുറുക്കനല്ല ആന ചവിട്ടിയാലും ഇടിഞ്ഞു പോകാത്ത ഒരു മതിൽ പണിയാൻ ആ നെഹമ്യാവിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞു. അതിനുള്ള സോഴ്സുകൾ ദൈവം ഒരുക്കി. സാധ്യത, പ്രിയരെ, നിങ്ങളേത്ത ഒരു സാധ്യതയും കാണാതെ പകച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എൻ്റെ അനുഭവത്തിലൂടെ, വചനത്തിൽ കൂടെ ഞാൻ നിങ്ങളോട് പറയുന്നു, അല്ലെങ്കിൽ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വന്നാൽ അസാധ്യതകൾക്ക് അവിടെ സ്ഥാനമില്ല, ഇരുട്ടിന് അവിടെ സാധ്യതയില്ല. അപ്പൊ ഞാൻ അങ്ങനെ പ്രിയമുള്ളവരെ, അല്ലെങ്കിൽ ഇങ്ങനെ അവരോട് പറഞ്ഞു ഡിസ്ചാർജ് ചെയ്തേക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എനിക്കൊരു ബൈക്ക് പോലും ഇല്ല, ഞാൻ ബസ്സിൽ കയറിയിരുന്നപ്പോൾ കർത്താവ് എന്നോട് ഇങ്ങനെ, ഞാൻ ആദ്യം പറഞ്ഞാൽ നമ്മുടെ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. അപ്പൊ കർത്താവ് എന്നോട് പറയുകയാണ്, 7ാമത്തെ പ്രാവശ്യം നോക്കുമ്പോൾ കടലിൽ നിന്നും കൈപ്പത്തി പോലൊരു മേഘം പൊങ്ങുന്നു കണ്ടു. ആ വാക്യം രാജാക്കന്മാരുടെ പുസ്തകത്തിലാണ്. പ്രാർത്ഥിക്കുന്ന ഏലിയാവ് പറഞ്ഞു, നീ പോയി നോക്കാൻ ബാല്യക്കാരനോട്. അവൻ ഒരു പ്രാവശ്യം നോക്കി ഒന്നും കണ്ടില്ല, 2, 3, 4, 5, 6 പ്രാവശ്യം നോക്കിയിട്ട് യജമാനി ഒന്നും കാണുന്നില്ല. അപ്പൊ നീ പോയി പിന്നെ നോക്ക് എന്ന് ഏലിയാവ് പറഞ്ഞു. അങ്ങനെ പോയി നോക്കുമ്പോൾ 7 പറഞ്ഞൊരു പൂർണ്ണതയുടെ സംഖ്യയാണ് കേട്ടോ. 7 ദിവസമാണ് കർത്താവ് എല്ലാം സൃഷ്ടിച്ചത്, 7 ആഴ്ചവട്ടം, അങ്ങനെ 7 ദിവസം. അങ്ങനെ ഒത്തിരി വേദപുസ്തകത്തിൽ ഒരു ബിബ്ലിക്കലായിട്ട് 7-നൊരു പ്രത്യേകതയുണ്ട്. 3ാമത്തെ ദിവസത്തിന് പ്രത്യേകത ഉണ്ട്, 7ാമത്തെ ദിവസം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം 7ാമത്തെ ദിവസം നോക്കിയപ്പോൾ കണ്ടു. അപ്പൊ ഇതെനിക്ക് ഭയങ്കര ഒരു ഉറപ്പ്. അപ്പൊ 7 ദിവസം ദൈവത്തോട് പ്രാർത്ഥിക്കാം. അപ്പൊ ഇതുവരെ കണ്ടിട്ടില്ലാത്തതെല്ലാം കാണുവാൻ ദൈവത്തിന്റെ കരം മോൾഡ് ചെയ്യുന്ന അത്ഭുതത്തിന്റെ കരം ആയിട്ട് ഞാൻ അതങ്ങ് ഏറ്റെടുത്തു. ആ കടലിൽ നിന്ന് ഉയർന്നത് ദൈവത്തിന്. ഈ ഒരു ചെറിയ കൈപ്പത്തി കൊണ്ട് എന്നാ കാണിക്കാനാ? ചെറിയ കൈപ്പത്തി പോലുള്ള മേഘം കൊണ്ട് എന്ത് ചെയ്യാനാന്നൊക്കെ ചിലരൊക്കെ ചോദിച്ചേക്കാം. പക്ഷെ വിശ്വസിക്കുന്നവന്, പ്രാർത്ഥിക്കുന്നവന് അതൊരു ചെറിയ കൈയല്ല. ആ മേഘം പൊങ്ങുന്തോറും അത് പടരും. വലിയ മഴയാണ് താഴേക്ക് വരുന്നത്. കാണുന്നത് ചെറുതാണ്, പക്ഷേ അതിന്റെ ഫലം എന്ന് പറയുന്നത് വലുതാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ദൈവസന്നിധി വീട്ടിൽ ചെന്നിട്ട് പ്രാർത്ഥിച്ചു, നീ ഉപവസിക്കണ്ട, ഞാൻ ഉപവസിക്കാം, നാളെ വരെ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും വയറ്റിൽ കൈ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പറയും, യേശുവിന്റെ അടിപ്പിണറുകളെ സൗഖ്യം വന്നിരിക്കും. ജോൺ ഓസ്റ്റേജ് ഒരു ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ട്, അത്ഭുതം
നിങ്ങളുടെ അധരങ്ങളിൽ തന്നെ. മർക്കോസ് 11:24 മുതൽ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയത്തിൽ സംശയിക്കാതെ അധരം കൊണ്ട് പറഞ്ഞാൽ പറഞ്ഞ പോലെ സംഭവിക്കും. നമ്മുടെ അധരം ഉപയോഗിച്ച് നെഗറ്റീവ്സ് പറയുന്നത് അവസാനിപ്പിക്കൂ, ശാപവാക്ക് പറയുന്നത് അവസാനിപ്പിക്കൂ, നിരാശയുടെ വാക്ക് പറയുന്നത് അവസാനിപ്പിക്കൂ, തകർച്ചയുടെ വാക്ക് പറയുന്നത് അവസാനിപ്പിച്ചിട്ട് ഗോഡ് ഈസ് ഗുഡ് ഓൾ ദ ടൈം, അവൻ എന്റെ ഉപനിധി അന്ത്യം വരെ, ചില ദിവസമല്ല, സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് പൗലോസ് പറഞ്ഞതുപോലെ വിശ്വാസത്തിന്റെ വാക്കുകൾ. നീ ഹൃദയത്തിൽ സംശയിക്കാതെ, യേശു തമ്പുരാൻ പറഞ്ഞ ആരുമാകാം, ഏത് വ്യക്തിയാകാം, ഹൃദയത്തിൽ സംശയിക്കരുത്. അധരം കൊണ്ട് വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞാൽ പറഞ്ഞ പോലെ സംഭവിക്കുമെന്നാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, യേശുവിന്റെ അടിപ്പണലുകളാൽ കർത്താവ് എന്റെ കുഞ്ഞിന് സൗഖ്യം വന്നിരിക്കുന്നു, അവൻ എല്ലാ അവയവങ്ങളും ഉണ്ടാകും, അവന് ബുദ്ധി ഉണ്ടാകും, അവൻ ആൺകുഞ്ഞായിരിക്കും, അവന് ശാമൂല് കുട്ടൻ എന്ന് ഞാൻ പേരിടും, എന്തൊക്കെ ഞാൻ 7 ദിവസം ഇങ്ങനെ പറഞ്ഞു. 2-ാമത്തെ ദിവസം ബ്ലീഡിങ് തന്നെ നിന്നു. ഒരു ആന്റി പറഞ്ഞ്, നമ്മൾ ഈ വലിയ വലിയ ആശുപത്രികളൊന്നും പോകണ്ട, ആ മൂവാറ്റുപുഴ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ 30 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡോക്ടറുണ്ട്, ഒരു സുമംഗല, ആ ഡോക്ടറെ വീട്ടിലൊന്ന് പോയി ഒന്ന് കാണാൻ ആന്റി ഒന്ന് കൊണ്ട് കാണിക്കുന്ന ഒരു ആന്റി പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അങ്ങനെ 7 ദിവസം പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വൈഫിനെ അവർ വൈകുന്നേരം വീട്ടിൽ കൊണ്ട് ഡോക്ടറെ കാണിച്ച് പരിശോധിപ്പിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഇപ്പം ബ്ലീഡിങ് ഒന്നുമില്ലല്ലോ, ഒരു ടോണിക് എടുത്തിട്ട് എന്ന് പറഞ്ഞു, ഇത് നിങ്ങൾ കുടിച്ചിട്ട് ഇത് കഴിക്കുക, ഇനി എല്ലാ അസ്വസ്ഥം ഉണ്ടെങ്കിൽ വന്നാൽ മതി, അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞ് വന്നാൽ മതി, അയണിന്റെ ടാബ്ലറ്റും ഒക്കെ തന്നു കിട്ടും. 1 മാസം, 2 മാസം, 3 മാസം, 4 മാസം, പിന്നെ അങ്ങ് പോയി 9-ാമത്തെ മാസം അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞ് ഞങ്ങൾ അഡ്മിറ്റ് ചെയ്തു. ഞാനിങ്ങനെ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്നവനാണ് പറയുന്നത് വചനം പറഞ്ഞു. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ 8 മാസം 9 മാസം ഒക്കെ ആകുമ്പോൾ ഞാനിങ്ങനെ വയറ്റത്ത് ചെവി വെച്ചിട്ട് ശ്യാമല് കുട്ടിയെന്ന് ഉറക്കെ വിളിക്കും. അപ്പൊ അവള് പറയും, ഇങ്ങനെ വയറ്റിൽ കിടന്ന് കുഞ്ഞിങ്ങനെ ഭയങ്കര. ഞാൻ ഏതെങ്കിലും പ്രോഗ്രാമിനോ കൺവെൻഷനോ ഒക്കെ പോയിച്ച് വരുമ്പോൾ അവള് പറയും, അതുവരെ ഇവന് അനക്കമൊന്നുമില്ല, നിങ്ങളുടെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ അവിടുന്ന് പാട്ടൊക്കെ ഉറക്കെ പാടും കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ശ്യാമലൂട്ടിയെന്ന് വിളിക്കുമ്പോൾ ഭയങ്കര, ഇത്രയും നേരം ഈ കൊച്ച അനങ്ങാണ്ട് വയറ്റിൽ കിടന്ന് നിങ്ങളുടെ ഈ ശബ്ദം കേട്ടോ ഭയങ്കര ഭയങ്കര ഇത് അത്ഭുതം കേട്ടോ എന്നൊക്കെ പറയും. അപ്പൊ രാവിലെ 4 മണിക്ക് പെയിൻ ഉണ്ടായിട്ട് ലേബർ റൂമിൽ കയറ്റി, പക്ഷെ പ്രസവിച്ചില്ല. വൈകിട്ട് 7 മണി വരെ നോക്കി. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. നമ്മുടെ ദൈവം പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന ദൈവമാണ്. അതെന്റെ അനുഭവമാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഇനി 7 മണി വരെ ആയിട്ടും പ്രസവിച്ചില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, നമുക്ക് ഇനി നോക്കി നിൽക്കണ്ട. അപ്പൊ എപ്പോഴും വന്ന് ഡോക്ടർ നോക്കാം. അവിടുത്തെ നേഴ്സുമാർ പലരും വിശ്വാസികളുണ്ട്, ഞങ്ങൾ പോകുന്ന സഭകളിലൊക്കെ ഉള്ളവരാണ്. അവർ വന്ന് പ്രത്യേക റെക്കമെൻഡ് ഒക്കെ ഞങ്ങളുടെ കൊച്ചാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഡോക്ടറിന് പ്രത്യേക ഒരു കെയർ ഞങ്ങൾക്കുണ്ട്. 7 മണിയായപ്പോൾ സിസേറിയൻ ചെയ്ത് കൊച്ചിനെ കയ്യിലെടുത്ത് കൊണ്ടുവന്നിട്ട് ഡോക്ടർ പറയാ, ഇയാളെന്താ കൊച്ചിനെ വയറ്റിയിട്ട് വളർത്തിയോ? 4 കിലോ 300 ഗ്രാം തൂക്കം, ഇത്രയും തൂക്കമുള്ള കുട്ടി ഈ ഹോസ്പിറ്റലിൽ 5 വർഷത്തിനുള്ളിൽ ഉണ്ടായിട്ടില്ല. എന്റെ കാര്യം ഭയങ്കര ഛർദിയായിരുന്നു, ഭയങ്കര ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായിട്ട് തൂക്കം എല്ലാം ഡോക്ടർ പറയുമ്പോൾ ഞാൻ നിർബന്ധിച്ച് പാലും ഇങ്ങനെ ഭക്ഷണമൊക്കെ അവിടെ, ഇത് നിനക്കല്ല എന്റെ കൊച്ചിന് വേണ്ടി കഴിക്കടി. അപ്പൊ ഛർദി കഴിക്കത്തില്ല, അപ്പൊ ഞാൻ നിർബന്ധിച്ച് കഴിപ്പിക്കും. അങ്ങനെ കഴിച്ച് കൊച്ചിന് വയറ്റിൽ കിടന്ന് തൂക്കം കൂടി, അതുകൊണ്ടാണ് പ്രസവിക്കാത്തത്. അപ്പൊ ഡോക്ടർ പറയാ, ഇയാൾ കൊച്ചിനെ വയറ്റിയിട്ട് വളർത്തി, അതാ ഈ കുട്ടി രാവിലെ ലേബറിൽ കയറി പ്രസവിക്കാത്തത്. എനിവേ അപ്പൊ ഞാനിങ്ങനെ എല്ലാവരും അമ്മയുടെ കൊണ്ടേ കൊടുത്തു. അമ്മ ചേച്ചിമാരെല്ലാം കൊച്ചിനെ എടുത്തു. അപ്പൊ കണ്ണടച്ച് തന്നെ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ എന്റെ ഇത് കൊണ്ടു തന്ന്, ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടു തന്ന് ശാമുലൂട്ടി എന്ന് വിളിച്ചു അവൻ കണ്ണു തുറന്നേക്ക്. അപ്പൊ ആൾക്കാർ പറയും, ഇത്രയും നേരം ഈ കൊച്ചു ഞങ്ങളെല്ലാവരും നുള്ളി പാച്ചിട്ട് പോലും കണ്ണു തുറന്നില്ല. ആ കൊച്ചു ഇപ്പൊ കണ്ട അവന്റെ അപ്പന്റെ ശബ്ദം കേട്ടപ്പോ അവൻ കണ്ണു തുറന്ന് നോക്കുന്നുണ്ടോ. അങ്ങനെ എന്റെ കുഞ്ഞിപ്പോൾ എല്ലാ ബുദ്ധിയും ജ്ഞാനവും കൊണ്ട് അവന് BCom കഴിഞ്ഞ് നാട്ടിലെ SIP ഒരു കോഴ്സ് കഴിഞ്ഞു. ഇപ്പൊ കാനഡയിൽ HR എന്ന് പറഞ്ഞ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞു. അവന് ഗ്രാജുവേഷൻ ആണ് വരുന്ന അടുത്ത മാസം. അങ്ങനെ ബുദ്ധിയുണ്ട്, ജ്ഞാനമുണ്ട്, അവൻ പാട്ടുകൾ പാടും, കീബോർഡ് വായിക്കും, വർഷിപ്പ് ചെയ്യും. രണ്ട് ആൺകുഞ്ഞുങ്ങളാണ് എനിക്കുള്ളത്. 2 പേരും കർത്താവിന്റെ വേലയിൽ എന്നോട് കൂടെ 2 പേരും കർത്താവിന്റെ ടാലന്തുകൾ നൽകിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞതിന് ശേഷം കർത്താവിന് വേലയ്ക്കായിട്ട് പോകാനായിട്ട് ഞങ്ങൾ കടന്നുപോയത് എറണാകുളത്താണ്. ഞങ്ങൾ ആദ്യം തോപ്പുംപടിക്കടുത്ത് മുണ്ടൻവേലിയാണ് ആദ്യം ഞങ്ങൾ പ്രവർത്തനം തുടങ്ങിയത്, അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ. അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് തൃശ്ശൂർ ജില്ലയിലെ ചന്ദ്രാപ്പിന്നി എന്ന് പറഞ്ഞ സ്ഥലത്ത് കടന്നു വന്നു. കൊടുങ്ങല്ലൂർ അമ്പലത്തിനും ഗുരുവായൂർ അമ്പലത്തിനും നടുക്കുള്ള ഒരു സ്ഥലം, മണത്തറപ്പുറ അടുത്തുള്ള ഒരു ചന്ദ്രാപ്പിന്നി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെ ഞങ്ങൾ 8 വർഷത്തോളം പ്രവർത്തിച്ചു. 2005 ഈ കാലയളവിലെല്ലാം പാട്ടുകൾ ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരുന്നു. ഡോക്ടർ പറഞ്ഞ എന്റെ നോട്ടത്തിൽ കുഴപ്പമില്ല, ഈ കുഞ്ഞിന് ഒരു ദോഷമില്ലാതെ നല്ല തൂക്കമുള്ള കുഞ്ഞിനെ കർത്താവിന്റെ കൈ കൊണ്ടുവന്നപ്പോൾ കർത്താവ് എനിക്കൊരു പാട്ട് തന്നു. പ്രാർത്ഥനയാലൊന്നും
മനസ്സലിവുള്ളവൻ കരുണാമയനേശു നൽകിടും സകലതും താൻ. പ്രാർത്ഥന കേൾക്കുന്നോനേ, എൻ യാചന നൽകുന്നോനേ, കണ്ണീരു കാണുന്നോനേ, യേശുവേ നല്ലിടയാ. അപ്പോ കർത്താവ് അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കി വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എനിക്ക് തന്ന നല്ല വരികളാണ്. ആ പാട്ട് ഞാൻ എറണാകുളത്ത് പ്രവർത്തിക്കുമ്പോൾ മാറാനാഥ എന്നൊരു കാസറ്റ്, എറണാകുളത്ത് ടോമിൻ തച്ചങ്കരിയുടെ സ്റ്റുഡിയോ ആണ് റെക്കോർഡ് ചെയ്യുന്നത്. ആൽബർട്ട് വിജിനാണ് ഇതിന്റെ ഓർക്കസ്ട്രേഷൻ ചെയ്യുന്നത്. ഷിബു ആൻഡ്രൂസ്, അദ്ദേഹത്തെ നന്ദിയോട് ഓർക്കുകയാണ്. അദ്ദേഹം അയർലൻഡിലാണ്. അദ്ദേഹമാണ് ഈ കാസറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, മാറാനാഥ എന്ന കാസറ്റ്. കുറെ നാൾക്ക് ശേഷം അടുത്തൊരു ആൽബം ഞങ്ങൾ ചെയ്യുകയാണ്. അപ്പൊ അതിനകത്ത് ഞാൻ അതിനിടയ്ക്ക് എഴുതിയ ഈ ആത്മയാത്രയെ വെച്ചും ഇവിടെ വെച്ചും എഴുതിയ ഒരുപാട് പാട്ടുകൾ എന്റെ കയ്യിൽ ഇങ്ങനെ കളക്ട് വെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട 10 പാട്ട് തിരഞ്ഞെടുത്തു. അതിനകത്ത് ഒരു പാട്ട് ഇതാണ്, ഈ പ്രാർത്ഥന കേൾക്കുന്നു. ഞാൻ തന്നെയാണ് അത് പാടിയിരിക്കുന്നത്. അതിന്റെ പ്രൊഡ്യൂസർ ഷിബു ആൻഡ്രൂസ് എറണാകുളം താമസിക്കുന്ന അവരുടെ കൂട്ടത്തിൽ 5 ചെറുപ്പക്കാർ താമസിക്കുന്നതാണ്, പഠിക്കാൻ വന്നിരിക്കുന്നവരാണ്. ഇപ്പൊ സാബു എന്ന് പറയുന്ന കായംകുളത്ത് കറ്റാനത്തുള്ള സാബു തോമസ്, മംഗലപ്പള്ളി സാബു തോമസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ആപ്ടെക് എന്ന് പറഞ്ഞ അന്നത്തെ, അവന്റെ അമ്മയും അപ്പനും അമേരിക്കയിലാണ്, അറ്റ്ലാന്റയിൽ കമ്പ്യൂട്ടർ കോഴ്സ് പഠിക്കുകയാണ്. അപ്പൊ ഈ ജോയിന്റ് ആയിട്ട് ഈ ഭവനത്തിൽ താമസിച്ച് ഇവർ പഠിക്കുകയാണ്. ജോലി ചെയ്യുന്നവരും പഠിക്കുന്നവരൊക്കെ ഒരു വീട് വാടക എടുത്തിട്ട് 5-6 പേര് താമസിക്കുകയാണ്. അപ്പൊ ഈ ഷിബു എന്നോട് പറഞ്ഞിങ്ങനെ റൂമിൽ വന്നിച്ച് പോകാൻ തോന്നി. അപ്പം ഈ സ്റ്റുഡിയോയിലേക്ക് ഇവര് റെക്കോർഡിങ്ങിനായിട്ട് വന്നപ്പോൾ ഇപ്പൊ ഈ പ്രാർത്ഥന കേൾക്കുന്നവനെ എന്നുള്ള പാട്ട് ഈ സാബു പാടുന്ന കേട്ടു. അത് കഴിഞ്ഞ് റൂമിലേക്ക് വരാൻ പറഞ്ഞു. റൂമിൽ ചെന്നു ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും പോയി കിടന്നുറങ്ങി. പിറ്റേ ദിവസം ജോലിക്ക് പോകണം. അപ്പൊ ഞാൻ ഈ സാബുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അദ്ദേഹം എന്നോട് ഇങ്ങനെ ഞാൻ ചെന്നപ്പോ അവനിങ്ങനെ ചൂടൊക്കെ വെച്ച് നടുവിന് ചൂട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. മെഡിക്കൽ ടെസ്റ്റിലെ ട്രീറ്റ്മെന്റ് ആണ്. നടുവേന വർഷങ്ങളായിട്ടുണ്ട്. ഭയങ്കര പെയിനാണ്. രാവിലെ ഈ ചൂട് വെക്കാതെ എഴുന്നേറ്റ് പോകാൻ പോലും പറ്റത്തില്ല. അങ്ങനെ ഒരു ഇതാണ്. അപ്പൊ ഞാൻ അവനുമായിട്ട് ഇങ്ങനെ ഒന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ഞങ്ങൾ രാത്രി എല്ലാവരും ഉറങ്ങുന്ന 2 മണി വരെ എന്റെ അനുഭവങ്ങളും പാട്ട് എഴുതുന്ന അനുഭവങ്ങളും യേശു ആരാണെന്നും യേശുവിനെ, അവനും ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതാണ്, പക്ഷെ യേശുവെന്ന് അറിയത്തില്ല. എല്ലാ ചെറുപ്പക്കാരുടെ മേഖലയിൽ പോയി അങ്ങനെ ജീവിക്കുന്ന ഒരു പാപം ചെയ്ത് ജീവിക്കുന്ന ഒരു സമയം ഞാൻ 2 മണി വരെ അദ്ദേഹത്തോട് യേശുവിനെ കുറിച്ചും ക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷയും സമാധാനവും സന്തോഷവും സൗഖ്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. രാത്രി 2 മണിക്ക് അവൻ മുട്ടുകുത്തിട്ട് പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പ്രത്യേകിച്ച് എന്റെ നടുവേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് 2 മണിക്ക് പ്രാർത്ഥിച്ചു. അന്ന് കിടന്നുറങ്ങി. നേരം വെളുത്ത് ചൂട് വെക്കേണ്ട കാര്യം വന്നില്ല. ആ സാബുവിന് അത്ഭുതകരമായി അതവന് ഭയങ്കര ചേഞ്ച് ആക്കി. പെട്ടെന്ന് കായംകുളത്ത് കറ്റാണത്ത് ആ കോയിക്കച്ചെന്ന പുറകോട്ട് പോകുമ്പോൾ മംഗലപ്പള്ളി നിന്നാണ് വീട്ടുകാർ. അപ്പൊ പെങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, വല്യമ്മ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു പാസ്റ്റർ അവിടെ വന്നു, പ്രാർത്ഥിച്ചു, കർത്താവ് അത്ഭുതമായി സൗഖ്യം തന്നു എനിക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലൊന്ന് ഞങ്ങളുടെ വീട് അടച്ചിട്ടേക്കാണ്, അപ്പോൾ ഞാൻ ഇവിടെ ആയതുകൊണ്ട് പെങ്ങളെ കെട്ടിച്ചു വിട്ടു, അപ്പൊ അവിടെ ഒന്ന് വന്ന് നമുക്കൊരു പ്രാർത്ഥിക്കാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ എല്ലാ ബുധനാഴ്ച അവിടെ കുറെ അടുത്തുള്ള മദ്യപാനികളായിട്ടുള്ള ഇവന്റെ കൂടെ കൂട്ടുകൂടി നടന്ന കുറെ പേര് വരും. അവിടെ എല്ലാ ബുധനാഴ്ച പോയി ഞങ്ങൾ ബൈബിൾ ക്ലാസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവിടെ തൊട്ടടുത്ത് ചർച്ച് ഓഫ് ഗോഡിന്റെ ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ എറണാകുളത്ത് നിന്ന് പോയി ബൈബിൾ ക്ലാസ് എടുക്കും. ഇവന്റെ കൂട്ടുകാരായുള്ള കുടിയന്മാരെല്ലാം വന്നു, അവരുടെ ഭാര്യമാരും ഇവരൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ അവിടെ ഒരു നല്ലൊരു ഗ്രൂപ്പ് അവിടെ ക്രിസ്തുവിലേക്ക് വന്നു. ഞാൻ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുന്ന ദേവദാസന്മാരാകും. ഇപ്പോഴും ചർച്ച് ഓഫ് ഗോഡിന്റെ ഒരു സഭ കായംകുളം കറ്റാനത്ത് ഇവരുടെ വീട്ടിൽ തന്നെയാണ് ഉള്ളത്. ഈ ഒരു പാട്ടിൽ കൂടെയാണ് ആ സഭയുണ്ടായത്. 75ഓളം ആ പാട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വന്ന കത്തോലിക്കനായ കാസറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക വന്ന ഒരു ചെറുപ്പക്കാരൻ കീഴത്തുള്ള അവർ കുടുംബമായിട്ട് വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. ആ പാട്ടിലൂടെ ആ ആൽബത്തിലൂടെ ഏകദേശം ഒരു 75 പേരോളം ഈ സാബുവിന്റെ പെങ്ങള്, സാബുവിന്റെ അയൽവക്കത്തുള്ളവര്, അങ്ങനെ കുറെ പേര് കൂട്ടമായിട്ട് വിശ്വാസത്തിലേക്ക് വന്നു. അങ്ങനെ വന്ന് എൻ്റെ കൂടെ 20 ദിവസം, അന്ന് ഒത്തിരി കൺവെൻഷൻ പാടാനായിട്ട് പോകുന്ന എല്ലാം ഈ സാബു എൻ്റെ കൂടെ വരും.
അമേരിക്കയിലാക്കുന്ന അമ്മയും അപ്പനും എന്നെ വിളിച്ച് ഫോണിൽ കൂടെ വളരെ ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കും, എന്റെ മകനെ നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഞാൻ പറഞ്ഞു, അവൻ അവൻ നശിപ്പിക്കുകയല്ല, അവൻ ക്രിസ്തുവിനെ അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറയണം. അവരെല്ലാ മാസം 25,000 രൂപ അയച്ചു കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അവരെങ്ങനെയാ ജീവിക്കുന്നത് നിങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ ഇപ്പോൾ അവൻ നല്ലൊരു മനുഷ്യനായി, നല്ലൊരു മകനായി, അവൻ നല്ല ഒരു ദൈവവിശ്വാസിയായി എന്നൊക്കെ ഞാൻ പറയും. അവൻ എൻ്റെ കൂടെ വീട് കയറി ട്രാക്ട് കൊടുക്കാനും ഒക്കെ എൻ്റെ കൂടെ പോരും. അവസാനം കാഞ്ഞിരപ്പള്ളി ഒരു മീറ്റിങ്ങിന് മനുമേനം പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം ക്രിസ്തു ദൈവ വേലയ്ക്കായിട്ട് സമർപ്പിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാൻ അദ്ദേഹത്തിന് സുവിശേഷ വേലയ്ക്ക് പോകാൻ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ അദ്ദേഹം സുവിശേഷ വേലയ്ക്കായി സമർപ്പിച്ചു. മണക്കാലയിൽ പോയി അദ്ദേഹം ദൈവവചനം പഠിച്ചതിന് ശേഷം ഇപ്പോൾ ലക്നൗ എന്ന് പറഞ്ഞ സ്ഥലത്ത് സാബു, അദ്ദേഹം ഇപ്പോൾ ഒരു അഡ്വക്കേറ്റും കൂടിയാണ്. അദ്ദേഹം അവിടെ പ്രവർത്തിക്കുകയാണ്. ഒരു വലിയ അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും വർഷിപ്പൊക്കെ ചെയ്യാൻ നമുക്ക് ഓൺലൈനിൽ കാണാറുണ്ട്. അങ്ങനെ സാബുവിന്റെ മാതാപിതാക്കൾ വളരെ ദേഷ്യമായി. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കൈകോർത്ത് പ്രാർത്ഥിക്കും. രണ്ടുപേര് ഐകമത്യപ്പെടുന്ന ഏതൊരു വിഷയത്തിനും ഞാൻ മറുപടി തരാമെന്ന് കർത്താവ് പറഞ്ഞതാണ്. നമുക്ക് വേണ്ടി ചങ്ക് പൊളിച്ച് ചോര ഊറ്റി തന്ന യേശു പറഞ്ഞതാണ്, മനുഷ്യൻ പറഞ്ഞതല്ല. രണ്ടുപേര് ഭൂമിയിൽ വെച്ച് ഐകമത്യപ്പെടും. അപ്പൊ ഞാൻ സാബും കൈകോർത്ത് പിടിച്ച് ഇങ്ങനെ പറയും, വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞ് പ്രാർത്ഥിക്കും. കർത്താവെ, അമേരിക്കയിൽ നിന്ന് അവര് ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പേ കർത്താവെ സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ട് ദൈവത്തെ ആരാധിച്ച് മടങ്ങി വരാൻ. അതുപോലെ തന്നെ പ്രിയരെ, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, ഇത് ഞാൻ ഈ പേരും അഡ്രസ്സും വീട്ടുപേരും കൂടെയല്ലേ ഈ പറയുന്നത്. അദ്ദേഹം അവര് രണ്ടുപേരും ഞങ്ങൾ മെയിലിൽ അന്ന് കമ്പ്യൂട്ടർ സെന്ററിൽ ഇന്റർനെറ്റ് കഫേ പോയി മെയിലിൽ പോയി അവിടെയുള്ള ചർച്ചിന്റെ അഡ്രസ്സ് എടുത്ത് സാബു മെയിൽ അയക്കും. ഇങ്ങനെ എൻ്റെ പപ്പ മമ്മോട് ജോലി ചെയ്യുന്നുണ്ട്, അവരെ കാണണം. ചുരുക്കി പറഞ്ഞാൽ അവര് വിശ്വാസത്തില് ഈ ഒരു മാറാനാഥ എന്നുള്ള ആൽബത്തിൽ കൂടെ 75-ലധികം പേര് ക്രിസ്തുവിലേക്ക് വന്നു ഈ ഒറ്റ പാട്ടിലൂടെ. ആ പാട്ടിലൂടെ വിശ്വാസത്തിലേക്ക് വരാനുള്ള കാര്യം എന്റെ കഴിവോ ഞാൻ വലിയ സംഗീതജ്ഞനോ ആയതുകൊണ്ടല്ല, അങ്ങനെ എന്നെ ഉയർത്താൻ വേണ്ടി പറയുകയല്ല. എന്റെ ദൈവം സർവശക്തനും, അവൻ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, അവൻ വഴിയിലിട്ടേച്ച് പോകുന്ന ഒരു ദൈവം അല്ലെന്ന് ഉറപ്പ് ഉണ്ടാകാൻ വേണ്ടി ഞാൻ ഇത് പറയുന്നെന്നുള്ളൂ. കാരണം ആ പാട്ട് എൻ്റെ കുഞ്ഞിനോടുള്ള ബന്ധത്തിൽ ഞാൻ എഴുതി. ആ പാട്ട് ഞാൻ റെക്കോർഡ് ചെയ്യാൻ പോകുമ്പോൾ തന്നെ കർത്താവ് അതിലൂടെ ഒരുപാട് ദൈവപ്രവർത്തി ചെയ്യാനാണ്. തുടർന്ന് ഞങ്ങൾ ചന്ദ്രാപ്പനി എന്ന് പറഞ്ഞ സ്ഥലത്ത് കടന്നു വന്ന് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങിയ സമയം 2005 എല്ലാം നിന്ദാനം എന്ന് പറഞ്ഞ ഒരു അന്ന് CD ആയി തുടങ്ങി. ആ സമയത്തൊക്കെ ഒരു അജി എന്ന് പറയുന്ന ഒരു ദുബായിലുള്ള ഒരു ബ്രദറുണ്ട്, അദ്ദേഹത്തെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. അങ്ങനെ എല്ലാം നിന്ദാനം, അതിനകത്ത് ഒരുപാട് ഗായകർ പാടിയിട്ടുണ്ട്. അങ്ങനെ അതിനകത്തൊരു പാട്ടുകൾ എഴുതാൻ, സംഗീതം ചെയ്യാൻ കൃപ ദൈവം എനിക്ക് നൽകി. അങ്ങനെ ആ ചന്ദ്രാപ്പനി പ്രവർത്തിക്കുന്ന സമയത്താണ് ഒരുപാട് ആൽബങ്ങൾ, CD പുറത്തിറങ്ങാൻ കർത്താവ് എന്നെ സഹായിച്ചു. ഈ ഒരു കൂട്ടായ്മ അല്ലാതെ രണ്ടാമതൊരു ക്രിസ്തീയ പ്രവർത്തനം ആ ഏരിയയിലില്ല. നിങ്ങൾ നോക്കി, കൊടുങ്ങല്ലൂർ അമ്പലത്തിന്റെ അവിടെ നിന്ന് ബസ് കയറി ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ ആ പരിസരങ്ങൾ മുഴുവൻ ഒന്നും ഒരു സുവിശേഷ പ്രവർത്തനങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഏരിയയിലാണ്. ഒരുപാട് എതിർപ്പുകൾ ഓരോ ആരാധനയിലും, ഹാൻഡവരായിട്ടുള്ള അല്ലെങ്കിൽ അക്രൈസ്തവ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒത്തിരി പേര് വിശ്വാസാനുഭവത്തിലേക്ക് കടന്നു വന്നു. ഞങ്ങൾ പരസ്യവും നടത്തുകയും വീട് കയറി ഇറങ്ങി യേശുവിനെ കുറിച്ച് മദ്യപാനികളായിട്ടുള്ള അങ്ങനെ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 2005 ഞങ്ങളൊരു വീട്ടിൽ കയറി പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇങ്ങനെ പോരുന്ന സമയത്ത് ഇങ്ങനെ സുവിശേഷത്തെ ഇഷ്ടമല്ലാത്ത ആളുകൾ എല്ലായിടത്തും ഉണ്ട്. അത് അവരിഷ്ടപ്പെടാത്തതിന്റെ ഒരു കാര്യം അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയാണ്. അപ്പോൾ ഞങ്ങൾ അതിനുവേണ്ടി കൂടുതലായിട്ട് പ്രാർത്ഥിക്കും. അവരെ ഈ സമാധാനത്തിന്റെ പാതയിലേക്ക് ദൈവം അവരെ നയിക്കും. അപ്പൊ ഒരു വാണിംഗ്, ഈ ദേശം വിട്ട് പൊക്കോണം, അങ്ങനെ നിനക്ക് കത്തിക്കും, അങ്ങനെ ഭയങ്കര ഒരു വാണിംഗ്, കൊല്ലുമെന്നുള്ളൊരു വാണിംഗ് ഉണ്ടാകിടയും. ഒരു വെള്ളിയാഴ്ച ദിവസം വീട്ടിൽ വന്ന് ഞങ്ങളിങ്ങനെ 3 ദിവസം ഉപവാസം പ്രാർത്ഥിക്കാൻ തുടങ്ങി. വെള്ളിയാഴ്ച ദിവസം ദൈവം ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ട് ദൈവം നമ്മൾ മിണ്ടാത്ത ദൈവമല്ല, സംസാരിക്കുന്ന ദൈവമാണ്. ശനിയാഴ്ച രാവിലെ ഞാൻ 9 മണിക്ക് ഹാളിൽ ഇരുന്ന് ഇങ്ങനെ അഭിഷേകത്താന്ന് പറഞ്ഞ അന്യഭാഷ ഇങ്ങനെ ആരാധിച്ച് ദൈവമക്കൾ വരുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ദൈവശബ്ദം എൻ്റെ മുറിയിൽ ഇറങ്ങി വന്നു. ശരിക്കും എൻ്റെ ചെവി കൊണ്ട് ഞാൻ കേട്ട ദൈവശബ്ദം, നിന്നെ ഞാൻ അപ്പൊ എൻ്റെ പ്രാർത്ഥന ഇതാണ്, ഒറ്റ വിഷയമാണ് ഫോക്കസ് ചെയ്യുന്നത്. കർത്താവ്, എൻ്റെ പ്രാർത്ഥന വിഷയം അതാണ്. വരുന്നവർ ഒത്തിരി പേര് പ്രാർത്ഥിക്കും, കർത്താവ് 90 ദിവസങ്ങളിൽ ഇവിടുന്ന് പോകണോ, അതെയോ ഇവിടെ കിടന്ന് ചാരമാകണോ, എന്താണ് അങ്ങയുടെ ഇഷ്ടം, എന്താണ് എൻ്റെ ചെറുപ്രായം, കുഞ്ഞുങ്ങളൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളാണ്, അപ്പൊ എന്താണ് കർത്താവ് അവിടുത്തെ ആഗ്രഹം, അവിടുന്ന് എന്നോട് എന്തായാലും ഇങ്ങോട്ട് അയച്ചത് ദൈവമാണെങ്കിൽ, ദൈവം പറയാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല. പക്ഷെ ഇവിടെ കിടന്ന് എൻ്റെ ലൈഫ് തീരുകയാണെങ്കിലും എനിക്കത് നിരാശയില്ല കർത്താവ് എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്ത് ഭയങ്കര ദൈവശബ്ദം ഞങ്ങൾക്ക്, നിന്നെ ഞാൻ ഒരിക്കലും കൈവിടുകയില്ല,
കൺമണി പോലെ ഞാൻ നിന്നെ സൂക്ഷിക്കും, പരിപാലിക്കും. ചതഞ്ഞ ഓട ഒടിക്കുകയില്ല, പുകയുന്ന തിരക്കെടുത്തുകയില്ല. അടുത്ത വരി ഇങ്ങനെയാണ്: കൊടിയതായി വരുന്നതാം പ്രതികൂലത്തിൽ, വരാൻ പോകുന്ന കൊടിയ പ്രതികൂലത്തിൽ ഞാൻ നിന്നെ കരങ്ങളിൽ വഹിക്കും. ഇങ്ങനെയുള്ള ദൈവശബ്ദം ഞാൻ കേട്ട് ഇങ്ങനെ കണ്ണു തുറക്കാൻ പറ്റാത്ത ഒരു ദൈവ സാന്നിധ്യം. ഇത് പറയുമ്പോൾ എന്റെ ശരീരത്തിൽ ആ ദൈവ സാന്നിധ്യം ഇപ്പോൾ ഞാൻ അനുഭവിക്കുകയാണ്. കണ്ണു തുറക്കാൻ പറ്റാത്തൊരു ദൈവ സാന്നിധ്യം ആ റൂമിൽ ഇറങ്ങി വന്നു. ആ വിശ്വാസികൾ ആരുമില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ഇത് ഉറക്കെ പാടാൻ തുടങ്ങി, ഈ വരികൾ ഇത് മാത്രം. അപ്പൊ വൈഫ് അടുക്കളയിൽ നിന്ന് വന്ന് നോക്കി, ആരുമില്ല, ഒരു പുതിയ പാട്ടാണല്ലോ എന്നൊക്കെ. അപ്പൊ ഞാൻ കണ്ണടച്ച് നിന്ന് പാടിക്കൊണ്ടിരിക്കാം. നിന്നെ അവൻ ഒരിക്കലും കൈവിടുകില്ല, വാക്കു പറഞ്ഞ കർത്തൻ മാറുകില്ല. ഞാൻ ചോദിച്ചു, 90 ദിവസം ഇവിടുന്ന് പോകണോ അത് ഇവിടെ കിടന്ന് കത്തി ചാരമാകണോ എന്ന് ചോദിക്കുമ്പോൾ ദൈവം ഉണ്ട് പറയാ, മാന് ഞാൻ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല. ദൈവമക്കളെ, കൈവിടാത്ത ദൈവത്തെ സേവിക്കാൻ നമുക്ക് ലഭിച്ച ഭാഗ്യം എത്ര വലുതാണ്. അപ്പം കൈവിടും, അമ്മ കൈവിടും, ആശുപത്രിക്കാർ കൈവിടും, നാട്ടുകാർ കൈവിടും, ഫ്രണ്ട്സ്, റിലേറ്റീവ്, നീ ആശ്രയം വെച്ചിരിക്കുന്ന സകലരും നിന്നെ കൈവിടും. ഇവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്താൽ മതി, 2 ദിവസം കിടന്നാൽ മതി, 3-ാമത്തെ ദിവസം ഡിസ്ചാർജ് ചെയ്യാം എന്ന് പറഞ്ഞ് ആ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ അഡ്മിറ്റ് ചെയ്യുന്ന പേഷ്യന്റിനെ പെട്ടിക്കകത്താണ് കയറ്റി വിടുന്നത്. എൻ്റെ അടുത്തുള്ള ഒരു സഹോദരിയെ ലക്ഷൂർ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു, ക്യാൻസർ വന്നിട്ട് 40 ദിവസം അവിടെ കിടന്നു. അല്ലെങ്കിൽ സ്തോത്രം, 20-ലധികം ലക്ഷത്തോളം രൂപ ചെലവാക്കി 40-ാമത്തെ ദിവസം ബോഡിയാണ് തിരിച്ചു കൊണ്ടുവന്നത്. പ്രിയമുള്ളവരെ, പണം കൊടുത്താൽ വീട് കിട്ടും, പണം കൊടുത്താൽ വീട് പണിയാം, പണം കൊടുത്താൽ പുസ്തകം വാങ്ങിയാം, പണം കൊടുത്താൽ നമുക്ക് ട്രീറ്റ്മെന്റ് വാങ്ങാം, മരുന്ന് വാങ്ങിക്കാം, ആശുപത്രി പോകാം. സൗഖ്യം ഉറപ്പല്ല, സമാധാനം ഉറപ്പല്ല, സന്തോഷം ഉറപ്പല്ല. ഇതെല്ലാം തരുന്നത് ഒരേ ഒരു വ്യക്തി ഈ ഉലകത്തിൽ, ആ ജീവനുള്ള, നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന ഏതൊരു പ്രയാസത്തിന്റെയും പ്രതിസന്ധികളുടെ നടുവിൽ നമ്മെ സഹായിക്കാൻ ഇറങ്ങി വരുന്നത് ജീവനുള്ള ദൈവമായ കർത്താവ് മാത്രമാണ്. അവനാണ് സമൃദ്ധിയായ ജീവൻ, സമൃദ്ധി. ഐ ആം ദ റാഫ എന്ന്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവം എന്നാണ്. ഞാൻ ആ പാട്ട്, ഈ 2 സ്റ്റാൻസ ദൈവം എനിക്ക് അത് നൽകി. അത് തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതൊരു ജയത്തിന്റെ പാട്ടാക്കി മാറ്റാം. അത് നിരാശയുടെ വാക്കല്ലല്ലോ കർത്താവ് പറഞ്ഞത്. ഞാൻ നിന്നെ മോനെ ഒരിക്കലും കൈവിടില്ല എന്ന് പറഞ്ഞാൽ, നീ ഇവിടെ സ്ട്രോങ് ആയിട്ട് നിന്നാൽ മതി, ബി സ്ട്രോങ്, നീ ഇവിടെ നിന്നാൽ മതി, ഞാൻ നിന്നെ കൈവിടില്ല. കൺമണി പോലെ കൊടിയതായി വരുന്ന വളരെ വലിയ പ്രതികൂലത്തിന്റെ ഒരു വാണിംഗ് ആണ്. അപ്പം കൊടിയതായി വരുന്നത്, അതുകൊണ്ടാണ് ആ വരി അങ്ങനെ ദൈവം എനിക്ക് തന്നത്. ഈ 2 സ്റ്റാൻസ വന്നപ്പോൾ ഞാൻ ഇത് ഉല്ലാസത്തിന്റെ പാട്ടാക്കാൻ പറ്റി. എന്റെ ഫസ്റ്റ് വല്ല എങ്ങനെ എല്ലാവരും പാടി ആരാധിക്കുന്ന ഒരു പാട്ടാണ്. ഉന്നതനു പാടാം, സ്തോത്രഗീതം പാടാം, ആത്മാവിൽ നിറഞ്ഞു ആരാധിച്ചിടാം. ഉന്നതനു പാടാം, സ്തോത്രഗീതം പാടാം, ആത്മാവിൽ നിറഞ്ഞു ആരാധിച്ചിടാം. അസാധ്യമായൊന്നും എൻ ദൈവത്തിനില്ല, സാധ്യമായി തീരും ആരാധനയിങ്കൽ. അസാധ്യമായൊന്നും എൻ ദൈവത്തിനില്ല, സാധ്യമായി തീരും ആരാധനയിങ്കൽ. അങ്ങനെയാണ് ആ പാട്ട്. ഈ ഫസ്റ്റ് 4 വരി എഴുതാൻ ഇങ്ങനെ എഴുതാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവിനോട് പറഞ്ഞു, നിന്നെ ഞാൻ കൊടിയതായി വരുന്ന പ്രതികൂലത്തിൽ നിന്റെ ജീവിതം തീർന്നിട്ടില്ല, നിന്നെ ഞാൻ സഹായിക്കും, എൻ്റെ ഉള്ളംകൈയിൽ വഹിക്കും, പ്രത്യേകിച്ച് ഞാൻ നിന്നെ കൺമണി പോലെ സൂക്ഷിക്കും. അതുകൊണ്ട് ദൈവം എന്നോട് പറഞ്ഞു, നീ എന്നെ അങ്ങ് ആരാധിച്ചാൽ മതി, നീ എന്നെ അങ്ങ് സ്തുതിച്ചാൽ മതി. ആ ഒരു വേർഡ് എൻ്റെ ഹൃദയത്തിൽ വന്നപ്പോഴാണ് ഞാനും അസാധ്യമായി ഒന്നും എൻ ദൈവത്തിനില്ല, സാധ്യമായി തീരും ആരാധനയെങ്കിൽ. പൗലോസ് പ്രസംഗിച്ചപ്പോൾ നടക്കാത്ത അത്ഭുതം നടന്നത് പാടിയപ്പോഴാണ്. പ്രാർത്ഥിച്ചു പാടി ദൈവത്തെ സ്തുതിച്ചപ്പോഴാണ് ഇരുമ്പ് ഗേറ്റുകൾ തുറന്നത്. കാരാഗ്രഹത്തിന്റെ എല്ലാം ഇരുമ്പ് ഗേറ്റുകളും തനിയെ തുറന്നത്. പ്രമാണി വന്ന് മുട്ടുകുത്തിയത്. ആ രാത്രിയിൽ തന്നെ ഒരു പാട്ട് പാടിയപ്പോൾ ഒരു കൂട്ട വിടുതൽ കാരാഗ്രഹത്തിന്. അപ്പൊ ആരാധനയുടെയും സ്തുതിയുടെയും പ്രാർത്ഥനയുടെയും നടുവിൽ അല്ലെങ്കിൽ വാണിങ്ങുകൾ പിശാച് കൊണ്ടുവരട്ടെ, തകർച്ചകൾ കൊണ്ടുവരട്ടെ, അല്ലെങ്കിൽ എന്ത് പ്രതിസന്ധി, അതിന്റെ നടുവിൽ ഒരു കരകയറ്റം നമുക്കുണ്ട് എന്ന് അതിൽ ദൈവാത്മാവ് എന്നെ പഠിപ്പിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് ഇപ്പോഴും താങ്ക്സ് പറയാറുണ്ട്. അവരങ്ങനെ എന്നെ വാണിംഗ് തന്നില്ല, ഞാൻ ഈ പാട്ട് എഴുതത്തില്ലായിരുന്നു. അപ്പൊ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ ബ്ലാക്ക് സ്പോട്ടുകളും, എല്ലാ പ്രതിസന്ധികളും നമ്മെ തകർക്കാനല്ല, നമ്മെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ കടന്നു പോകുന്ന ഇപ്പൊ ഇസ്രായേൽ ജനത്തിന്റെ പിന്നിൽ ഫറവോന്റെ സൈന്യം ഉഷാറായിട്ട് നിന്നത് കൊണ്ടാണ് ആ ചെങ്കടൽ തുറന്നു
കടന്നതും അവർ അക്കരെ കടന്നതും അവരുടെ കണ്ണുകൊണ്ട് തന്നെ പിശാച് അതിന് വരുന്ന പ്രവൃത്തികൾ കാണാനും ഇടയായത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ശോധനകളായി, രോഗങ്ങളായി, നഷ്ടങ്ങൾ, കഷ്ടം ഇതെല്ലാം നമ്മളെ നശിപ്പിക്കാനല്ല, നമ്മളുടെ പദവി അപ്ഗ്രേഡ് ചെയ്യാൻ, പദവി മാറ്റാൻ വേണ്ടിയാണ്, നമ്മളെ മറ്റൊരു മണ്ഡലത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഒരു രാത്രി മുഴുവൻ വീശിയിട്ട് ഒന്നും കിട്ടാത്ത ശീമോൻ ഹല്ലേലൂയ നിൽക്കുമ്പോൾ ആ പടകിൽ യേശു കടന്നു വന്നു. യേശുവിന്റെ സാന്നിധ്യം ഇറങ്ങി. യേശു അവനുമായിട്ട് സംസാരിച്ചു. അതവൻ കേട്ടു, അതവൻ വിശ്വസിച്ചു, അവൻ അതനുസരിക്കാൻ തയ്യാറായി. അവൻ വായ് കൊണ്ട് അത് തന്നെ ഏറ്റു പറഞ്ഞപ്പോൾ രാത്രി മുഴുവൻ വീശിയില്ല, ഒറ്റ പ്രാവശ്യം വീശിയപ്പോൾ അസാധ്യയുടെ നടുവിൽ പടക് നിറയെ മത്സ്യക്കൂട്ടം കയറി വന്നു. എങ്ങനെ ഇത് സംഭവിച്ചു? എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? 4 കാര്യങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയുകയാണ്. ആ പടകിലിരുന്ന് ഐ ആം ടു ടയേർഡ്, നീ പ്രസംഗിച്ചു തീർന്ന് നീ പറയുന്ന ഒന്നും കേൾക്കാൻ എനിക്ക് പറ്റത്തില്ല എന്ന് ശീമോൻ പറഞ്ഞില്ല. ആ പടക് തരാമോ? തരാം. അല്ലെ, കർത്താവ് നിന്റെ ഹൃദയമാകുന്ന പടക് ജീവിതത്തെ കാണിക്കുന്നതാണ്. നിന്റെ ജീവിതമാകുന്ന പടക് യേശുവിനായിട്ട് കൊടുക്കുക. നീ ശൂന്യനായിരിക്കും, നീ തകർന്നവനായിരിക്കും, നിനക്ക് ഒന്നുമില്ലായിരിക്കും, നീ അസാധ്യതകളായിരിക്കും നിന്റെ മുമ്പിൽ. നിന്റെ മുമ്പിൽ വേദനകൾ മാത്രമായിരിക്കും. നിന്റെ ഹൃദയം ഓപ്പൺ ചെയ്യൂ, നിന്റെ അധരം തുറക്കൂ, ജീവനുള്ള ദൈവത്തിന്റെ അരികിലേക്ക് വരൂ. അവന്റെ പാദപിടുത്തെങ്കിൽ മുട്ടുമടക്കാൻ നിങ്ങൾ തയ്യാറാകൂ. നിങ്ങൾക്കില്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്നവനാണ് എൻ്റെ ദൈവം. ആ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യം. ആ ശീമോൻ പടവ് കൊടുത്തു. അവിടെ നിന്ന് യേശു പ്രസംഗിച്ചു, അവനത് കേട്ടു. റോമർ 10:17 വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നുവെന്നാണ്. അപ്പം വചനം കേൾക്കുമ്പോൾ ഹൃദയത്തിൽ ഉരുവാകുന്ന വിശ്വാസം നമ്മുടെ മുമ്പിലുള്ള എല്ലാ മൂടുപടങ്ങളും അസ്വസ്ഥതകളും കാർമേഘങ്ങളും എടുത്തു മാറ്റി നമ്മെ ഒരു ഉറപ്പുള്ളവരും ധൈര്യമുള്ളവരും കുലുങ്ങാത്തവരും ഇല്ലാത്തതിനെ കൺകുളിർക്കെ കണ്ട് ദൈവത്തെ സ്തുതിക്കാനും ഹല്ലേലൂയ കഴിയുന്ന ഒരു ദൈവ പ്രവൃത്തികൾ നമ്മുടെ മുമ്പിൽ ഓപ്പൺ ആവുകയാണ്. മലകൾ ഇടിഞ്ഞു മാറുകയാണ്. കാർമേഘങ്ങൾ മാറി മാനം തെളിയുന്നത് പോലെ ഒരു തെളിമയിലേക്ക് നമ്മുടെ ജീവിതത്തെ കർത്താവ് കൊണ്ടുവരികയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇപ്രകാരമാണ്. ഞങ്ങള് ആ വരികൾ ഞാൻ ഇങ്ങനെ ആ ധൈര്യം, നീ എന്നെ അങ്ങ് ആരാധിച്ചാൽ മതി, നീ എന്നെ അങ്ങ് സ്തുതിച്ചാൽ മതി, നീ എന്നെ അങ്ങ് എൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയാൽ മതി, ഞാൻ നിന്നെ കൺമണി പോലെ കാക്കാമെന്നേ ദൈവം പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനു ഭാരപ്പെടുന്നു, നമ്മൾ എന്തിനു വിഷമിക്കുന്നു? അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതി, ഉന്നതനു പാടാം, സ്തോത്രഗീതം പാടാം, ആത്മാവിൽ നിറഞ്ഞ് ആരാധിച്ചിടാം, അസാധ്യമായൊന്നും എൻ ദൈവത്തിനില്ല, സാധ്യമായി തീരും ആരാധനയെങ്കിൽ. അങ്ങനെ അതിന്റെ ഒരു 5 സ്റ്റാൻസ കർത്താവ് എനിക്ക് നൽകി. കീബോർഡുമായിട്ട് പാട്ട് ഞാൻ പൂർണ്ണ രൂപത്തിലാക്കാതിരുന്നപ്പോൾ, കഷ്ടനഷ്ട ശോധനയിൽ തളർന്നിടല്ലേ, കഷ്ടമേറ്റ കർത്തൻ നിന്റെ കൂടെയുണ്ടല്ലോ. അടുത്ത വരി, സർവം നന്മയ്ക്കായി നമുക്കായി ചെയ്യുന്ന നാഥൻ, ദൈവത്തിന്റെ സ്നേഹം അറിഞ്ഞവർക്ക്. അടുത്ത വരി ഇങ്ങനെ എഴുതി, ഹല്ലേലൂയ. എന്നോട് എന്നെ ഒന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടി ദൈവം തന്ന അതിന്റെ അവസാനത്തെ വരികൾ ഇങ്ങനെയാണ്, മായയായ ലോകം നീ വെറുത്തിടുക, നായകന്റെ ദർശനം നീ പ്രാപിക്കുക, സർവശക്തനാണല്ലോ എന്റെ ദൈവമെന്നും വാഗ്ദത്തം നിവർത്തിക്കും ഹല്ലേലൂയ നിശ്ചയമായി. അപ്പൊ മായയായി ലോകം, ഈ ലോകത്തിലുള്ളതെല്ലാം മായയാണ്. അതെല്ലാം ഒന്ന് വിട്ടേച്ച് കർത്താവിന് മുമ്പിൽ കുറച്ചും കൂടി ഉഷാറോടുകൂടെ നിന്നു കൊടുത്താൽ മതി. അവൻ ഓൾമൈറ്റി ഗോഡാണോ, സർവശക്തനാണ്, ഇച്ചിരി ശക്തിയുള്ളവനല്ല, സർവശക്തൻ. അവൻ വാഗ്ദത്തം നിവർത്തിക്കും. നിന്നോട് പറഞ്ഞ വാഗ്ദത്തം 1989 ഓഗസ്റ്റ് മാസം 15-ാം തീയതി താണികുന്നൽ മാത്തച്ചായന്റെ വീട്ടിൽ നിന്ന് ആവർത്തനം 28-1 കൂടെ കേട്ട വചനത്തിൽ കൂടെ ദൈവദാസൻ എന്ന് പറഞ്ഞ പ്രവചന നിവർത്തി ഞാൻ എൻ്റെ ഓരോ മേഖലകളിലും, ഓരോ സ്റ്റെപ്പുകളിലും, ഓരോ ആഴ്ചകളിലും, ഓരോ ദിവസങ്ങളിലും, ഓരോ മണിക്കൂറുകളിലും എനിക്ക് എൻ്റെ കണ്ണുകൊണ്ട് വിശ്വസിക്കാൻ കഴിയാത്ത നിലവാരം, ഇത് ഞാൻ തന്നെയാണോ? ഹല്ലേലൂയ കർത്താവ്, ഇത് എങ്ങനെ സംഭവം? ഞാൻ വാഴക്കുളത്തോടെ ഇറങ്ങി ഇപ്പോൾ എപ്പോഴെങ്കിലും പോകുമ്പോൾ ഞാൻ അവിടെ വണ്ടിയൊക്കെ മാറ്റിയിട്ട് വെച്ച് 3-4 കടയിലൊക്കെ ഇങ്ങ് നടക്കും. അപ്പൊ വന്ന് പരിചയമുള്ള ഒത്തിരി പേര് ഇങ്ങനെ കടന്നു വന്ന് അവര് ചോദിക്കും, ചിലര് ഒരുത്തൻ എന്നോട് ഇങ്ങനെ ചോദിക്കുക, എടാ സാബു, നിനക്ക് ഇത് എങ്ങനെയാടാ ഇതൊക്കെ നിനക്ക് എങ്ങനെയാടാ ഇങ്ങനെ ഒരു മാറ്റം? ഒരു പാട്ട് പാടാൻ എനിക്ക് അവസരമൊക്കെ താടറ. സംഗീതം പഠിപ്പിക്കുന്ന അക്കാഡമിയിൽ പഠിച്ച ഒരു ഗായകനിടയ്ക്ക് എന്നോട് പറയും, ഒരു പാട്ടൊക്കെ എനിക്കും പാടാൻ അവസരം താടറ. ഒന്നുമല്ലാതെ നശിച്ചു കിടന്ന ഒരു കുപ്പയിൽ കിടന്ന എന്നെ അപ്പൊ അവിടെ നിന്ന് എന്റെ കണ്ണ് നിറയും. എനിക്ക് കണ്ണ് നിറയാണ്ട് പറയാൻ പറ്റത്തില്ല. ഞാൻ അവിടെ ഇങ്ങനെ പറയും, സഹോദര, അന്ന് ഞാൻ ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ നിങ്ങൾ എന്നെ കളിയാക്കി, നിങ്ങൾ എന്നെ
എന്താ പറയുന്നത്, നീ നശിച്ച് നടക്കും, നീ തെണ്ടി നടക്കുമെന്ന് എന്നെ സംഗീതം പഠിപ്പിച്ച അധ്യാപക എന്റെ കൂട്ടുകാരെല്ലാം പറഞ്ഞു, നീ വട്ടം കറങ്ങി നടക്കും. അവന്റെ അപ്പന് ഭ്രാന്ത് പിടിച്ചു, അവനും വട്ട് പിടിച്ചു. ഇനി നല്ല ചെറുപ്പക്കാരൻ, നല്ല ഭാവി ഉണ്ടായിരുന്നു, പാട്ടൊക്കെ പഠിച്ചു വരികയായിരുന്നു. അവരെല്ലാം അങ്ങനെ പറഞ്ഞ് എന്നെ ശപിച്ചിട്ടുണ്ട്, നീ തെണ്ടി നടക്കും, നീ വട്ടം കറി. എന്നെ കണ്ട ഒരു, ഞാൻ ചോദിക്കാറുണ്ട് എവിടെ സ്റ്റേജിൽ നിൽക്കുമ്പോ, എന്നെ കണ്ട ഒരു തെണ്ടിയാണെന്ന് തോന്നുന്നു? തോന്നുന്നില്ല. കാരണം നമ്മുടെ ദൈവം തെണ്ടിയാക്കുന്ന ദൈവമല്ല, നമ്മുടെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നിനക്കിത് എങ്ങനെ സാധിക്കുന്നെന്നാ ചോദിക്കുന്നത് എന്നോട് പലരും. ഞാൻ പറഞ്ഞു, എന്റെ കഴിവല്ല സഹോദര, എന്റെ കഴിവല്ല. ഞാൻ ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ ശൂന്യനാണ്, എന്നെ പോലെ പൊട്ടൻ ലോകത്തിൽ ആരും ഉണ്ടായിക്കത്തില്ല. എന്നാൽ എന്റെ ദൈവം സകല ഇതും കഴിയുന്ന ദൈവമാണ്. നമ്മൾ ആള് മാറിയവരെ പോലെ ആക്കാൻ കഴിവുള്ളവൻ. നമ്മുടെ ഫ്യൂച്ചർ, നമ്മുടെ ലൈഫ് അബ്സല്യൂട്ട്ലി ചേഞ്ച് വരുത്താൻ കഴിയുന്ന ദൈവമാണ് കർത്താവായ യേശു. അവന് മാത്രമേ അത് കഴിയൂ. നിങ്ങളുടെ വീട്ടിലെ ഏത് പ്രശ്നം, നിങ്ങളുടെ തലമുറ വിഷയമാകാം, നിങ്ങളുടെ ജീവിതത്തിൽ രോഗമാകാം, ദുഃഖം എന്തുമാകട്ടെ, നിങ്ങളെ മാറ്റം വരുത്താൻ ദൈവത്തിനല്ലാതെ മാറ്റാർക്കും കഴിയുകയില്ല. ഞാൻ ആ പാട്ട് 2005 അത് റെക്കോർഡ് ചെയ്തു. അനേകരുടെ ജീവിതത്തെ ആ പാട്ട് ചലിപ്പിക്കാനിടയായി. തുടർന്ന് ഒരുപാട് 140-ലധികം ഓഡിയോ CD-കൾ, കാസറ്റുകൾ, അതിനുശേഷം യൂട്യൂബിൽ എല്ലാ ദിവസവും റെക്കോർഡിങ്. ഇപ്പൊ ഞാൻ ഇന്ത്യയിലല്ല, വേറൊരു രാജ്യത്താണ്. എല്ലാ ദിവസവും ഇങ്ങോട്ട് പോകുന്നു. കന്നഡ, തെലുങ്ക്, തമിഴ്, പ്രൈസലോ, അങ്ങനെ ഒരുപാട് ഭാഷകളിൽ പാട്ട് എഴുതാൻ, ആ കന്നഡ തെലുങ്ക് പാട്ടുകളെല്ലാം ട്യൂൺ ചെയ്ത് ഈ കഴിഞ്ഞ ദിവസം 6 പാട്ട് റെക്കോർഡ് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കടന്നു വന്നത്. അങ്ങനെ പല ഭാഷകളിൽ സംഗീതം ചെയ്യാൻ. അല്ലെങ്കിൽ കണ്ടാ കൊള്ളില്ലാത്ത, ഞാൻ ആദ്യം മുതൽ ഒരു ഭീകര ജീവിയെ പോലെ ഒന്നും എനിക്ക് ഒരു കല്യാണത്തിനും ഒരു മരിച്ചടക്കത്തിനൊക്കെ പാടാനൊക്കെ പല രാജ്യങ്ങൾ, ഞാൻ തെണ്ടി നടക്കുമെന്ന് എന്നെ പറഞ്ഞവര് കള്ളും കുടിച്ച് കഞ്ചാവും വലിച്ച് പലരും ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോയ സ്ഥാനത്ത് ഒരു കഴിവില്ലാത്ത എന്നെ യേശുവിനായി ഞാൻ ജീവിക്കാൻ തീരുമാനിച്ചു എന്നുള്ള ഒറ്റ സമർപ്പണത്തിന് മുമ്പിൽ എൻ്റെ കർത്താവ് അനേക രാജ്യങ്ങളിൽ യാത്ര ചെയ്ത് എനിക്ക് സാക്ഷ്യം പറയാൻ, പാട്ടുകൾ പാടുവാൻ, അനേക യേശുദാസും ചിത്രയോട് കൂടെ മനോരമ മ്യൂസിക്കിന്റെ ഒരു ആൽബത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പിന്നണി ഗായകരെ കൊണ്ടെല്ലാം കമ്പോസ് ചെയ്ത പാട്ടുകൾ പാടിക്കാൻ, ഒരുപാട് പാട്ടുകൾ എഴുതുവാൻ, സംഗീതം ചെയ്യുവാൻ, അനേകർ എഴുതിയ പാട്ടുകൾ ട്യൂൺ ചെയ്ത് പാടുവാൻ. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ മതി, സാബുലൂസ് എന്നുള്ള ചാനൽ നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഒരുപാട് പാട്ടുകൾ ഉന്നതന്മാരോടൊപ്പം ഇരുത്തുമെന്ന് ആ പാസ്റ്റർ അന്ന് പറഞ്ഞ വചനം അതുപോലെ തന്നെ സംഗീതം അരച്ച് കലക്കി കുടിച്ച സംഗീതജ്ഞന്മാരെ കൊണ്ട് കമ്പോസ് ചെയ്ത് പേടിച്ചാണ് പാട്ട് പാടിക്കാൻ കൊണ്ട് ചെല്ലുന്നത്. അപ്പൊ അവർ പറയും, സാബു ഇതാ രാഗത്തിൽ തന്നെയാണ്, ഇത് ഒരു ചേഞ്ച്, ഒരു ചെറിയ മൈനർ മിസ്റ്റേക്ക് പോലും ഇല്ല സാബു എന്നൊക്കെ പറഞ്ഞ് ഞാൻ കണ്ണു നിറയും. അല്ലെങ്കിൽ ചിലർ ചോദിക്കും, MLA ദലീമ ഒരു ദിവസം ഒരു പാട്ട് പഠിക്കാൻ വന്നപ്പോൾ ദലീമയോട് ചോദിച്ചു, എന്റെ പാസ്റ്റർ പാട്ടിനകത്ത് എല്ലാം ഒരു ലൈഫ്, ഒരു ജീവനുണ്ട്. ആ ട്യൂൺ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു ആനന്ദമാണ്. ദലീമ എന്നോട് ചോദിക്കും, ഇതെങ്ങനെ ഇത്. പിന്നെ നമ്മളിങ്ങനെ ഈ കാറി കൂവിയൊക്കെ പ്രസംഗിക്കുന്നുണ്ട്, നമുക്ക് അതുപോലെ തൊണ്ട കൊണ്ട് ഒരുപാട് ക്ലാസിക്കൽ അങ്ങനെ പാടാനും പറ്റത്തില്ല. നമ്മൾ പാട്ട് മാത്രം ഇങ്ങനെ ശബ്ദം സൂക്ഷിച്ച് നടക്കുന്ന ഒരാളല്ല ഞാൻ പാടി. കാരണം എൻ്റെ ദൈവത്തെ അറിഞ്ഞതിന് ശേഷം മാത്രമാണ് എനിക്ക് എന്നുള്ള എല്ലാ ഉയർച്ചകളും. അതുകൊണ്ട് എനിക്ക് പാടാൻ സ്റ്റേജ് കിട്ടിയാലും പ്രസംഗിക്കാൻ കിട്ടിയാലും മാത്യുവോൺ എന്നോട് ഇടയ്ക്ക് പറയാറുണ്ട്, എടാ നീ ഇങ്ങനെ സ്റ്റേജ് മോണിറ്റർ കൂട്ടി വെച്ചിട്ട് പാട്, നീ പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ അലറി, എന്തിനാ ദൈവം തന്ന ഈ ശബ്ദം നശിപ്പിച്ചു കളഞ്ഞു. എന്നാൽ പ്രിയരെ, ഞാൻ പാടാൻ മൈക്ക് എടുക്കുമ്പോൾ കർത്താവ് എനിക്ക് ശബ്ദം തരാറുണ്ട്. പ്രസംഗിക്കുന്നതും PG വർഗീസ് പറയുന്ന പോലെ പ്രസംഗിക്കുന്നതും കർത്താവിനെ, പാടുന്നതും കർത്താവിനെ. പോയ കമ്പനിക്ക് പോയി, എനിക്കെന്നാ നഷ്ടം? ഇതെല്ലാം കർത്താവാണ് തന്നത്. അങ്ങനെ കർത്താവിനെ സ്തുതിക്കാനും ഉയർത്താനും ദൈവം എനിക്ക് അനേക രാജ്യങ്ങളിൽ യാത്ര ചെയ്യാൻ, അങ്ങനെ കർത്താവിനെ ഉയർത്താനൊക്കെ ദൈവം എനിക്ക് അവസരങ്ങൾ നൽകി. അനേക പാട്ടുകൾ എഴുതുവാൻ, കമ്പോസ് ചെയ്യുവാനൊക്കെ കർത്താവ് എനിക്ക് അവസരം നൽകി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തൃശ്ശൂർ ജില്ലയിലാണെങ്കിൽ 25 വർഷമായിട്ട് പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ ഓരോ പല സ്ഥലങ്ങളിൽ മാറി മാറി പോകുന്ന സ്ഥലത്തും പ്രവർത്തിക്കുന്ന സ്ഥലത്തെല്ലാം കർത്താവിന്റെ വലിയ ദൈവ പ്രവർത്തികൾ കാണുവാൻ കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. ഞങ്ങളെ ചർച്ചില് ഒരിക്കലും ഒരു ജേക്കബ് എന്ന് പറയുന്ന ഒരു സഹോദരൻ, ഒരു 10-60 വയസ്സടുത്തുണ്ട്, കടന്നു വരാറുള്ള ഒരു സഹോദരനുണ്ട്. ആ സഹോദരൻ അദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ല, സ്ഥലമൊക്കെ ഒത്തിരി ഉണ്ട്. അദ്ദേഹം ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഒരു മല പോലെ ഇരിക്കുന്ന സ്ഥലത്താണ്, ഒരു ചെറിയ കുടിലുള്ള വീട്ടിലാണ് താമസിക്കുന്നത്. ഒരിക്കൽ അദ്ദേഹം ഫോൺ വിളിച്ചു പറഞ്ഞു, എന്നെ ഇവിടെ പെട്ടെന്നൊന്ന് വരണം, എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പോകണം. അത്രയും പറഞ്ഞിട്ട് ഫോൺ വെച്ചു. ഞാൻ ഓടി ചെന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ സംസാരിക്കാൻ പറ്റാതെ ഇങ്ങനെ സ്ട്രോക്ക് വന്ന് ഇങ്ങനെ കിടക്കുകയാണ്. പെട്ടെന്ന് ഞാനൊരു ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു മെഡിക്കോളിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പോഴത്തേക്കും ഒരു ഇഞ്ചക്ഷൻ എടുത്തേക്ക് അതെല്ലാം കമ്പി പോലെ കൈയും കാലും മരച്ചു വന്ന സമയത്ത് ഇദ്ദേഹത്തിന് ആരും സഹായിക്കാനില്ല. ഒരു പെങ്ങളെ ഉള്ളത് ഓപ്പറേഷൻ കഴിഞ്ഞ് വയനാട്ടിൽ കിടക്കുകയാണ്.
ആരും അദ്ദേഹത്തെ സഹായിക്കാനായിട്ടില്ല. ഞങ്ങളുടെ കൂട്ടായ്മയുള്ള കുറച്ച് ചെറുപ്പക്കാർ, അവർക്കെല്ലാം ജോലിയുണ്ട്. അദ്ദേഹം ഞാൻ ഇങ്ങനെ മെഡിക്കൽ കോളേജിൽ 3-4 ദിവസം അദ്ദേഹത്തെ ഇങ്ങനെ ഇങ്ങനെ കിടക്കുകയാണ്. എൻ്റെ പിള്ളേർ ഭക്ഷണമൊക്കെ ഉണ്ട്, ഞാൻ അവിടെ നിന്ന് മേടിക്കും. അവിടെ ഡോക്ടർ പറഞ്ഞു ഇവിടെ മാരക രോഗികൾ വരുന്ന സ്ഥലമാണ്, ഇദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകും, ഒരു 6 മാസം ഇങ്ങനെ കിടക്കും, മരിച്ചു പോകും എന്ന് ഡോക്ടർമാർ അവരുടെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. അപ്പം ഇദ്ദേഹം ഇത് കേൾക്കുമ്പോൾ എല്ലാം കരയും. ഈ പഠിക്കുന്ന ഡോക്ടർമാരെല്ലാം വന്ന് ഇങ്ങനെ കൈയും കാലും ഒക്കെ പിടിച്ചിങ്ങനെ നോക്കി ഇത് ശരിയാവാൻ സാധ്യത. തലച്ചോറിനകത്ത് 4 സ്ഥലത്താണ് സ്കാൻ ചെയ്തപ്പോൾ ബ്ലഡ് ഇങ്ങനെ ക്ലോട്ടായി കിടക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയാണ് അത് ഉരുകി പോകാതെ ഈ കൈയും കാലും നോർമൽ ആകത്തില്ല. അതുകൊണ്ട് ഇദ്ദേഹം ഒരു 6 മാസം കിടക്കും, പിന്നെ ഇങ്ങനെ കിടക്കുള്ളൂ, എഴുന്നേറ്റ് നടക്കത്തില്ല, സംസാരിക്കത്തില്ല, അങ്ങനെ. അപ്പോൾ ഡോക്ടർ നിർബന്ധമായി കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ജില്ലാ ആശുപത്രിയിൽ ഒരു നേഴ്സ് ഉണ്ട്, അദ്ദേഹത്തെ അവിടെ കൊണ്ടാക്കിയിട്ട് അപ്പോഴും നിൽക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. 2 ദിവസം കൂടുമ്പോൾ ഡ്രസ്സ് മാറാനും കുളിക്കാനും പോകുന്നു. അപ്പൊ ഞാൻ അവിടെ തന്നെ, ഞാൻ അവിടെ ഇങ്ങനെ കിടക്കുക. ഞാൻ ഭയങ്കര ടയേർഡായി, മനസ്സ് ക്ഷീണിച്ചു. ജസ്റ്റ് പ്രയർ നടത്താനും ആരാധനയ്ക്ക് മാത്രം ഞാൻ ചർച്ചിൽ പോകും. അതിനുശേഷം ഇങ്ങനെ ഇദ്ദേഹത്തോടൊപ്പം ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. ഞാൻ തീരുമാനിച്ചു ഒരു 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കാം. 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. 3-ാമത്തെ ദിവസം വൈകുന്നേരം രാത്രി ഞാൻ ഈ പാട്ടിന്റെ വരികൾ പാടി. അസാധ്യമായൊന്നും എൻ ദൈവത്തിനില്ല, സാധ്യമായി തീരും ആരാധനയെങ്കിൽ. അസാധ്യമായി, അത് ഞാൻ ആ വരി മാത്രം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പാടാനായിട്ട് തുടങ്ങി. കുറെ നേരം ഇങ്ങനെ പാടിക്കഴിഞ്ഞ് ഇങ്ങനെ കർത്താവിനെ സ്തുതിച്ച് ഞാൻ ക്ഷീണിച്ച് അങ്ങോട്ട് കിടന്നു. കാരണം അങ്ങനെ അത് മാത്രം പാടാൻ ഇടയേണ്ട കാര്യം, കർത്താവ് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യം. യിരെമ്യാവ് 30:27 ഞാൻ സർവശക്തൻ സകല ജഡത്തിന്റെയും ദൈവമായ കർത്താവ്, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ട്. മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് അല്ലതാനും എന്നാണ് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത്. അപ്പൊ നെഹമ്യാവ് പറഞ്ഞു, സ്വർഗത്തിലെ ദൈവം എനിക്ക് ആരും സാധിപ്പിക്കും. ഒരു ശതാധിപൻ പറഞ്ഞു, നീ ഇവിടെ നിന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി, ദൂരദേശത്ത് കിടക്കുന്ന എന്റെ ബാല്യക്കാരന് സൗഖ്യമുണ്ടാകും. അപ്പൊ നമ്മൾ എന്ത് വിശ്വസിക്കുന്നു അത് പറയണം. നെഗറ്റീവ്സ് പറയരുത്, ശാപവാക്ക് പറയരുത്, നിരാശയുടെ അസാധ്യത പറയരുത്, ഡോക്ടർമാർ പറഞ്ഞത് പറയരുത്. അവിടെ ഹൃദയം പറയണം, കർത്താവ് വലിയവൻ, അവൻ ജീവനുള്ളവൻ, അവൻ അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ പറഞ്ഞതുപോലെ നടക്കും. അപ്പൊ ഞാൻ 3-ാമത്തെ ദിവസം ടയർഡായിട്ട് ഉപവസിച്ച് പ്രാർത്ഥിച്ച് നിലത്തൊരു ഗവൺമെന്റ് ആശുപത്രിയാണ്, ഒരു പാവിരിച്ച് അതിനകത്ത് കിടക്കുകയാണ്. അദ്ദേഹം ബെഡിൽ കിടക്കുകയാണ്. നേരം വെളുത്ത 6 മണി സമയത്ത് ഞാൻ ക്ഷീണം കൊണ്ട് അങ്ങ് ഉറങ്ങിപ്പോയി. ഇങ്ങനെ കുറെ നേരം ഈ വാക്കുകൾ ഈ പായിലിരുന്ന് എഴുന്നേറ്റ്, അസാധ്യമായ എന്റെ യേശുവിനൊന്നുമില്ല, എന്റെ കർത്താവിന് ഇല്ലാത്ത സോഴ്സുകൾ, സാധ്യതകൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ്. ഈ TV-യിൽ കൂടെ കേൾക്കുന്ന ഒത്തിരി പേരുണ്ട്. നിങ്ങളെ നോക്കി പരിശുദ്ധാത്മാവിന് പറയാനുള്ള സന്ദേശം ഇതാണ്: ആ കർത്താവേ, ഞാൻ ഒരു സാധ്യതയും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കി പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുകയാണ്, ഒരു സാധ്യതയും കാണുന്നില്ലല്ലോ കർത്താവേ, എങ്ങനെ നിനക്കല്ലാതെ ഈ വിഷയത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയില്ലപ്പാ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സഹോദരി സഹോദര, നിന്റെ കുടുംബത്തിൽ ഇല്ലാത്ത സാധ്യതകൾ, നീ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത സാധ്യതകൾ, സോഴ്സുകൾ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി ഒരുക്കി നിന്നെ മാനിക്കാൻ ദൈവത്തിന്റെ പദ്ധതി ഉണ്ടെന്ന് ദൈവാത്മാവ് പറയുകയാണ്. 31-ാം സങ്കീർത്തനം 19-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, തന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുക നീ പ്രവർത്തിച്ച നിന്റെ നന്മ എത്ര വലുതായിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ആത്മീയ മണ്ഡലത്തിലും ഭൗതികമായ മേഖലയിലും, മനുഷ്യനല്ല, അപ്പനല്ല, അമ്മയല്ല, ചേട്ടനോ ചേച്ചിയോ ഒന്നുമല്ല, ആത്മീയ മേഖലയിലും ഭൗതിക മണ്ഡലത്തിലും ദൈവം ശേഖരിച്ചു വെച്ച ഒരു വലിയ നന്മ നിന്ദിച്ചവരുടെ, കളിയാക്കിയവരുടെ, കുറ്റം പറഞ്ഞവരുടെ, ഗൂഢാലോചന നടത്തിയ മനുഷ്യപുത്രന്മാർ കാണുക എന്നാണ്. ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യരാണ് നമ്മൾ ചുറ്റുപാട്. അവർ കാണുക നിന്റെ കയ്യിൽ ഒരു ഗിഫ്റ്റ് പോലെ ദൈവത്തിന് കൊണ്ടുതരാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. 2025-ൽ നീ വാഗ്ദത്ത നിവൃത്തിയാക്കി ദൈവം നിന്നെ തീർക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. കാരണം അവന്റെ പേര് അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കാന്ന്. ഞാൻ ഈ വാക്കുകളെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങി. നേരം വെളുത്ത്, പാസ്റ്ററെ എഴുന്നേക്ക്, നേരം വെളുത്തെന്ന് പറഞ്ഞ് എന്നെ തട്ടി എഴുന്നേൽപ്പിക്കുക. ജേക്കബ് വെച്ചാൽ ഞാൻ നോക്കുമ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കുകയാണ്, നന്നായിട്ട് സംസാരിക്കുകയാണ്. 6 മാസം കിടക്കും, 6 മാസം കഴിഞ്ഞ് മരിക്കും എന്ന് തൃശ്ശൂർ മുളങ്ങത്ത് ആ മെഡിക്കൽ കോളേജിൽ നിന്ന് ഉപേക്ഷിച്ച ആ മനുഷ്യന്റെ സാക്ഷി ഞാൻ പറഞ്ഞിട്ടിട്ടുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം എഴുന്നേറ്റിരിക്കുക. അടുത്തുള്ള ബെഡിലുള്ളവരെല്ലാം വന്ന് നിൽക്കുക. ഈ ജേക്കബിന് എന്നാ സംഭവിച്ചത്? ഡോക്ടർമാർ വന്ന് പറഞ്ഞതാണ്, ഇദ്ദേഹം എഴുന്നേൽക്ക് നടക്കത്തില്ല. അപ്പൊ അവരോട് ഞാൻ സുവിശേഷം പറഞ്ഞു. യേശുക്രിസ്തുവിന് ജീവിക്കുന്ന ദൈവമാണ്, അവൻ അസാധ്യമൊന്നുമില്ല. അദ്ദേഹം 2 കിലോമീറ്റർ നടക്കണം ഞങ്ങളുടെ ചർച്ചിൽ വരാൻ. ആശുപത്രി ഡിസ്ചാർജ് ആയി 2 കിലോമീറ്റർ നടന്ന്
ആദ്യ ദിവസം വന്ന് കരഞ്ഞുകൊണ്ട് സാക്ഷ്യം പറഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ ഇങ്ങനെ താങ്ങി എഴുന്നേപ്പിച്ച് കൊച്ചു കുഞ്ഞിനെ എഴുന്നേപ്പിച്ച് നിർത്തുന്ന പോലെ തൊണ്ടയിൽ ഇങ്ങനെ താങ്ങി എഴുന്നേപ്പിച്ചിട്ട് ഭക്ഷണം വാരി കൊടുക്കും. അദ്ദേഹത്തെ ബാത്റൂമിൽ കൊണ്ടുപോയി ഒന്നും രണ്ടും എല്ലാം അത് അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കുളിക്കാതെ ഒക്കെ ഇദ്ദേഹത്തെ ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ട് നടക്കണം. അപ്പോൾ തന്നെ എൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ കത്തുന്ന ഒരു വിശ്വാസം. എനിക്ക് എന്ന പാട്ടുകളെല്ലാം ഒരു പാട്ട് എഴുതാൻ വേണ്ടി ആകാശത്ത് നമുക്ക് എഴുതിയ പാട്ടുകളൊന്നുമല്ല. എല്ലാം കർത്താവ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ ദൈവം തന്ന അനുഭവങ്ങളിലൂടെ എഴുതിയാണ്. അദ്ദേഹത്തെ കർത്താവ് സൗഖ്യമാക്കി. തീരാരോഗ്യം, പഴക്കം ചെന്ന രോഗങ്ങളുമായി ഭാരപ്പെടുന്ന നിങ്ങൾ അല്ലെങ്കിൽ ആരുമാകട്ടെ, എന്തുമാകട്ടെ, ഏത് രോഗമാകട്ടെ, കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമല്ല. ഒരു പാട്ടിന്റെ വരികൾ കൂടെ ഞാൻ എഴുതാൻ ഉണ്ടായ സാഹചര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ 2005 പറഞ്ഞല്ലോ, എല്ലാം നിന്ദാനം എന്ന് പറഞ്ഞൊരു CD അന്ന് CD ചെയ്തു. അജി എന്ന് പറയുന്ന ഒരു ദുബായിലുള്ള ബ്രദറാണ് അത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. എന്റെ കുറെ പാട്ടുകൾ അദ്ദേഹം സെലക്ട് ചെയ്ത് എടുത്താൽ അത് കെസ്റ്ററാണ് ഈ പാട്ട് പാടിക്കുന്നത്. യൂട്യൂബിലുണ്ട്, കണ്ടു ഞാൻ കാൽവരിയിൽ. അപ്പോ ഒരു ആന്റി എന്നോട് പറഞ്ഞു, ഒരു ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു ലിസി ആശുപത്രിയിൽ പോകാൻ പോകുന്ന ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകാം. അപ്പൊ ഞാനൊരു ബൈക്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കുഞ്ഞു കൂടി ബെഡേ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, കർത്താവ്, എനിക്ക് അവിടെ ചെന്നിട്ട് പ്രാർത്ഥിക്കാൻ ഒരു മൂഡ് തോന്നിയില്ല. കാരണം അവര് ഇങ്ങനെ 3 ദിവസം കഴിഞ്ഞ് അഡ്മിറ്റ് ചെയ്യാണ്, ഓപ്പറേഷൻ എല്ലാ ടെസ്റ്റുകളെല്ലാം ചെയ്ത് സ്കാനെല്ലാം ചെയ്ത് എല്ലാം ഓക്കെയാണ്. അപ്പൊ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം അതിനു മുമ്പ് പ്രാർത്ഥിച്ച് വിടാൻ വേണ്ടി പോയതാണ്. ഒരു വിശ്വാസാനുഭവത്തിലേക്ക് വന്ന ഒരു സഹോദരിയല്ല, കത്തോലിക്ക അനുഭവത്തിലാണ്. അപ്പൊ ഞങ്ങളിങ്ങനെ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ കുറെ നേരം നിന്ന് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഈ പാട്ടിന്റെ വരിക. ഇപ്പൊ 50 പാട്ട് പാടിയാലും സഭയിൽ ഇങ്ങനെ ഞാനൊന്നും അറിഞ്ഞില്ലേ ദൈവനാരായണെന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. കൺവെൻഷൻ പോയാലും ഇനി പോകുമ്പോൾ ചിലപ്പോൾ പറയും, പാസ്റ്റർമാർ പറയും, പഴയ പാട്ട് പാടിയാൽ പുതിയത് പാടണ്ട. ചില സ്ഥലത്ത് പുതിയ പാട്ട് മിക്സ് ചെയ്ത് പാടിക്കാം. പഴയത് പാടിയാലും പുതിയത് പാടിയാലും പാടാൻ എന്റെ ദൈവം എന്നെ രക്ഷിച്ചു, ഞാൻ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നു, ഞാൻ ഒരു ദൈവ പൈതലാണ്, എനിക്ക് ജീവൻ തന്നവനെ ഞാനുള്ള കാലത്തോളം സ്തുതിക്കണമെന്ന് ഉള്ളിൽ ബോധമുള്ള ആരും വായു അടച്ചിങ്ങനെ മിണ്ടാതെ ഇങ്ങനെ സിനിമ കൊണ്ടിരിക്കുന്ന പോലെ ഇരിക്കത്തില്ല. ഞാൻ എന്റെ അനുഭവം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങൾ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. 50 പാട്ട് പാടിയാലും മിണ്ടാതിരിക്കുന്നവരുണ്ട്. അപ്പൊ ഞാൻ 2 വരി 20 മിനിറ്റോളം ഇങ്ങനെ പാടി അന്യഭാഷകളിൽ അസാധ്യമായൊന്നും എന്റെ ദൈവത്തിന്. അപ്പൊ ഞാൻ ഇടയ്ക്ക് കണ്ണു നോക്കിയപ്പോൾ ഈ സഹോദരി കരഞ്ഞ് കണ്ണുനീരിങ്ങനെ നൈറ്റിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ ഓടിച്ചെന്ന് അവളുടെ തലയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, മരുഭൂമിയിൽ ഇരുന്ന് കരഞ്ഞ ഹാഗാറിന്റെ മുൻപിൽ ആർക്കും വറ്റിക്കാൻ കഴിയാത്ത നീരുറവ തുറന്നതുപോലെ നിന്റെ ഈ കണ്ണുനീരിന്റെ മുമ്പിൽ, നീ കരഞ്ഞത് മനുഷ്യന്റെ മുമ്പിലല്ല, നീ കരഞ്ഞത് ദൈവത്തിന്റെ മുമ്പിലാണ്. നിന്റെ ഈ കണ്ണുനീരിന്റെ മുമ്പിൽ ഒരു സൗഖ്യത്തിന്റെ ഉറവ ദൈവം നിനക്ക് വേണ്ടി തുറന്നു കഴിഞ്ഞു, ഓപ്പൺ ചെയ്തിരിക്കുന്ന കാഴ്ച ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ച് കർത്താവിനെ അയച്ചു. ഞാൻ അവരോട് പറഞ്ഞു, വീട്ടിൽ 4 ദിവസം ഇരുന്ന് കരഞ്ഞ മറിയുടെ മുമ്പിൽ ചീഞ്ഞ നാറ്റം വെച്ച ലാസറിനെയാണ് ദൈവം എഴുന്നേൽപ്പിച്ചത്. ചത്ത ഒരുത്തനെ. അതാണ് അവന്റെ പേരാണ് അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കുന്നവൻ. വീട്ടിലിരുന്ന് കാര്യം, എന്റെ കുഞ്ഞിന്റെ മരണം കാണണ്ട എന്ന് പറഞ്ഞ ഒരു അമ്പിൻപാട് ദൂരത്ത് ഏകദേശം 25 മീറ്റർ ഇസ്മായിലിനെ വലിച്ചെറിഞ്ഞ് മാറിയിരുന്ന് കരയുന്ന ഹാഗാർ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുകയാണ്. എന്റെ കുഞ്ഞിന്റെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് കരയുന്ന ഹാഗാറിന്റെ മുമ്പിൽ ആർക്കും പറ്റിക്കാൻ കഴിയാത്ത നീരുറവ. തമ്പുരാൻ ഇറങ്ങി വന്നിട്ട് ചോദിക്കാണ്, ഹാഗാരൻ നീ എന്തിനു കരയുന്നു? നീ ആ തുരുത്തി മുക്കിയപ്പോ ആരനെ കുടിപ്പിക്കുക. എന്നിട്ട് അവനൊരു അനുഗ്രഹവും കാട്ടുകഴുതിയെ പോലെ. നമുക്കറിയാം അവരുടെ അനുഗ്രഹം, ഉയർച്ച, വളർച്ച ലോകം കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അങ്ങനെ വീട്ടിലിരുന്ന് കരഞ്ഞ മറിയ, പ്രൈസലോ, ആലയത്തിൽ വന്ന് അടഞ്ഞ ഗർഭപാത്രവുമായിട്ട് ഇരുന്ന് കരഞ്ഞ പ്രൈസലോ ഹല്ലേലൂയ ഹന്ന എന്ന് പറഞ്ഞ സ്ത്രീ ശമൂവേലിന്റെ പുസ്തകത്തിൽ കാണുകയാണ്. അവള് വീട്ടിലെ പ്രശ്നം തീർക്കാൻ ആലയത്തിൽ വന്ന് അഭയം പ്രാപിച്ച് ദൈവത്തിന് മുമ്പിൽ ഹൃദയം പകർന്ന് കരയുകയാണ്. അവിടെ വന്നിട്ട് പുരോഹിതൻ പോലും അവളെ കുത്താതെ വിടുന്നില്ല. നീ എന്താടി കള്ളു കുടിച്ചിട്ടിരിക്കുകയാണോ, നാടൻ ഭാഷയെ പറഞ്ഞല്ല. അങ്ങനെ ചോദിച്ച ആ പുരോഹിതനും കുത്തുക. വീട്ടിൽ കുത്ത്, മച്ചി എന്ന് വിളിച്ചാൽ കളിയാക്കല്, നിന്ന, പരിഹാസം, അത് സഹിക്കാൻ കഴിയാതെ പരിഹാരത്തിനായി ആലയത്തിൽ വന്നപ്പോൾ ആലയത്തിൽ ഇതാ ഉപദേശിയും അവനെ നോക്കി കുത്തുക, അവളെ നോക്കി കുത്തുകയാണ്. ഇത് എല്ലായിടത്തുനിന്നും കണ്ണു മറച്ച് ഹൃദയം ദൈവസന്നിധിയിൽ വെള്ളം പോലെ പകർന്ന് ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങിയ ഹല്ലേലൂയ ഹന്നയുടെ അടഞ്ഞ ഗർഭപാത്രം ദൈവം തുറന്ന്, ഹല്ലേലൂയ സ്തോത്രം, ചോദിച്ചതിന്റെ ഇരട്ടി മക്കളെ ദൈവം കൊടുത്തു. ആദ്യം കൊടുത്തത് ശമൂവേൽ പ്രവാചകൻ.
ദാൻ മുതൽ ബർശേബ വരെ പ്രയോജനപ്പെടുന്ന ഒരു അഭിഷക്തനെയാണ് ദൈവം കൊടുത്തത്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ മുമ്പിൽ കരഞ്ഞാൽ, മനുഷ്യന്റെ മുമ്പിൽ കരയാൻ, ഡോക്ടർമാരുടെ മുമ്പിൽ കരയാൻ, ആശുപത്രിയിൽ പോയി കരയാൻ ദൈവം സമ്മതിക്കുകയില്ല. ഈ സഹോദരി ഈ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. വീട്ടിലിരുന്ന് കരഞ്ഞ മറിയ, ആലയത്തിൽ വരുന്ന കരഞ്ഞ ഹന്ന, യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് എരിഹോവിൽ കൂടെ യേശുവിന്റെ പുറകെ നടന്ന് കരഞ്ഞ ബർത്തലോമായി എന്ന് പറഞ്ഞ കുരുടൻ, ഇവരുടെ എല്ലാം അടഞ്ഞ കണ്ണ് തുറന്നപ്പോൾ വായിക്കുന്ന അതുവരെ കണ്ടിട്ടില്ലാത്തതെല്ലാം കൺകുളിർക്കെ ആ മനുഷ്യൻ കണ്ടുവന്നാണ്. മരുഭൂമി ഇരുന്ന് കരഞ്ഞ മറിയ, വീട്ടിലിരുന്ന് കരഞ്ഞ ആ മരുഭൂമി ഇരുന്ന് കരഞ്ഞ ഹാഗാർ, വീട്ടിൽ ഇരുന്ന് കരഞ്ഞ ഹല്ലേലൂയ മറിയ, ആലയത്തിൽ വന്ന് കരഞ്ഞ ഹന്ന, പ്രീസല ഹല്ലേലൂയ കുരുടൻ, ഇവരെല്ലാം കരഞ്ഞവരെ ചുരുക്കി പറഞ്ഞ ബൈബിളിൽ കരഞ്ഞവരെ എല്ലാം ലിസ്റ്റ് എടുത്ത് നിങ്ങൾ വായിച്ചു നോക്കുക. അവർക്കെല്ലാം ഒരു സാധാരണ ഒരു അനുഗ്രഹമല്ല, അവർക്ക് ചിന്തിക്കാൻ കഴിയാത്ത മേഖലയിലേക്കാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ രാത്രിയിൽ ആദ്യ വചനം കേട്ട അന്ന് ഞാൻ മുറി വന്നിരുന്ന് ഇരുട്ടത്തിൽ ഇങ്ങനെ, കർത്താവേ എന്നെ അനുഗ്രഹിക്കാൻ നീ പറഞ്ഞല്ലോ, എന്നെ ഉയർത്താമെന്ന് നീ പറഞ്ഞല്ലോ, എൻ്റെ പേര് ഞാൻ വലുതാക്കാമെന്ന് നീ പറഞ്ഞല്ലോ, എനിക്ക് ഒത്തിരി അസാധ്യതകളുണ്ട്, എനിക്ക് വിദ്യാഭ്യാസം, എന്നെ എന്നെ ആരും ശ്രദ്ധിക്കുന്ന ഒരു മനുഷ്യനല്ല ഞാൻ. ഇന്ന് ദൈവം എന്നെ കണ്ടു, എന്നെ ശ്രദ്ധിച്ചു. കർത്താവേ നീ അങ്ങനെ എന്നെ വളർത്താം, ഉയർത്താം, അനുഗ്രഹിക്കാം, ആരും പറയാത്തൊരു വേർഡ് അങ്ങ് എന്നോടൊന്ന് പറഞ്ഞു. ഞാനത് വിശ്വസിക്കുന്ന അപ്പ. അങ്ങനെയാണ് ഞാൻ ഇന്നു മുതൽ യേശുവിനാട് ഞാൻ മാത്രം പാടും. 4 പ്രാവശ്യം എനിക്ക് ഫിലിമിന് മ്യൂസിക് ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്, സംഗീതം ചെയ്യുവാനായിട്ട്. അതൊന്നും ഹല്ലേലൂയ ഞാൻ പോകാതെ യേശുവിന് വേണ്ടി മാത്രം പാടാൻ അന്നെടുത്ത തീരുമാനത്തിൽ ഇന്നും ഞാൻ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞത്, ഈ സഹോദരിയെ പറഞ്ഞയച്ചു. ആശുപത്രി ചെന്ന് ഡോക്ടർ പറഞ്ഞു, എല്ലാ ടെസ്റ്റുകളും ചെയ്താണ്, ചെന്ന് അഡ്മിറ്റ് ചെയ്യുക, ഓപ്പറേഷൻ, അത്രയേ ഉള്ളൂ. ഡോക്ടർ പറഞ്ഞു ഒന്നും കൂടെ സ്കാൻ ചെയ്യാം. സ്കാൻ ചെയ്തപ്പോൾ അവിടെ ഹൃദയത്തിന്റെ ആ പ്രശ്നം അവിടെ ഇല്ല. അപ്പം ഓപ്പറേഷൻ ചെയ്താലും സക്സസ് ആവാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞാണ് ഹല്ലേലൂയ സ്തോത്രം ഇവര് ഡോക്ടർ ഇത് എഗ്രി ചെയ്തിരിക്കുന്നത്. പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് എന്നെ വിളിച്ചു. അപ്പൊ കുറെ നേരം കരഞ്ഞു. അപ്പൊ ഞാൻ ഓർത്ത് ആ സഹോദരി പോക്കായിരിക്കും. ഞാൻ ബൈക്കിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ്. അപ്പൊ ഞാൻ ബൈക്ക് നിർത്തിയിട്ട് ഇവര് കുറെ നേരം കരഞ്ഞു. അത് കരയട്ടെ, ഒരു വിഷയം പറയട്ടെ. ഞാൻ ഇങ്ങനെ വെയിലത്ത് ഇങ്ങനെ മാറി ഇങ്ങനെ നിൽക്കുമ്പോൾ അവര് പറയാ, യേശു ഞങ്ങൾക്ക് പാസ്റ്റർ പറഞ്ഞ പോലെ വിടുതൽ തന്നു, ഇനി ഞങ്ങൾ യേശുവിനായിട്ട് ജീവിക്കും. അവർ പറയുകയാണ്. ആ സമയത്ത് എന്റെ ശരീരത്തിൽ ഒരു അപ്പൊ ഓരോ സ്റ്റെപ്പിലും, ഓരോ ചെറുതാകട്ടെ വലുതാകട്ടെ സംഭവങ്ങൾ, അവൻ വലിയവനാണ്, അവൻ ജീവനുള്ളവനാണ്, അവൻ ഇന്നും പ്രവർത്തിക്കുന്നവനാണ് തെളിയിക്കുകയാണ് ദൈവം. അപ്പൊ ഞാൻ അവിടെ ദൈവം ഒരു സ്ക്രീൻ എന്റെ മുമ്പിൽ ഇറങ്ങി വന്നു. ആ നട റോഡിന്റെ സൈഡിൽ ഹല്ലേലൂയ അവിടെ ഒരു സ്ക്രീനിൽ ഇങ്ങനെ എഴുതിയിരുന്നു, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, കണ്ടു ഞാൻ കാൽവരിയിൽ എന്നെ യേശു രക്ഷകനെ. ആ പാട്ട് അങ്ങനെ എഴുതിയതാണ്. വിടുതൽ നീ നൽകിയല്ലോ. ആദ്യം ഒരു സ്ക്രീനിൽ ആ വേർഡ് ആ റോട്ടിൽ നിന്ന് വ്യക്തമായി കാണുകയാണ്. വിടുതൽ നീ, ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ട് കുറെ നേരം പറഞ്ഞു, ദൈവം വിടുതൽ തന്നു, ദൈവം വിടുതൽ തന്നു, ഇനി ഞങ്ങൾ ദൈവത്തിനായിട്ട് ജീവിക്കും, ദൈവത്തിനായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്ക്രീൻ വരികയാണ് എൻ്റെ മുമ്പിൽ. വിടുതൽ നീ നൽകിയല്ലോ, അരികിൽ നീ ചേർത്തുവല്ലോ, മകനായി നീ എന്നെ മാറ്റി, അധരം അങ്ങേ സ്തുതിക്കാൻ കണ്ടു ഞാൻ കാൽവരിയിൽ എന്നെ സുരക്ഷകനെ, എന്റെ ഘോര ദുരിതങ്ങൾ അകറ്റാൻ എനിക്കായി തകർന്നവനെ, നിനക്കായി ഞാൻ എന്തു നൽകും, എനിക്കായി തകർന്ന നാഥ, ഈഹത്തിൽ ഞാൻ വേല ചെയ്തു അണയും നിൻ സന്നിധിയിൽ. ഈ പാട്ട് ദൈവം ഞങ്ങൾക്ക് വിടുതൽ തന്നു, ഇനി ഞങ്ങൾ ദൈവത്തിനായി ജീവിക്കും എന്ന് ഇവര് ഫോണിൽ കൂടെ കേട്ടുകൊണ്ട്, ഒരു ചെവിയിൽ ഫോണ്, എന്റെ മുമ്പിൽ ഒരു സ്ക്രീൻ. ദൈവം എത്ര നല്ലവനാണ്. ആ പാട്ട് എന്തുമാത്രം യൂട്യൂബിൽ ഈ ഗാനമുണ്ട്, നിങ്ങൾ കേൾക്കണം. ഒരുപാട് ആളുകൾ ചേർന്ന് പാടുന്ന ഒരു പാട്ടാണ്. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെ എൻ്റെ എളിയവനായ എനിക്ക്, ഒന്നുമില്ലാത്ത എനിക്ക്, ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന എനിക്ക്, വിദ്യാഭ്യാസമില്ലാത്ത എനിക്ക്, ഒരു തകർന്ന വീട്ടിൽ ജനിച്ച എനിക്ക്, അല്പം സംഗീതം എന്താ പറയുന്നത് ദക്ഷിണ വെച്ചൊരു പ്രൈവറ്റായി പോയി പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് യേശുവിനെ അറിയാനിടയായത്. എൻ്റെ പാസ്റ്റർ, ഞാൻ ഒരു ദിവസം ലാസ്റ്റ് ക്ലാസ്സിൽ എൻ്റെ അധ്യാപനം പഠിപ്പിച്ചു മഹാഗണപതി എന്നൊരു കീർത്തനം. ഞാനിങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പാസ്റ്റർ വിസിന് വീട്ടിൽ വന്നപ്പോൾ, മോനെ
ഇങ്ങനെ പാടരുത്, നീ അങ്ങനെ നീ ഇനി ഇങ്ങനെയുള്ളതൊന്നും പാടണ്ട, നീ ഇനി യേശുവിനെ മാത്രം പാടിയാൽ മതി, അല്ലാതെ തന്നെ ദൈവം നിന്നെ അനുഗ്രഹിച്ചോളും. 50 കൊല്ലം സംഗീതം പഠിപ്പിച്ച ഒരു വയസ്സനായ ജോർജ് എന്ന് പറയുന്ന വൃദ്ധനായ ഒരു റേഡിയോയിലൊക്കെ കച്ചേരി നടന്ന ഒരു മനുഷ്യന്റെ മുമ്പിലാണ് ഞാൻ ദക്ഷിണ വെച്ച് സംഗീതം പഠിച്ചത്. അദ്ദേഹം നിന്റെ ഗുരുവിന് പോലും ചെയ്യാൻ കഴിയാത്ത ദൈവം നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ, നിന്നെ മേലെ ജ്ഞാനം ദൈവം പകർന്നോളും. അതുകൊണ്ട് നീ ഇതൊക്കെ വിട്, പൂർണ്ണമായിട്ട് വിട്. അന്ന് മുതൽ ഞാനിങ്ങനെ, പക്ഷെ എനിക്ക് പാടാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം വരുമ്പോൾ ഞാനിങ്ങനെ മഹാകൃപയരുളു പരനേ, ഞാൻ ലിറിക്സ് ഒക്കെ മാറ്റി സന്തോഷം, എനിക്ക് ഭയങ്കര പഠിച്ച കീർത്തനങ്ങളെല്ലാം പാടാൻ ഭയങ്കര, അങ്ങനെ ഞാൻ പാടാറുണ്ട്. ഞാൻ നിങ്ങളോട് ചുരുക്കി പറയട്ടെ, എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരാകാം, വൃദ്ധന്മാരാകാം, ബാല്യക്കാരാരുമാകട്ടെ, നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങളുടെ കുടുംബം കൊണ്ടോ സമ്പാദ്യം കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ സമൂഹം നിങ്ങൾക്ക് ലഭിക്കാത്ത ഉയർച്ചയും വിടുതലും നിങ്ങളെ മാറ്റം വരുത്താൻ യേശുവിന് കഴിയും. എനിക്ക് ഒത്തിരി ഇന്ന് രാത്രി മുഴുവൻ ഇരുന്ന് പറഞ്ഞാൽ തീരാത്ത അനുഭവങ്ങൾ ഈ 30 വർഷത്തിനുള്ളിൽ ഞാൻ എഴുതിയ 100 കണക്കിന് പാട്ടുകളുടെ ഒക്കെ എനിക്ക് പറയാനായിട്ടുണ്ട്. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. എനിക്ക് ഇങ്ങനെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ഈ വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അവൻ വിളിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ വാക്കിന്റെ അർത്ഥം ദൈവം എന്നോട് പറഞ്ഞത്, ഞാൻ ഡിക്ഷണറി ഒന്നും വായിച്ചതല്ല. എന്റെ ദൈവത്തിന്റെ ഒരു പേര്, നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനല്ലോ, അവനെ നിർവഹിക്കും. എന്തിനാണ് ദൈവം നമ്മെ വിളിച്ചത്? ദൈവത്തിന്റെ വിശ്വസ്തത നമ്മുടെ മേൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിന്റെ വിശ്വസ്തത നമ്മുടെ മേൽ പകർന്ന് ദൈവത്തിന്റെ വിശ്വസ്തത ചുമക്കുന്നവരായി തീരാൻ വേണ്ടിയിട്ടാണ് നമ്മെ ദൈവം വിളിച്ചത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക, ദൈവം നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ തരും എന്നാണ് വചനം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ ഈ അരോമ TV-യിൽ കൂടെ എൻ്റെ സാക്ഷ്യവും പ്രബോധനങ്ങളും കേട്ട നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വിശ്വസ്തത വെളിപ്പെടാൻ പോവുകയാണ്. ദൈവത്തിന്റെ തേജസ് നിങ്ങളുടെ മേൽ പകരും. നിങ്ങളുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കും. പാസ്റ്റർ ഡാനിയൽ ജോൺസ്, ഞാൻ വിശേഷമായി നന്ദി പറയുകയാണ്. അരോമ TV-യിൽ കൂടെ പ്രേക്ഷകരുടെ നടുവിൽ എളിയവനായ എൻ്റെ ജീവിതത്തിൽ ജീവനുള്ള ഏക ദൈവമായ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ അനേകരെ അറിയിക്കുവാനായിട്ട് ഈ മീഡിയയിൽ എനിക്ക് അവസരം തന്നതിന് പ്രത്യേകമായി അരോമ TV നന്ദി പറയുന്നു. ഈ അരോമ TV-യിൽ കൂടെ ഈ സാക്ഷ്യവും പ്രബോധനം കേൾക്കുന്ന നിങ്ങൾ എല്ലാവരെയും ദൈവം നിശ്ചയമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഭാര്യയും 2 ആൺകുഞ്ഞുങ്ങളാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. ഞങ്ങളുടെ കൃപ മ്യൂസിക് മിനിസ്ട്രി എന്ന് പറഞ്ഞൊരു ടീം ഞങ്ങൾക്കുണ്ട്. മ്യൂസിക് നൈറ്റുകളും കൺവെൻഷനും ഓപ്പൺ എയർ മീറ്റിങ്ങുകളും റെക്കോർഡിംഗ് വർക്കുകളും ഒക്കെ ചെയ്യുന്ന കർത്താവിന്റെ ഒരു ഭാഗത്ത് അപ്രകാരം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. 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 താങ്ക് യു കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സാബു ലൂയിസ്. ദൈവം നടത്തിയ അത്ഭുതകരമായ അനുഭവങ്ങളുടെ കൂമ്പാരം അരോമ TV-യിലെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സർവകൃപാലുവായ ദൈവം കൃപ ചെയ്തു എന്നേ പറയാനുള്ളൂ. അത്രയ്ക്ക് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിൽ സാധാരണ രക്ഷയുടെ സന്തോഷം വാക്കുകളിലൂടെയോ പ്രസംഗങ്ങളിലൂടെയോ മാത്രം എല്ലാവർക്കും പല ശുശ്രൂഷകൾ ലഭിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസന് ഒരു പടിയും കൂടി കർത്താവ് ആദരിച്ചു. അനുഗ്രഹീതമായ ഗാനങ്ങൾ രചിക്കുവാൻ, പാടുവാൻ, ആശ്വസിപ്പിക്കുവാൻ, കർത്താവിൻ്റെ നല്ല സാക്ഷ്യം വഹിക്കുവാൻ കർത്താവ് അവസരങ്ങളെ ഒരുക്കി എന്ന് പറയുമ്പോൾ അത് ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ്. പ്രസംഗവും പ്രാർത്ഥനയും പല ശുശ്രൂഷകളും ഭൂമിയിൽ മാത്രം നിൽക്കുമ്പോൾ സ്വർഗത്തിൽ ഉള്ള ഒരു ശുശ്രൂഷയാണ് പാട്ട് അല്ലെങ്കിൽ ഗാനശുശ്രൂഷ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പ്രതിഫലനം എന്ന നിലയിൽ ഭൂമിയിൽ കർത്താവിനെ പാടുവാൻ, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ലഭിക്കുന്ന അവസരങ്ങളും വേദികളും ഒട്ടും നഷ്ടമാക്കാതെ അതിനുവേണ്ടി വിനിയോഗിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെ പ്രവർത്തനങ്ങളെയും ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. 1-2 കാര്യങ്ങൾ ഇതിനോടനുബന്ധിച്ച് എനിക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ചോദിക്കുവാനുള്ളത്, ഇതിനോടകം ഈ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ എത്ര പാട്ടുകൾ മൊത്തത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് ഒന്ന് പറയാൻ പറ്റുമോ?
ഞാൻ പബ്ലിഷ് ചെയ്തത് ഒരു 140-ലധികം CD ചെയ്തിട്ടുണ്ട്. പക്ഷേ എത്ര പാട്ടുകളൊന്നും എണ്ണിയിട്ട് ഒരുപാട് ഡയറി നിറഞ്ഞ് ഇപ്പോഴും പബ്ലിഷ് ചെയ്യാത്ത ഒത്തിരി പാട്ടുകൾ ഉണ്ട്. കാരണം കുറെ വർക്കുകൾ കഴിഞ്ഞപ്പോൾ പിന്നെ മറ്റുള്ളവർ എഴുതിയ പാട്ടുകൾ സംഗീതം ചെയ്ത് വർക്ക് ചെയ്യാനായിട്ടുള്ള അതിലേക്ക് തിരിഞ്ഞതുകൊണ്ട് ഇപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഉപവസിക്കുമ്പോഴും ദൈവത്തെ ആരാധിക്കുമ്പോഴും എല്ലാം പല പല പാട്ടുകൾ എനിക്ക് തരുന്നുണ്ട്. അതെല്ലാം ഒത്തിരി ഒത്തിരി പാട്ടുകൾ യൂട്യൂബിലുണ്ട്. ഈ പാട്ടുകളെല്ലാം എന്താ പറയുക, പ്രത്യേകിച്ച് എണ്ണം പറയാൻ പറ്റത്തില്ല. എന്തായാലും ഒരു 100-300-ലധികം പാട്ടുകൾ എഴുതുവാൻ കർത്താവ് സഹായിച്ചിട്ടുണ്ട്. അതിലെല്ലാം പബ്ലിഷ് ചെയ്തിട്ടില്ലെങ്കിലും ഓൾമോസ്റ്റ് നല്ല മിക്ക ഗാനങ്ങളും പബ്ലിഷ് ചെയ്യാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, ഏറ്റവും ഹൃദയത്തെ സ്വാധീനിച്ചതായ ഏതെങ്കിലും ഒരു പാട്ട്, എല്ലാ പാട്ടിനും അതിൻ്റെതായ പ്രാധാന്യം ഉണ്ടെന്ന് എനിക്കറിയാം, എങ്കിലും ദൈവദാസൻ്റെ ഹൃദയത്തെ ഏറ്റവും സ്വാധീനിച്ചതും അതുപോലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഏറ്റെടുത്തതും പാടുന്നതും പാടിക്കൊണ്ടിരിക്കുന്നതുമായ ഏതെങ്കിലും ഒരു പാട്ട് ഏതാണെന്നൊന്ന് പറയുകയും അതിനോടനുബന്ധിച്ച് അതിൻ്റെ ഒരു 4 വരി ഒന്ന് പാടുകയും ചെയ്യാമോ? ആരോ മാറ്റി. ഞാൻ ആദ്യം പറഞ്ഞ ഈ ഉന്നതന് പാടാം, സ്തോത്രഗീതം പാടാം, കണ്ടു ഞാൻ കാൽവരിയിൽ, കാത്തിരിക്കും വിശുദ്ധരെ, യഹോവയാണെന്റെ ഇടയൻ, ഇങ്ങനെയുള്ള പാട്ടുകളാണ് എല്ലാവർക്കും ഒത്തിരി ശ്രദ്ധിക്കപ്പെട്ടതും അറിയുന്നതും ആരാധനാ മീറ്റിങ്ങുകൾക്കെല്ലാം പാടുന്നതും കുട്ടികൾ മത്സരങ്ങൾക്ക് വരെയും പാടുന്ന പാട്ടുകൾ ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെയാണ്. കണ്ടു ഞാൻ കാൽവരിൽ വളരെ ഒത്തിരി ആളുകളെ ചലിപ്പിച്ച ഒരു പാട്ടാണ്. ഉന്നതന് പാടാം അനേകർ ആരാധനയ്ക്ക് ഒരുപാട് രാജ്യങ്ങളിൽ ഏറ്റുപാടുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഗാനമാണ് അത്. കാരണം അതിനകത്ത് ഒരു ഓരോ വരികളിലും ദൈവം നേരിട്ട് പറഞ്ഞ ദൈവിക സന്ദേശങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ആ പാട്ട് ഒരുപാട് ആളുകളെ സ്വാധീനിക്കുവാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. പല പാട്ടുകളും എഴുതിയ അനുഭവങ്ങൾ ഉള്ളപ്പോൾ തന്നെ ഏതെങ്കിലും പാട്ടിൻ്റെ ഓണർഷിപ്പ് നഷ്ടപ്പെട്ടു പോയ അങ്ങനെയുള്ള ഏതെങ്കിലും സാഹചര്യം ഉണ്ടോ? ഇത് വേറൊരാളാണ് അത് എഴുതിയത് എന്ന് അവകാശപ്പെട്ട് അങ്ങനെ ഏതെങ്കിലും സാഹചര്യമോ പാട്ടോ വല്ലതും ഉണ്ടോ? അങ്ങനെ ഇല്ല. പക്ഷെ നമ്മൾ സംഗീതം ചെയ്ത പാട്ടുകൾ ഒത്തിരി സംഗീതം ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പേരിടാതെ അങ്ങനെയൊക്കെ അത് എനിക്ക് അതിനകത്ത് ഞാനും ഇതെല്ലാം ഒരു മിനിസ്ട്രിയാണ് ചെയ്യണേ. ഇതിനകത്തൊരു മണി മേക്കിങ്ങോ അങ്ങനെയുള്ള ഒന്നും നമ്മുടെ പേര് എടുക്കണം, നമ്മുടെ പേര് വലുതാകണം എന്നുള്ള ചിന്തയൊന്നും എനിക്കില്ല. അതുകൊണ്ട് തന്നെ ചിലര് നമുക്ക് കൂടുതൽ പൈസ തന്നിട്ട് പേരിടുന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്, സഹോദരങ്ങളുണ്ട്. അവരുടെ ഇഷ്ടം പോലെ അവരുടെ പേര് വെക്കും. സംഗീതം, ലിറിക്സ്, മ്യൂസിക് എന്ന് പറയും. നമ്മൾ ലിറിക്സ് തന്നാൽ അത് എഡിറ്റ് ചെയ്ത് മ്യൂസിക് ചെയ്ത് അതിന്റെ വർക്കുകളെല്ലാം ചെയ്ത് കൊടുക്കുമ്പോൾ അങ്ങനെ പല ഇതും കണ്ടിട്ടുണ്ട്. പടം പേരടിച്ചു വരുമ്പോൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ ഞാൻ അതിനകത്തൊന്നും ഒരു പ്രാധാന്യം ഒന്നും കൊടുത്തിട്ടില്ല. ഏതെങ്കിലും സന്ദർഭത്തിൽ പാട്ട് എഴുതിയതിനോടുള്ള ബന്ധത്തിൽ മറ്റുള്ളവരിൽ നിന്ന് ഏതെങ്കിലും വേദനാജനകമായ അനുഭവം ഉണ്ടായ ഒരു സാഹചര്യം അങ്ങനെ വല്ലതും ഉണ്ടോ? പാട്ട് എഴുതുന്നുള്ള ബന്ധത്തിൽ മാത്രമല്ല, പാട്ട് പാടുകയും പ്രോഗ്രാമിന് ചെല്ലുകയും പ്രോഗ്രാമിൽ പോകുമ്പോഴും ഒക്കെ അങ്ങനെ ഈ നമ്മുടെ ഇടയിൽ നിന്ന് ഒരു അവഗണന ഒത്തിരി, പക്ഷെ നമ്മളത് ഫോക്കസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇപ്പൊ നമ്മള് ചെല്ലുന്നിടത്ത് നമ്മളെ മാനിക്കപ്പെടാതെ ശ്രദ്ധിക്കപ്പെടാതെ ഒരു പാട്ടുകാരൻ എന്നുള്ള നിലയിൽ നമ്മളെ മാറ്റി നിർത്തുന്ന ഒരനുഭവം അങ്ങനെയൊക്കെ ഇത് ഉണ്ടായിട്ടുണ്ട്. നമ്മളെ ശ്രദ്ധിക്കാതിരിക്കുന്ന വലിയ വലിയ ആളുകളുടെ ശ്രദ്ധിക്കും, നമ്മൾ പാട്ടുകാരെന്നുള്ളത് മാറ്റി നിർത്തും. അങ്ങനെയൊക്കെയുള്ള ഇതുള്ളതുകൊണ്ട് പിന്നെ പാട്ട് എന്താ പറയുന്നത്, നമ്മളിതൊരു സുവിശേഷ വേല 2 വിധത്തിൽ ചെയ്യാമല്ലോ. ഒന്ന് മിനിസ്ട്രി ആയിട്ടും ഒന്ന് ജോബായിട്ടും ചെയ്യാം. അപ്പൊ നമ്മളൊരു മിനിസ്ട്രി ആയിട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ ഈ മണ്ണെ പ്രതി മാണിക്യം വിടുകയില്ല എന്ന് പാടുമ്പോൾ കള്ളത്തരം പാടുക. നമ്മൾ ഈ മണ്ണിനെ നോക്കി ഇതൊക്കെ എല്ലാം നോക്കി നിന്നാൽ നമ്മളിലുള്ള കൃപ നഷ്ടമാകുന്ന മാത്രമല്ല, അതെടുത്ത് ദൈവം വേറെ ആർക്കെങ്കിലും കൊടുക്കും. അപ്പൊ അതുകൊണ്ട് ദൈവം തന്ന താലന്ത് ദൈവനാമമഹത്വം അത്ര മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ. ഒത്തിരി വിഷമങ്ങൾ, ഹൃദയം നുറുങ്ങുന്ന അനുഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ടായിരുന്നു. അപ്പൊ നമ്മളെ വിളിച്ചിട്ട് നമ്മളെ വേണ്ട രീതിയിൽ മാനിക്കാതിരിക്കുക, അതൊക്കെ ചെയ്യാറുണ്ട്. നമ്മൾ ക്യാഷിന്റെ കാര്യം ഇപ്പൊ നമ്മൾ പൈസയ്ക്ക് വേണ്ടിയല്ല, ഒരിടത്തും നമ്മളൊരു പൈസ പറഞ്ഞ ആരോടും പാടാൻ ഒന്നും ചെയ്യത്തില്ല. പക്ഷെ എന്റെ കാര്യം ഇപ്പൊ റെക്കോർഡിംഗ് വർക്കുകൾക്ക് അവരുടെ ഇത് നമ്മൾ കൃത്യമായിട്ട് പറയും. ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തരിക എന്നുള്ള അങ്ങനെയുള്ളൊരു മനസ്സാണ് ഞാൻ ചെയ്യാറുള്ളത്. പക്ഷെ അങ്ങനെ പോലും ആൾക്കാര് അവർക്ക് കഴിവുള്ളപ്പോൾ പോലും നമുക്ക്, പക്ഷെ അതൊന്നും നമ്മളിപ്പോ ഒരിടത്ത് ലഭിക്കാതെ വരുമ്പോൾ വേറെ ദൈവം നമുക്ക് തരികയാണ്. അപ്പൊ നമ്മളൊരു മിനിസ്ട്രി ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ ഒത്തിരി നമുക്കറിയാലോ, പ്രസംഗികനാണെങ്കിലും പാട്ടുകാരനാണെങ്കിലും എവിടെ ചെന്നാലും നമുക്ക് അതുണ്ടാവും. ഈ ഭൂമിയിൽ ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊന്നും നമ്മളും ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ആണ് ഞാൻ ആ വിഷയത്തെ കാണുന്നത്. ഓക്കെ,
സംഗീതം പഠിപ്പിക്കുന്ന എന്തെങ്കിലും സംവിധാനമോ അങ്ങനെയുള്ള കുട്ടികളോ ആരെങ്കിലും പഠിക്കാൻ വേണ്ടി വല്ലതും അങ്ങനെയുള്ള? ഞാനായിരിക്കുന്ന ഫെലോഷിപ്പുകളിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എനിക്ക് കുറച്ച് എൻ്റെ ബേസിക് കാര്യങ്ങൾ പറഞ്ഞു തരണം എന്ന് പറയുന്ന അപ്പൊ ഒരു 3-4 വർഷം 8 വർഷമൊക്കെ ആകുമ്പോൾ ഒരു കൂട്ടായ്മയിലായിരിക്കുമ്പോൾ അവിടെയുള്ള പാടാൻ കഴിവുള്ള കുട്ടികളെ അങ്ങനെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു കഴിഞ്ഞ ആൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ സ്ഥിരമായിട്ട് നമുക്ക് അങ്ങനെ ഒന്നും ക്ലാസ് എടുക്കാനോ പഠിപ്പിക്കാനോ നമുക്ക് ഒത്തിരി ബിസിയാണ്. കാരണം ഈ റെക്കോർഡിങ്, പിന്നെ ചർച്ചിന്റെ വർക്കുകൾ, പിന്നെ യാത്രകൾ, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ബിസി ആയതുകൊണ്ട് നമുക്ക് സ്ഥിരമായിട്ട് അങ്ങനെ തുടങ്ങി വെച്ചാൽ അത് കൃത്യമായിട്ട് ചെയ്യണം. അപ്പൊ ഞാൻ അങ്ങനെ ഇപ്പൊ അങ്ങനെ ചെയ്യുന്നില്ല. പിന്നെ താല്പര്യമുള്ളവർക്ക് നമ്മൾ സമയമുള്ളപ്പോൾ അത് ചോദിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെ ചെയ്യാം. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. വളരെ പ്രസിദ്ധമായ ജനങ്ങൾ ഏറ്റുപാടുന്ന മനോഹരമായ ഒരു പാട്ടാണ് കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തേ. ഈ പാട്ട് ദേവദാസന് പാടിയിട്ടുണ്ടല്ലോ. ഞാൻ പാടിയിട്ടുണ്ട്. എന്നെ ഒരു ദിവസം ഹ്യൂസ്റ്റണിലുള്ള ഒരു ബ്രദർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, കോവിഡ് തുടങ്ങുന്നതിന് 2 മാസം മുമ്പ് അപ്പൊ ഈ പാട്ട് അയച്ചു വന്നു. അപ്പൊ ഇത് ഈ കൺവെൻഷനൊക്കെ പോകുമ്പോൾ ഒരുപാട് ദൈവദാസന്മാര്, അപ്പച്ചന്മാര്, പഴയ ആൾക്കാർ ഇത് പാടുന്നു. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള ഒരു കുന്നംകുളംകാരനായ CV താരപ്പൻ വളരെ പ്രയാസത്തിലൂടെ പോയപ്പോൾ എഴുതിയൊരു പാട്ടാണത്. അപ്പൊ ഈ അപ്പച്ചന്മാര് പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ എടുത്തു പാടും. അങ്ങനെ പാടിയിട്ടുണ്ട് കൺവെൻഷൻ സ്റ്റേജുകളിൽ. പക്ഷെ അത് മറന്നിരിക്കുന്ന ഒരു പാട്ടാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, യൂട്യൂബിൽ നല്ലൊരു വേർഷൻ ഇല്ല. അപ്പൊ എന്റെ പാട്ടുകൾ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വലിയ പാട്ടുകാരനൊന്നും അല്ലെങ്കിലും അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് സാബുവിന്റെ വോയിസിൽ ഈ പാട്ട് കേൾക്കണം, യൂട്യൂബിൽ നല്ലൊരു വേർഷൻ ഇല്ല, അതുകൊണ്ട് സാബു അത് പാടിയെന്ന് പറഞ്ഞ് ഈ പാട്ട് എനിക്ക് തന്നു, അയച്ചു തന്നു. അപ്പൊ ഞാൻ ഇത് ആദ്യം കേട്ടപ്പോ ഇതൊരു ഒരു 4 വരി ഒരു കല്യാണത്തിന് പാടുന്ന ഒരു പാട്ടിന്റെ ട്യൂണിലാണ്, പഴയ ഒരു പാട്ടിന്റെ ട്യൂണിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കത് പെട്ടെന്ന് ഒരു അട്രാക്ഷൻ തോന്നിയില്ല. ഞാനത് അവിടെ വെച്ചായിരുന്നു. ഒരു മാസം കഴിഞ്ഞിട്ട് അദ്ദേഹം വിളിച്ചിട്ട് ചോദിച്ചു, എന്താ പറഞ്ഞിട്ട് അത് ചെയ്യാത്ത, പൈസ ഇല്ലാത്തതുകൊണ്ടോ? ഞാൻ പൈസ അയച്ചു തരാന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം ഒരു ഇച്ചിരി ഇതായിട്ട് സംസാരിച്ചു. അപ്പം പുള്ളി ഓർക്കും ഞാൻ വലിയ അഹംഭാവിയാണെന്ന് ഓർക്കും. അപ്പൊ ഞാനത് പിന്നെ ഓക്കെ അച്ഛാ, ഞാൻ പെട്ടെന്ന് ചെയ്തു തരാം, ഇച്ചിരി ബിസി ആയിരുന്നു പറഞ്ഞ് അങ്ങ് അവസാനിപ്പിച്ചു. ഞാൻ പിന്നെ കീബോർഡായിട്ട് ഈ പാട്ട് പഠിക്കാൻ ഇരുന്നപ്പോഴാണ് എനിക്ക് ആ പാട്ടിനകത്തെ ഒരു എന്താ പറഞ്ഞ ഒരു ദൈവ സാന്നിധ്യം ഫീൽ ചെയ്ത്. അതിന്റെ ലിറിക്സ് ആണ്, ട്യൂണ് മാറ്റി വെച്ച അതിന്റെ ലിറിക്സ് നോക്കുമ്പോൾ ആദ്യത്തെ ലൈൻ അവർ കടന്നു വന്ന ഇപ്പൊ ഒരു അമ്മച്ചി ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ CV താരപ്പന്റെ കൂട്ടായ്മയിൽ വന്നു കഴിഞ്ഞപ്പോൾ അവര് മുറി പൂട്ടിയിട്ടാണ്. ഞാൻ അതിന്റെ അടിയിൽ ഡിസ്ക്രിപ്ഷൻ എഴുതിയിട്ടിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ്. ആ കാലത്ത് ജീവിച്ചിരുന്ന ഒരു അമ്മച്ചി ഉണ്ട് എറണാകുളത്ത് നിന്ന്. അവര് അന്ന് കൊച്ചു പെണ്ണായിരുന്നു, ഇപ്പൊ ഒരു പ്രായമായി. അപ്പൊ ഈ മുറി പൂട്ടിയിട്ട് അങ്ങനെ ഭക്ഷണം ഒന്നും കൊടുക്കാതെ അതിനകത്ത് മലമൂത്ര വിസർജനം എല്ലാം അവിടെ ചെയ്ത് അവിടെ കിടന്നു. അപ്പോൾ കഷ്ടതയുടെ തീച്ചുള്ളിൽ കിടക്കുമ്പോൾ യുവദേശി മാറി എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം എഴുതിയ വരി, ആദ്യം അവർ പോകുന്ന കഷ്ടത, രണ്ടാമത്തെ ലൈൻ അവരുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഹോപ്പ്. കഷ്ടതയോ പല പട്ടിണിയോ ഉണ്ടാകാം ഭൂവിൽ, അതിലൊരു നാളും തളരാതെ പാർത്താലതു ഭാഗ്യം, വ്യാകുലയായവളെ പ്രാവേ ബാഖായാണിവിടെ, കുതൂഹലമോടൊരു നാളിൽ നീ പാടിയിടും. അപ്പം ആദ്യത്തെ ലൈൻ എല്ലാ വരിയുടെയും അവരുടെ പ്രശ്നം, അവരുടെ പ്രത്യേകം. രണ്ടാമത്തെ ലൈൻ ഒരു ഹോപ്പ്, അവരുടെ പ്രത്യാശ എഴുതുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞ് പാടി. അപ്പൊ ഞാനത് പെട്ടെന്ന് ഇത് പാട്ട് പഠിച്ച് ഓർക്കസ്ട്രേഷൻ വിജയപ്രദേശാണ് ചെയ്ത് ഞാൻ എറണാകുളത്ത് സ്റ്റുഡിയോ പോയി ഇത് പാടി വീഡിയോ എടുത്ത് കോവിഡ് തുടങ്ങുന്നതിന് 1 മാസം മുമ്പ് ഇത് പെട്ടെന്ന് അപ്ലോഡ് ചെയ്തു. ഈ സ്റ്റുഡിയോയിൽ ചെന്നിട്ടും എനിക്ക് പാടുമ്പോൾ ഭയങ്കര ദൈവസാന്നിധ്യം. നമുക്ക് ആ ലിറിക്സിന്റെ മീനിങ് അന്നറിയാൻ ഞാൻ ശ്രദ്ധിച്ചത്. അപ്പൊ ഞാൻ ചിലപ്പോ ഒക്കെ കണ്ണു നിറയും. അപ്പൊ മാറി നിൽപ്പോ അപ്പൊ ആ റെക്കോർഡിസ്റ്റ് പറയും, ഇത് അങ്ങനെ വലിയ പാട്ടൊന്നുമല്ല, എന്തോ ഇത്ര ഫീൽ എന്താ സാധിച്ചാന്ന് ചോദിക്കാൻ. നമ്മൾ അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അവനോട് ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു, അത് വെച്ചിട്ട് അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അതിനകത്ത് അത് ഭയങ്കര, ഞാനും അങ്ങനെയൊക്കെ ഉള്ള വിഷയത്തിൽ കടന്നു പോയതുകൊണ്ട് എനിക്കറിയാൻ പോലെ എന്ന് പറഞ്ഞപ്പോ ആ പാട്ട് അപ്ലോഡ് ചെയ്തു. പാസ്റ്ററെ പറഞ്ഞ വിശ്വസിക്കത്തില്ല, ഓരോ ദിവസം ഞാൻ എത്രയോ പാട്ടുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസിക്കൽ പാട്ടുകൾ, മെലഡി, ഫാസ്റ്റ് എല്ലാം യൂട്യൂബിൽ 300-ലധികം പാട്ടുകളുണ്ട്. 7 ലക്ഷം 5 ലക്ഷം അങ്ങനെയൊക്കെയുള്ള വ്യൂവേഴ്സ് അതിനകത്തുള്ളൂ. ഓരോ ദിവസവും 5000 10,000 25,000 പേരൊക്കെ, ഇപ്പൊ 19 ലക്ഷം വ്യൂവേഴ്സ്. അതിന്റെ അടിയിൽ ആയിരക്കണക്കിന് മെസ്സേജുകൾ. കോവിഡ് വന്ന് വെന്റിലേറ്ററിൽ കിടന്ന ഒരു സഹോദരിയുടെ ഹസ്ബൻഡ് വഴിയൊക്കെ ഞാൻ എല്ലാ ദിവസവും ഒറ്റയ്ക്ക് മുറി കിടക്കുമ്പോൾ 50 പ്രാവശ്യമൊക്കെ ഈ പാട്ട് കേൾക്കുവാൻ ദൈവദാസനെ അതിനെ ബലപ്പെടുത്തി. അതിനകത്ത് അടിയിൽ എഴുതിയിരിക്കുന്ന മെസ്സേജുകൾ മുഴുവൻ അനേകരുടെ ഹൃദയത്തെ ചലിപ്പിച്ചതാണ്. എന്നെ ഇപ്പൊ ഒരു കല്യാണത്തിന് പാടാൻ ചെന്നാലും ആദ്യം ഈ പാട്ട് പാടണം എന്ന് പറയുന്നത്. കൺവെൻഷൻ ചെന്നാലും ഈ പാട്ടിന്റെ
ഇതിലാണ് ഇപ്പൊ എന്നെ അറിയപ്പെടുന്നത്. അത്രയ്ക്ക് ഒരു അഭിഷേകമുള്ള ഒരു പാട്ടാണ് കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്ത എന്നുള്ളത്. Praise the Lord. അത് പാടാൻ ഇങ്ങനെ ആ സഹോദരൻ നിർബന്ധിച്ചാണ് എനിക്കൊരു അവസരം, ദൈവം അദ്ദേഹം നിർബന്ധിച്ച് തന്നാണെന്ന് എന്റെ വിശ്വാസം. അത് അപ്ലോഡ് ചെയ്തതിനു ശേഷം പിറ്റേ മാസം കോവിഡ് തുടങ്ങി. ഞങ്ങൾ പാടിയ സൂം മീറ്റിംഗിൽ മുഴുവൻ ഈ പാട്ട് ഞങ്ങൾ ഇടയ്ക്ക് പാടുമായിരുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം. ആ പാട്ട് ദൈവദാസൻ ഓർപ്പിച്ചതിന് ഒത്തിരി നന്ദി പറയുന്നു. തീർച്ചയായിട്ടും അനേക ജനഹൃദയങ്ങളെ ആശ്വസിപ്പിച്ച മനോഹരമായ ഒരു പാട്ടാണ് കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തേ. അരോമ ടി വിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കർത്താവിൻ്റെ ദാസൻ ആ പാട്ടിൻ്റെ ഒരു സ്റ്റാൻസായി ഒരു കോറസും ഒന്ന് പാടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തേ, വ്യാകുലകാലം തീരാറായി ക്രൂശിൻ സാക്ഷികളെ, ആയാറിൽ നീ കണ്ടിടും ദൂതസേനകളെ, അവരുടെ നടുവിൽ എൻ പ്രിയനെ കാണാം തേജസ്സിൽ. കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തേ, വ്യാകുലകാലം തീരാറായി ക്രൂശിൻ സാക്ഷികളെ, ആയാറിൽ നീ കണ്ടിടും ദൂതസേനകളെ, അവരുടെ നടുവിൽ എൻ പ്രിയനെ കാണാം മേഘത്തിൽ. ബന്ധനമോ പല ചങ്ങലയോ ഉണ്ടാകാം ഭൂവിൽ, അതിലൊരു നാളും തളരാതെ പാർത്താലതു ഭാഗ്യം. വ്യാകുലയായവളെ പ്രാവേ ബാധായാണിവിടെ, കുതൂഹലമോടൊരു നാളിൽ നീ പാടിയിടും വേഗം. താമസമില്ല തിരുസഭയെ, കാലം തീരാറായി ക്രൂശിൽ മരിച്ചവനെ വേഗം കാണാം തേജസ്സിൽ. അരികളെതിർത്തതിനാലേറ്റം ക്ഷീണിച്ചോ പ്രാവേ, വിരുദു ലഭിച്ചവർ അന്നാളിൽ ചൂടും പൊന്മുടിയെ, വിരുദു ലഭിച്ചവർ അന്നാളിൽ ചൂടും പൊന്മുടിയെ, വിരുദു ലഭിച്ചവർ അന്നാളിൽ ചൂടും പൊന്മുടിയെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം. വളരെ മനോഹരമായി പാട്ട് പാടുവാൻ, അതിലൂടെ ഒരുപാട് പേരെ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ, കർത്താവിൻ്റെ മടങ്ങി വരവിൻ്റെ പ്രത്യാശയുടെ ആ പാട്ട് ഒരുപാട് പേർക്ക് ഇനിയും അത് ആശ്വാസമായി അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്തൃദാസൻ ജനിച്ച് വളർന്ന് വന്ന ആ പശ്ചാത്തലം, ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർന്നു, ആ പാരമ്പര്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഇങ്ങനെ ഒരനുഭവത്തിൽ വരുവാൻ ഒരു യോഗ്യതയുമില്ലായിരുന്നു എന്ന് പ്രാരംഭത്തിൽ ഓർപ്പിച്ചു. കാരണം തകർന്നടിഞ്ഞ, എല്ലാം കൊണ്ടും ഒരു പ്രതീക്ഷയുമില്ലാതെ എല്ലാം അവസാനിച്ച ഇടത്തു നിന്ന് സ്വർഗത്തിലെ ദൈവം അതിനെ നനച്ച് വളർത്തി ലോകത്തിൻ്റെ 5 വൻകരകളിലും ഇന്ന് അനേകായിരങ്ങൾ ഏറ്റുപാടുന്ന മനോഹര പാട്ടുകളൊക്കെ പാടുവാനും പാട്ടുകൾ എഴുതുവാനും അവരോടൊരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാനും ഒക്കെ കർത്താവ് ദൈവദാസനെ തിരഞ്ഞെടുത്തു, അഭിഷേകം ചെയ്തു അയച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. സാധാരണ പാട്ടുകാരും ചെയ്യാത്തൊരു കാര്യമാണ് പ്രസംഗിക്കുക എന്ന് പറയുന്നത്. കാരണം നേരത്തെ അത് ഓർപ്പിച്ചൊരു കാര്യമാണ്, ഈ പാട്ട് പാടുന്നവർ പ്രസംഗിച്ചു കഴിഞ്ഞാൽ അവരുടെ തൊണ്ട പോകും. അതുകൊണ്ട് പാട്ടുകാരും ചെയ്യാത്തൊരു ശുശ്രൂഷയാണ് പ്രസംഗം. പക്ഷെ ദൈവദാസൻ ആ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് എനിക്ക് മനസ്സിലായി. ഈ സാക്ഷ്യം കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും അത് മനസ്സിലാകും. കാരണം പാട്ട് മാത്രമല്ല, അനുഭവം, ദൈവം ചെയ്ത അനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, കർത്താവിൻ്റെ നല്ല സാക്ഷ്യം, നല്ല വചനങ്ങൾ, ഒട്ടും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ വളരെ ശക്തമായിട്ട്, യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ ശക്തമായി പ്രസംഗിക്കുവാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം ഉപയോഗിക്കുന്നു എന്ന് അറിയുവാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അനേക പ്രിയപ്പെട്ടവരെ കർത്താവിലേക്ക് ആദായപ്പെടുത്തുവാൻ, കർത്താവിലേക്ക്
ഉറപ്പിക്കുവാൻ പാട്ടിലൂടെയും വചനത്തിലൂടെയും ദൈവദാസനെ ദൈവം ശക്തമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. അതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നീ ഏറെ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ കുടുംബമായി കർത്താവ് അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മാന്യ ശ്രോതാക്കളെ, നിങ്ങൾക്കേവർക്കും ഈ സാക്ഷ്യം, ഈ പാട്ടുകൾ, അനേക പാട്ടുകളുടെ ഉറവിടം, അതിൻ്റെ സാഹചര്യം, അതിന് പാടിയ വ്യക്തിയെ നിങ്ങളുടെ മുൻപാകെ പരിചയപ്പെടുത്തുവാൻ കഴിഞ്ഞതിൽ അരോമ ടി വിക്ക് വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും കേൾവിക്കാരെ, നിങ്ങൾക്ക് ഈ ജീവിതാനുഭവങ്ങൾ ഒരു കേട്ടുകേൾവി മാത്രമായിരിക്കാനല്ല, ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കുന്ന, ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുമെന്ന, യേശു നിങ്ങളെ സൗഖ്യമാക്കുമെന്ന വസ്തുത ഒന്നുകൂടെ പോസിറ്റീവായിട്ട്, ഒരിക്കലും നെഗറ്റീവായുള്ള വാക്കുകൾ പറയരുത്. പ്രതീക്ഷയുടെ വാക്കുകൾ പറയുക, പ്രത്യാശയുടെ വാക്കുകൾ പറയുക, വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുക. കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. ദൈവദാസൻ തൻ്റെ ജീവിതത്തിൽ ഏറ്റുപറഞ്ഞ ഓരോ വാക്കുകളും തൻ്റെ ജീവിതത്തിൽ നിന്ന് കർത്താവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. നമ്മൾ ഓരോ വാക്കുകൾ കേട്ട് കഴിഞ്ഞു. നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഈ സാക്ഷ്യം കേൾക്കുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. മറ്റുള്ള അനേക പ്രിയപ്പെട്ടവർ കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് അവർക്കും അനുഗ്രഹമായി തീരട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. ഈ ദൈവദാസനും കുടുംബത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അവരെ ഉപയോഗിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. ശക്തമായി വീണ്ടും ദൈവം അവരെ ഉപയോഗിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. നാം ഈ ദൈവദാസനെയും കുടുംബത്തെ അവരുടെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അരോമ ടിവിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി കർത്താവിൻ്റെ ദാസൻ ഒരു നിമിഷം നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ മുഖാമുഖമായി കാണാത്ത ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആളുകൾ ഈ അരോമ ടി വിയിൽ കൂടെ ജീവന്റെ വചനം, കർത്താവെ, കർത്താവിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നല്ലോ. എളിയവരായ ഞങ്ങളിൽ കൂടെയും ഞങ്ങളെ നടത്തിയ ജീവന്റെ വചനം അത് സാക്ഷ്യമായിട്ട് പറയുന്ന അവസരത്തിനായി നന്ദി പറയുന്നു. ഈ കർത്താവെ, പ്രേക്ഷകർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അവരെ ഞങ്ങൾ ഇപ്പോൾ കാണുന്നില്ല, എന്നാൽ യേശു ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന നടുവിൽ എഴുന്നള്ളി വന്നിരിക്കുന്നു. എൻ്റെ അരികിൽ നിൽക്കുന്ന ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിക്കുകയാണ്. അരികിൽ നിൽക്കുന്ന ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് അനുഭവിച്ച ശതാധിപൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, നീ ഇവിടെ നിന്ന് ഒരു വാക്ക് പറഞ്ഞു. നീ ഇപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്നല്ലോ, നീ ഇവിടെ നിന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി യേശുവേ, ദൂരദേശത്ത് കിടക്കുന്ന എൻ്റെ ബാല്യക്കാരന് സൗഖ്യമാകും. നീ അവിടെ വരണ്ട, എൻ്റെ വീട്ടിൽ വരണ്ട, അവിടെ വരെ യാത്ര ചെയ്യണ്ട, ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി എന്ന് ആ ശതാധിപന്റെ ആഴമേറിയ വിശ്വാസത്തിന്റെ വാക്കുകളുടെ നടുവിൽ അപ്പോൾ തന്നെ ഒരു വലിയ ദൈവപ്രവർത്തി ദൂരദേശത്ത് നടന്നതുപോലെ ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുവേ, അങ്ങ് ഞങ്ങളുടെ അരികെ നിൽക്കുന്നുവല്ലോ. ഞങ്ങൾ ഈ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവരായിരിക്കുന്ന വീട്ടിൽ, അവരായിരിക്കുന്ന മേഖല, ആ ബെഡിൽ, ആ തളർന്നു കിടക്കുന്ന മേഖലകളിൽ, ആ രോഗശൈലിയിൽ, ആ ആശുപത്രിയിൽ, കർത്താവെ, ഇപ്പോൾ കിടന്നുകൊണ്ട് ഈ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന ആയിരങ്ങളെ ഞങ്ങൾ കാണുകയാണ്. അവരിലേക്ക് ഒരു ദൈവ സാന്നിധ്യം ഇറങ്ങും. അങ്ങ് കൽപ്പിക്കും, അങ്ങയുടെ കരം നീണ്ടു ചെല്ലും. അടഞ്ഞ കുരുടന്റെ കണ്ണിലേക്ക് ദൈവകരം നീണ്ടു വന്നപ്പോൾ അവൻ അതുവരെ കാണാത്തതെല്ലാം കൺകുളിർക്കെ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയതുപോലെ ആ ബെഡിൽ കിടന്നുകൊണ്ട് ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുന്നവരിലേക്ക്, അവരെ നാഡീ ഞരമ്പുകളിലേക്ക്, അവരുടെ അസ്ഥികളിലേക്ക്, അവരുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലേക്ക് അവിടെ സാന്നിധ്യം ഒഴുകിച്ചെന്ന്, അവിടുത്തെ ആത്മസാന്നിധ്യം ഒഴുകിച്ചെന്ന് അങ്ങയുടെ വചനത്തിന്റെ ശക്തി അയച്ച് ഇന്ന് അവരെ സൗഖ്യമാക്കി, അവരെ വിടുവിച്ച്, അവരെ ആ കുപ്പയിൽ നിന്ന് ഉയർത്തി ഉദ്ധരിച്ച് കർത്താവെ കൊണ്ടുവന്ന് നീ ഇവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ തലമുറകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വഴിതെറ്റി പോകുന്ന വല്ലാത്ത ലോകത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കുന്നു. അവരെ കർത്താവെ ഉദ്ധരിക്കണമേ. അവര് കൂട്ടുകെട്ടിൽ, ലോകത്തിന്റെ പാപവഴികളിൽ അകപ്പെടാതെ വണ്ണം ക്രിസ്തുവെന്ന വഴിയിലൂടെ യാത്ര ചെയ്യുവാൻ സഹായിക്കണമേ. ഉത്തരം കിട്ടാത്ത വിഷയങ്ങൾ, അക്കമിട്ട് എണ്ണി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ, അൺസ്പോക്കൺ വിഷയങ്ങളുമായി പ്രാർത്ഥിക്കുന്ന ചിലര് ദൈവാത്മാ ഞങ്ങൾ കണ്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ,
അവരുടെ ആ വിഷയങ്ങൾക്കെല്ലാം ഒരു ദൈവപ്രവർത്തി, അതിലെ വേഗത്തിൽ പകരം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവപ്രവർത്തി കർത്താവ് ചെയ്യണമെന്ന് ഇളങ്ങോട് പ്രാർത്ഥിക്കുന്നു. ആ രോഗികളെ സൗഖ്യമാക്കുക, ആ ബെഡിൽ കിടക്കുന്ന പിതാവിനെ, ആ കിഡ്നി രോഗത്തെ, ആ ഹാർട്ട് പേഷ്യൻസിനെ കർത്താവ്, ആ ബ്രെയിൻ ട്യൂമറിനെ കർത്താവ്, ഉദര സംബന്ധമായി ഭാരപ്പെടുന്ന ആ ഓപ്പറേഷന് വേണ്ടി തയ്യാറാകുന്ന, കത്തിവെക്കാതെ ഓപ്പറേഷൻ ചെയ്യുന്ന ദൈവപ്രവൃത്തി അവിടുന്ന് ചെയ്യണമേ എന്നുള്ള ആ സാമ്പത്തികമായി തകർന്ന വീടിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. അങ്ങനെ നാനാവിധത്തിൽ പ്രാർത്ഥനയ്ക്കായി കടന്നു വന്നിരിക്കുന്ന ഈ ജനത്തെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഉള്ളിൽ ക്രിസ്തു ഉരുവാകട്ടെ, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ സമർപ്പണം ഉണ്ടാകട്ടെ, ചില തീരുമാനത്തോടെ പ്രാർത്ഥിക്കാൻ കൃപ നൽകണമേ. അരോമ ടിവിക്ക് വേണ്ടിയും അതിന്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ദാനിയേൽ ജോൺ, അവരുടെ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു ശുശ്രൂഷ കർത്താവെ കടല് കിടന്ന് അക്കരെ അത്ഭുതം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ദിവസം തന്റെ ചെവിയിൽ കേട്ടത് കണ്ണുകൊണ്ട് കാണത്തക്കവണ്ണം, ചെവിയിൽ കേട്ട ദൈവത്തിന്റെ ദൂത് കണ്ണുകൊണ്ട് കാണത്തക്കവണ്ണം ചില ദൈവപ്രവൃത്തികൾ ഇത് യഹോവയാൽ സംഭവിച്ചു. നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ ആശ്ചര്യമേറിയ കാര്യങ്ങൾ അങ്ങയുടെ ദാസന് കുടുംബത്തിൽ ദൈവാത്മാവ് ചില സന്തോഷിക്കാനുള്ള ദൈവകരം വെച്ചുപിടിപ്പിച്ച് ചില വാഗ്ദത്ത നിവൃത്തിയുടെ വർഷമാക്കി മാറ്റി, ചില ദൈവത്തിന്റെ പ്രവൃത്തി മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത ദൈവപ്രവൃത്തികൾ മുഖാമുഖമായി കണ്ട് കർത്താവിനെ സ്തുതിക്കാൻ കർത്താവ് ദിവസങ്ങൾ അവിടുത്തെ അഭിഷക്തനും ഇടയാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ബ്ലെസ്ഡ് ബി ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിക്കുകയാണ്. അവിടുന്ന് പ്രാർത്ഥനയായിട്ട് സ്തോത്രം സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവം കേൾക്കണമേ സ്വർഗസ്ഥനായ പിതാവേ. ആമേൻ 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 ആമേൻ. താങ്ക് യു കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സാം ലൂയിസ്. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിന്റെ ദാസനോട് കുടുംബാംഗങ്ങളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് അറിയിക്കട്ടെ, സൗഖ്യാരോഗ്യം ദീർഘായുസ്സും തരട്ടെ, കർത്താവിനോട് ഏറെ പ്രയോജനപ്പെടുവാൻ ഇനി അവസരങ്ങളെ കർത്താവ് ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകരോടായ നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. നിങ്ങളെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഈ സാക്ഷി നിങ്ങൾ കേട്ടതിന് ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമയും കൂടെ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. aroma.tv.co.in എന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. ഞങ്ങളുമായി ബന്ധപ്പെടുന്നതിന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിവരം അറിയിക്കൂ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.